أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم والأسر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വെൽക്കം. ഇന്ന് നമ്മൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ കാര്യം വെച്ചത്. നമ്മുടെ കഴിഞ്ഞ നവംബറിൽ തുടങ്ങിയ ഒരു ബാച്ച് ഉണ്ടായിരുന്നു. ഞാനൊരു പല ചെറിയ ചെറിയ ബാച്ചുകൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് വലിയ ബാച്ച് എന്ന് മാത്രമല്ല, കുറച്ചും കൂടി ഇൻ്റർനാഷണൽ ലെവലിലും അൽഹംദുലില്ലാ കുറച്ചും കൂടി പ്രൊഫഷണൽ സെറ്റപ്പിൽ നടത്തിയ ഫസ്റ്റ് ബാച്ചാണിത്. അൽഹംദുലില്ലാ അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ആളുകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ, ദാറ്റ് മീൻസ് ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വന്നു. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് സെഷൻ കണക്റ്റിംഗ് ദ ഡോട്ട് എന്നാണ് നമ്മൾ പറയുക. ദാറ്റ് മീൻസ് നമ്മൾ ചിന്നിച്ചെതറിയ അറിവുകളെ ഒരു ഓർഡറിലാക്കി മാറ്റി ഒരു പാക്കേജ്, ഒരു ക്യാപ്സ്യൂളാക്കി മാറ്റുന്നതിനാണ് കണക്റ്റിംഗ് ദ ഡോട്ട് എന്ന് പറയാം. അതുകൊണ്ട് ഇതിൻ്റെ ഫൈനൽ സെഷനാണ്. മാത്രമല്ല, ഫൈനൽ സെഷൻ ഞാൻ ഇവിടെ പറയുന്നുണ്ടെങ്കിലും ആ ബാച്ചിൻ്റെ ഫൈനൽ സെഷൻ ആണെങ്കിലും ബാച്ചിൽ ചേർന്ന ആളുകൾക്ക് തൊട്ടടുത്ത ജൂനിയർ ബാച്ചിലും അതിൻ്റെ ജൂനിയർ ബാച്ചിലും ചേരാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. ദാറ്റ് മീൻസ് ഏകദേശം ഒരു 6-7 മാസം നമ്മൾ ഈ ക്ലാസ്സിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും കയറാം, ഏത് ക്ലാസ്സിലും കയറാം. ഞാൻ അതുകൊണ്ട് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കൊടുക്കും, ലിങ്ക് കൊടുക്കും, ഇന്ന് ഏത് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്തായി, അവർക്കത് കൂടുതൽ പഠിച്ചത് വീണ്ടും പഠിക്കുവാനും മനസ്സിലാക്കുവാനൊക്കെ ഉള്ള സൗകര്യം അല്ലെ, ഓപ്ഷൻസ് എല്ലാവരും ഇത് വെൽക്കം ചെയ്തിട്ട് അൽഹംദുലില്ലാ നല്ലത്. നമുക്ക് അതുകൊണ്ട് ഹൈറേ ഉള്ളൂ. അതുകൊണ്ട് ആളുകൾക്ക് ഒരു മുഖം ഏകദേശം ഒരു 6 മാസം അല്ലെങ്കിൽ 7-8 മാസമൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വേണ്ടത് തിരിച്ചും മറിച്ചും പഠിക്കാൻ പറ്റുന്ന ഓപ്ഷൻസാണ്. മാത്രമല്ല, ഇതിനൊക്കെ റെക്കോർഡും കിട്ടും. മാത്രമല്ല, ഈ റെക്കോർഡിങ് അവർക്ക് എപ്പോൾ ആണെങ്കിലും ഏത് റെക്കോർഡ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ സൈറ്റിലേക്ക് ആക്കാൻ പോവുക. സൈറ്റിലേക്കാണ് ആക്കി കഴിഞ്ഞാൽ ഞാൻ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ലിങ്ക് എടുക്കാം. യൂട്യൂബിൽ വരെ കയറേണ്ട, ലിങ്ക് കൊടുത്താൽ അവർക്ക് കിട്ടുന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് അത് അവർക്ക് സൈറ്റിൽ ഒരു പേജ് ഇട്ടിട്ട് ആ പേജാണ് കൊടുക്കും. ആ പേജിലേക്ക് വേണ്ട നമ്മളെ കോഴ്സിൽ ചേർന്ന ആളുകളുടെ ഇമെയിൽ ഞാൻ ഇവിടെ വാലിഡേറ്റ് ചെയ്താൽ അവർക്ക് കിട്ടുന്ന രീതിയിൽ എപ്പോൾ വേണമെങ്കിലും കേൾക്കാം. ആ രീതിയിൽ, എന്നാൽ ചേർന്നവർക്ക് മാത്രമേ കഴിയുള്ളൂ. ആ രീതിയിൽ ബിസ്മില്ലാഹ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ബിസ്മില്ലാഹ് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലൽ ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബ്ർ. എല്ലാവരും കാലം തന്നെയാണ് സത്യം. എല്ലാവരും പരാജയത്തിലാണ്. ഇല്ലൽ ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി. നിങ്ങൾക്കറിയാം. അതുകൊണ്ട് വിജയിച്ച ആളുകൾ എന്ന് അന്നെടുത്ത് പറഞ്ഞു, ഈ വിജയം എന്താണെന്നതാണ് നമ്മുടെ ലൈഫ് കോച്ചിങ്ങിന്റെ ടോട്ടൽ സമ്മറി. അതുകൊണ്ട് ഇതുവരെ എടുത്ത ക്ലാസ്സിന്റെ സമ്മറി വിശദീകരിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബിസ്മില്ലാ. ഞാൻ വ്യക്തചുരുക്കം മാത്രം പറയാം, കാരണം ക്ലാസ്സിൽ പങ്കെടുത്ത ആളുകൾക്ക് ഇത് വ്യക്തത മനസ്സിലാകും, അല്ലാത്തവർക്കൊരു ഐഡിയ കിട്ടും. മാത്രമല്ല, ഇതിന് രൂപരേഖ കിട്ടും, ഒരു റോഡ് മാപ്പ് കിട്ടും. അതുകൊണ്ട് കൂടുതൽ അടുത്ത് നമ്മുടെ ക്ലാസ്സിൽ ചേരേണ്ടുന്ന ആളുകൾക്ക് അതിൽ ചേരാം ഇൻഷാ അല്ലാഹ്. പേഴ്സണാലിറ്റി റീഫ്രെയിമിംഗ് കോച്ചിങ്, കണക്ടിംഗ് ദ ഡോട്ട്സ്. എവരിബഡി ഈസ് ബോൺ വിത്ത് ഫിത്ര. എല്ലാ മനുഷ്യരും അവൻ്റെ ഫിത്രത്തിൽ ജനിച്ചതാണ്. ഫിത്രത്തിൽ മീൻസ് നേച്ചുറൽ ഡിസ്പോസിഷൻ. അതിൻ്റെ മനുഷ്യൻ്റെ ഫിത്രത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഓരോ കുഞ്ഞു മുസ്ലിമായി ജനിച്ചു എന്നല്ല. അവൻ മുസ്ലിം ആവണമെങ്കിൽ അവൻ ഷഹാദത്ത് ചൊല്ലണം എന്ന് മാത്രമല്ല, അവന് എന്താ പറയുക, മുസ്ലിം മാതാപിതാക്കളായി ജനിച്ച് വളർന്ന് അവൻ ജനിക്കുന്ന സമയത്ത് മുസ്ലിം ആകുന്നില്ല, പിന്നെ ഷഹാദത്ത് ചെല്ലുമ്പോഴാണ് മുസ്ലിം ആകുന്നത്. അതുകൊണ്ട് ഓരോ കുഞ്ഞ് മുസ്ലിമായി ജനിച്ചു എന്നല്ല. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയണേ, അവൻ്റെ ജന്മശുദ്ധിയിൽ ജനിച്ചു. അവന് മാറ്റത്തിരുത്തലുകൾ വന്നിട്ടില്ലെങ്കിൽ, കർഷം വന്നിട്ടില്ലെങ്കിൽ അവന് ഇസ്ലാം മതം കാണിച്ചു കൊടുത്താൽ, ലോകത്തുള്ള ഏത് മതം കാണിച്ചു കൊടുത്താലും അവൻ ഇസ്ലാമിനെ സ്വീകരിക്കുള്ളൂ. അത്ര ജന്മശുദ്ധിയിൽ. അതുകൊണ്ട് എല്ലാവരും അവൻ്റെ ജന്മശുദ്ധിയിലാണ് ജനിക്കുന്നത്. ആ ജന്മശുദ്ധിയെ തിരിച്ചു പിടിക്കുക എന്നതാണ് കോച്ചിങ്ങിൻ്റെ ഉദ്ദേശം. അതെന്താണ്? അവൻ്റെ നേച്ചുറൽ ഡിസ്പോസിഷൻ, അതായത് അവൻ്റെ ഇൻറ്റ്യൂഷൻ ആൻഡ് ഇൻസ്റ്റിങ്ക്റ്റ്. അവൻ്റെ ഉള്ളിലുണ്ടാകുന്ന ജന്മസിദ്ധമായ അറിവിൻ്റെയും ജന്മസിദ്ധമായ കഴിവുകളുടെയും വിത്തുകൾ എല്ലാ മനുഷ്യനുണ്ട്. തുടക്കത്തിൽ ഞാൻ പറയാം, ലോകത്തുള്ള സകല മനുഷ്യന്മാരുടെ സകല ഗുണങ്ങളുടെയും ഒരു വിത്ത് ഓരോ മനുഷ്യനുള്ളിലുണ്ട്. ലോകത്തുള്ള സകല ഇതിന് പുരുഷന്മാർ ക്യാമറ ഓണാക്കിയ തിരക്കടില്ലായിരുന്നു. ഞാനങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ഫീൽ ഒഴിവാക്കാൻ വിചാരിച്ചില്ല. എന്നാൽ നമുക്ക് അങ്ങനെ ക്യാമറ പുരുഷന്മാർ ഓണാക്കി കൊടുക്കും, കുഴപ്പമില്ല ഇൻഷാ അല്ലാഹ്. പിന്നെ മൈക്ക് ഓഫ് ചെയ്താൽ മതി, കുഴപ്പമില്ല. പിന്നെ സൗണ്ട് അങ്ങോട്ട് കൂടി വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മനുഷ്യന്മാരുടെ സൽഗുണങ്ങളുടെ ഒരു വിത്ത്, എല്ലാത്തിൻ്റെയും ഒരു വിത്ത് ഇതിനുള്ളിലുണ്ട്. മനുഷ്യന്മാരുടെ കഴിവുകളുടെ എല്ലാ കഴിവുകളുടെയും ഒരു വിത്ത് ഇതിനകത്തുണ്ട്. യെസ്, ഒരു വിത്ത് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് എവരിബഡി ഈസ് ബോൺ വിത്ത് എ ഫിത്ര. സെക്കൻഡ് വൺ, പ്രോബ്ലം മീൻസ് ഡിസോർഡേഴ്സ് ഇൻ ദ ലൈഫ്.
ആൻഡ് ഇറ്റ്സ് റിസൾട്ട്. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഡിസോർഡറുകളും അതിൻ്റെ പരിണിത ഫലങ്ങളുമാണ് പ്രോബ്ലംസ്. ആൾ പ്രോബ്ലം സ്റ്റാർട്ട് ഫ്രം ബൗണ്ടറി വയലേഷൻ. എല്ലാ പ്രോബ്ലം തുടങ്ങുന്നത് ബൗണ്ടറി വയലേഷനാണ്. മനുഷ്യന് അള്ള കൊടുത്ത ചില ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. ആ ഇൻഡിവിജ്വാലിറ്റി ഓരോ വ്യക്തിക്കും അവൻ്റെ ഹുസൂസിയത്ത്, അവൻ്റെ പ്രത്യേകമായ വ്യക്തിത്വം കൊടുത്തിട്ടുണ്ട്. അതിനെ വയലേറ്റ് ചെയ്യുന്നത് ആണ് ബൗണ്ടറി വയലേഷൻ. അതിന് ഇസ്സത്ത് എന്ന് പറയും. എർള് എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ഇസ്സത്ത് എന്ന് പറയും. അതുകൊണ്ട് മനുഷ്യന്മാരുടെ ആ ഇൻഡിവിജ്വാലിറ്റിയെ കളങ്കപ്പെടുന്ന, വയലേറ്റ് ചെയ്യുന്ന, ദാറ്റ് ഇസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഓൾ പ്രോബ്ലംസ്. എല്ലാ പ്രോബ്ലത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അതാണ്. മാത്രമല്ല ആ പ്രോബ്ലംസ് വയലേറ്റ് ചെയ്ത് അതൊക്കെ ഹദീസിൽ നിന്നാണ് ഞാൻ പറയുന്നത്, പ്രവാചകന്റെ ഹദീസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ബൗണ്ടറി വയലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ബൗണ്ടറി വയലേഷൻ എന്താ? ഒരു വ്യക്തിയുടെ അവൻ്റെ ഇൻഡിവിജ്വാലിറ്റി, അവന് കൊടുത്ത യുണീക്ക് വ്യക്തിത്വം, അവൻ്റെ ഫ്രീഡം മീൻസ് വാട്ട്? ഫ്രീഡം ഓഫ് തിങ്കിങ്, ഫ്രീഡം ഓഫ് ഒപ്പീനിയൻ ആൻഡ് ഫ്രീഡം ഓഫ് ചോയ്സ്. അവൻ്റെ ഈ ഫ്രീഡത്തിലും പിന്നെ പീസ് ഓഫ് മൈൻഡ് ആൻഡ് ഹാപ്പിനെസ്. ഈ സാധനത്തിൽ മറ്റൊരാൾക്കും ഒരവകാശമില്ല. അത് പരസ്പരം ബഹുമാനിച്ച് അതിര് കാത്തേ പറ്റും. അവിടെ വയലേറ്റ് ചെയ്യുന്നു ആര്? മാതാപിതാക്കൾ ആദ്യം ചെയ്യും, പിന്നെ ബന്ധുക്കളും ചെയ്യും, നാട്ടുകാരും ചെയ്യും. അങ്ങനെ ഇതാണ് പ്രോബ്ലത്തിൻ്റെ തുടക്കം. അടുത്ത പോയിന്റ്, ദ സൊല്യൂഷൻ ഈസ് ടു പ്ലേസ് ബാക്ക് ദ ഡിസോർഡർ ഇൻ ടു ഓർഡർ. അതുകൊണ്ട് എന്താണോ ഡിസോർഡർ അതിനെ ഓർഡറാക്കി മാറ്റുക എന്നല്ലേ സൊല്യൂഷൻ. ആൻഡ് ദിസ് ഈസ് പോസിബിൾ ബൈ ടേക്കിംഗ് ബാക്ക് യുവർ പവർ. നോക്കണം, നമ്മൾ എപ്പോഴും പറയുന്നവരോ നമ്മളെ പവർ, ടേക്കിംഗ് ബാക്ക് ദ പവർ നമ്മൾ പറയാം. മീൻസ് പവർ നമ്മുടെ ഉള്ളിലുണ്ട്. അള്ള അത് ആദ്യം ജനിച്ചപ്പോഴേ വെച്ചിട്ടുണ്ട്. ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്ത് പ്രശ്നത്തിനുള്ള പരിഹാരത്തിനുള്ള ഫുൾ പൊട്ടൻഷ്യൽ അത് വെച്ചിട്ടുണ്ട്. ആ പവർ പുറത്തേക്ക് എടുക്കുക. സോ ടേക്ക് ബാക്ക് ദ പവർ എന്ന് പറയാം. പവർ കൂട്ടുക എന്നല്ല, പവർ മങ്ങിപ്പോയതിന് പുറത്തേക്ക് എടുക്കുക. ആ രീതിയിലാണ്. അതുകൊണ്ട് ഇതാണ് നമ്മളിതിന്റെ സമ്മറി. യെസ്, ഫിത്ര, ഓരോ മനുഷ്യർ ശുദ്ധ പ്രകൃതി ജനിച്ചതിൻ്റെ അതിൻ്റെ വിശദീകരണം, അവൻ്റെ ഫിത്രത്തിനെ കുറിച്ചുള്ള വിശദീകരണം, ഫിത്രത്തിന്റെ വിശദീകരണം ഖലീൽ ഗിബ്രാൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഫലസ്തീനിൽ പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വിശദമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നു, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കളല്ല, അത് ഭൂമിയിൽ ജന്മം നിലനിൽക്കുന്നതിൻ്റെ മക്കളാണ്. മാനവരാശി നിലനിൽക്കുന്ന മാനവരാശിയുടെ മക്കളാണ്. അവർ നിങ്ങളിലൂടെ വന്നു, പക്ഷെ നിങ്ങളിൽ നിന്നല്ല. നിങ്ങളുടെ സ്നേഹം അവർക്ക് കൊടുക്കാം, പക്ഷെ നിങ്ങളെ സ്വന്തം ചിന്ത കൊടുക്കാൻ പറ്റൂല. നിങ്ങൾക്ക് അവരുടെ ശരീരത്തിന് അഭയം നൽകാം, പക്ഷെ അവരുടെ ആത്മാവിനെ നിങ്ങൾക്ക് അഭയം നൽകാൻ കഴിയില്ല. കാരണം അവരുടെ ആത്മാവ് നാളെയുടെ വീട്ടിൽ താമസിക്കുന്നു. നാളെയുടെ വീട്ടിൽ താമസിക്കാൻ നിങ്ങളെ കൊണ്ട് അത് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് അവരുടെ ആത്മാവിനെ നിങ്ങൾക്ക് അവരുടെ സ്നേഹം കൊടുക്കാം, പക്ഷെ നിങ്ങളെ സ്വന്തം കൊടുക്കാൻ പറ്റില്ല. മാത്രമല്ല അവർ ഒരു അമ്പാണെങ്കിൽ ആ അമ്പ് പുറപ്പെടുവിക്കുന്ന വില്ലാണ് നിങ്ങൾ. വില്ലിന്റെ വളവും വില്ലിന്റെ ബലഹീനതയും അമ്പിൽ കാണും. അമ്പ് വളഞ്ഞു പോയാൽ അമ്പ് ശരിയല്ലെങ്കിൽ വില്ല് പിഴഞ്ഞു പോകും. അതുകൊണ്ട് ഈ അമ്പിനെ പിടിച്ച് വലിച്ച് ഞെരുക്കി ഈ വില്ലാളി വീരൻ, ദാറ്റ് മീൻസ് സുബ്ഹാനല്ലാഹ്, ദൈവം അള്ളാഹു ഇതിനെ ഈ വില്ലിനെ പാരൻസിനാവുന്ന വില്ലിനെ ഒട്ടിച്ച് വളച്ച് അമ്പനെ വിടുന്നു. അതുകൊണ്ട് മക്കൾ ശരിയായിട്ട് പോകണമെങ്കിൽ വില്ല് ശരിയാവണം, വില്ലാവുന്ന മാതാപിതാക്കൾ. അതുകൊണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ പദ്യത്തിൻ്റെ തുടക്കം. ആൻഡ് യുവർ ചിൽഡ്രൻ ആർ നോട്ട്, APJ അബ്ദുൽ കലാം എടുത്ത് പറയാം. അതുകൊണ്ട് ഓരോ കുഞ്ഞും ജനിക്കുന്നത് അവൻ്റെ ഇസ്ലാം ജന്മശുദ്ധിയിലാണ്. അവൻ്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദനോ ക്രിസ്ത്യാനിയോ മജൂസിയോ ആക്കുന്നത്. ഇത് എക്സ്റ്റെൻഡ് ചെയ്യില്ല ഞാൻ. ഓരോ കുഞ്ഞിനെയും അറിവുകാരനാക്കുന്നത്, മൊബൈൽ അഡിക്റ്റ് ആകുന്നത്, കള്ള് കഞ്ചാവ് വൃത്തികേടിന് പറഞ്ഞാൽ കേൾക്കാത്തത്, ദുഷ്ടനാക്കുന്നത്, പിന്നെ ദേഷ്യക്കാരനാക്കുന്നത്, തള്ളനെയും കൊല്ലിടവനാക്കുന്നത് ആരുമല്ല. തന്തിയും തള്ളിയും കൂട്ടം കുടുംബം വല്ലിപ്പിയും വല്യമ്മയും ഇളയമ്മയും മുത്തമ്മയും പോരാത്തതിന് പള്ളിക്കലം എല്ലാമാരും. അതൊരിക്കലും വിടൂല. ഈ വർഗം നിറം നശിപ്പിക്കുക. ഇന്നൊരു കുട്ടി ഈ ഗ്രൂപ്പിലുണ്ടെന്ന് അറിയില്ല, എൻ്റെ പിതാവ് ഇന്ന് വിളിച്ചാണ് നരകം എങ്ങനെയെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. 24 മണിക്കൂർ 16 വയസ്സുള്ളൊരു മോൻ്റെ ചിന്ത. ആ കുട്ടിയുടെ ഒപ്പം നീ ഗ്രൂപ്പിലുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നോട് കാര്യം ഈ നരകചിന്ത ഞാൻ എങ്ങനെ ഒഴിവാക്കി കുട്ടിക്ക്? സ്വർഗത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷയില്ല. അവൻ പറയാം 60 വയസ്സ് വരെ ജീവിക്കുക, 16 വയസ്സിലേക്ക് കഴിഞ്ഞു, ഇനി ബാക്കിയല്ലേ ഉള്ളൂ. ആ ബാക്കിയിൽ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളൂ. നാളെ എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വിട്ടെ, പുറത്തേക്കിറങ്ങി ഞാൻ തെറ്റ് ചെയ്യുമോ, നരകം കിട്ടുമോ? സുബ്ഹാനക യാ അല്ലാഹ്. 16 വയസ്സിലെ കുട്ടീൻ്റെ തല ഈ കോലത്തിലേക്ക് നശിപ്പിച്ച മൊല്ലവർഗം, നരകം മാത്രം പറഞ്ഞ് നശിപ്പിക്കുന്ന മൊല്ലവർഗം. അതുകൊണ്ട് ശരിക്കും പ്രത്യക്ഷമായി മൊല്ലയോടന്മാരുള്ള സമരത്തിലാണ് വസ്തുത നമ്മളൊക്കെ പറഞ്ഞു വരുന്നത്. ഓരോ കുഞ്ഞിനെയും നശിപ്പിക്കുന്നത് സമൂഹമാണ്, മാതാപിതാക്കളാണ്.
അവിടെ ഉപമിക്കുന്ന ഒരു മൃഗത്തിൻ്റെ പിന്നെ ജന്മത്തോടെ ഉപമിക്കുന്നത്. എന്തുകൊണ്ടാണ് മൃഗത്തിൻ്റെ ജന്മം? ഒരു മൃഗം ജനിക്കുമ്പോൾ ആ മൃഗത്തിൻ്റെ കുഞ്ഞിന് പാലിൻ്റെ തപ്പിപ്പോയി കുടിക്കുന്നത് ജന്മസിദ്ധമായ അറിവ്, അതുപോലെ എണീറ്റത് പോയി തപ്പിയെടുക്കാനുള്ള ജന്മസിദ്ധമായ കഴിവ്. സോ ഇൻബോൺ നോളജ് ആൻഡ് ഇൻബോൺ ഇൻസ്റ്റിക്ട്. സോ അറിവും കഴിവും ഇതാണ് ബേസ്. അതുകൊണ്ട് നമ്മുടെ ഫിത്രത്തിൽ അതുണ്ട്. അതിനെ നമ്മൾ വളർത്തിയെടുക്കുക എന്നതാണ് നമ്മുടെ ഡ്യൂട്ടി. അതിന് നമുക്ക് പാളിപ്പോയതാണ് നമ്മുടെ അബദ്ധങ്ങൾ, മിസ്റ്റേക്കുകൾ, നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടാനുള്ള കാരണം. അത് സമൂഹത്തിൽ നിന്ന് മാതാപിതാക്കളും മറ്റുവരും നമ്മുടെ ബന്ധുക്കളും സമൂഹം സൊസൈറ്റി എല്ലാം കൂടി ചെയ്തതാണ്. അതിനെ തിരിച്ചു പിടിക്കലാണ് നമ്മുടെ ലൈഫ് കോച്ച്. അതുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയാണ്, അറിവും കഴിവും അതാണ് ഒരു മനുഷ്യരെ പൂർത്തിയാക്കുന്നത്. അത് പരിപൂർണമായ അർത്ഥത്തിൽ അള്ളാഹ്ക്ക് മാത്രമേ ഉണ്ടാകൂ. അത് അല്ലാത്തവർക്ക് ആപേക്ഷികമായ അർത്ഥത്തിലുണ്ടാകും. അതുകൊണ്ട് അറിവ് കഴിവ്, ഈ അറിവാണ് കഴിവാകുന്നത്. ഇതാണ് നമ്മൾ ലൈഫ് കോച്ചിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തത്, അതിൻ്റെ ഫോർമുലാസ്. യെസ് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇവിടെ കാര്യമായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ പറയുന്നത്, ഇനിയും പറയുന്നത്, എപ്പോഴും പറയുന്ന ഒരു സാധനം നൂറ് നൂറ് നൂറ്. ദാറ്റ് മീൻസ് ദ പോസിറ്റീവ് എനർജി. ഈ നൂറ് ഇതെന്താണ്? നൂറിനെ ഇസ്ലാമിക്കലി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അൻവാറുൽ ഹയാത്ത്, ജീവൽ പ്രകാശം എന്നതിന് അറബിയിൽ പറയാം. മീൻസ് ദ ലൈറ്റ് ഫ്രം ദ സോൾ. മനുഷ്യന്റെ the goodness, the positive energy of the goodness in the human soul. That's light. മനുഷ്യന്റെ ആത്മാവിനുണ്ടാകുന്ന സൽഗുണങ്ങൾ, നല്ല ഗുണങ്ങൾ, പോസിറ്റീവ് എനർജി, അത് ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നതാണ് ലൈഫ്, ജീവൻ. ദാറ്റ് മീൻസ് അതാണ് നൂറ്. അപ്പോൾ അത് ഞാടി ഞരമ്പുകളുടെ ആവശ്യം കൂടി ഇല്ല അത് പ്രവഹിക്കുവാൻ. ആ ഒരു അർത്ഥത്തിൽ അത് പ്രവഹിക്കും. അത് നാടി ഞരമ്പുകൾ ശരീരത്തിൽ മാത്രമല്ല, ശരീരത്തിന് പുറത്തേക്ക് പ്രവഹിക്കും. ഇബിൽ കൈം അദ്ദേഹത്തിന്റെ ബുക്ക് പറയും, നാടി ഞരമ്പുകൾ എന്നതിന് വേണ്ട, അത് ആത്മാവിൽ നിന്ന് ശരീരത്തിലേക്ക് വരും, പുറത്തേക്ക് വരും. നമ്മുടെ ക്ലാസ്സിന്റെ സമ്മറിയിൽ പ്രധാനപ്പെട്ട ടോപ്പിക്സാണ് ഞാൻ പറയുന്നത്, കാരണം മീൻസ് ഇത് റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ ആത്മാവ്, ഈ നൂറ് ഇതാണ് നമ്മുടെ ആയുധം. യെസ്, പിശാചബാധക്കുള്ള ആയുധം ഇതാണ്. This is the weapon which we are fighting against the sihr. ബ്ലാക്ക് മാജിക്കിനുള്ളത് ബൗണ്ടറി വയലേഷൻസ് അല്ലേ. നമ്മളെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. ബന്ധങ്ങളെ ഊഷ്മളമാക്കുന്നത്, റിലേഷൻഷിപ്പിനെ ഹെൽത്തി ആക്കുന്നത് ഇതുകൊണ്ടാണ്. ദ ലൈറ്റ്, ദ പോസിറ്റീവ് എനർജി. അതുകൊണ്ട് ഈ പോസിറ്റീവ് എനർജിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. ഈ എനർജിയാണ് പലരും പല വിശദീകരിച്ചിട്ടുണ്ട്. നോർമൻ കസിൻ അദ്ദേഹത്തിന്റെ ബുക്കിൽ എഴുതുകയാണ്, ഡെത്ത് ഈസ് നോട്ട് ദ ഗ്രേറ്റസ്റ്റ് ലോസ് ഇൻ ലൈഫ്. ഭയങ്കര ഗ്രേറ്റ് മീനിങ് ഫുൾ വേർഡ്സ്. ഡെത്ത് ഈസ് നോട്ട് ദ ഗ്രേറ്റസ്റ്റ് ലോസ് ഇൻ ലൈഫ്. ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം മരണമല്ല, ഏറ്റവും വലിയ നഷ്ടം മരണമല്ല. പക്ഷേ ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ മരിക്കുന്നതാണ്. ദ ഗ്രേറ്റസ്റ്റ് ലോസ് ഈസ് വാട്ട് ഡൈസ് ഇൻസൈഡ് ഓഫ് വൈൽ വി ആർ ലിവിങ്. നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോ അതാണ് ഏറ്റവും വലിയ നഷ്ടം. അതുകൊണ്ട് ഈ പ്രകാശം, ഈ നൂർ, ദിസ് ഇസ് വി ആർ റിപ്ലിക്കേറ്റഡ് ടു ദ ഔട്ട്സൈഡ് വേൾഡ്. നമ്മളത് ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൻ്റെ കൽബിൽ നിന്ന് ആത്മാവിൽ നിന്ന് ആത്മാവിൻ്റെ പ്രവർത്തനമായ മൈൻഡിലേക്ക് അത് വരുന്നു. നമ്മളെ ചിന്തയിൽ ബിലീഫ് ആൻഡ് എമോഷൻസ്. അപ്പം ആത്മാവിൻ്റെ പ്രവർത്തനമായ 3 പ്രവർത്തനമായ 1 സെൻസറി ഉണ്ട്, 4 ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് ഒരുപാടുണ്ട്. ഏതായിരുന്നാലും ഈ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളിൽ അത് പ്രകടമാകും. ആ ആത്മാവിൻ്റെ പ്രവർത്തനം എവിടെയാണ് നടക്കുന്നത്? ഇൻ ദ ഫിസിക്കൽ ഓർഗൻ, ശരീരത്തിൽ. അതുകൊണ്ട് ആ പ്രകാശം ദാറ്റ് ഈസ് റീച്ചിങ് ടു ദ ബോഡി, ശരീരത്തിൽ എത്തുന്നു. ആൻഡ് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? അത് പുറത്തേക്ക് പോകുന്നു, നൂറ്. അതുകൊണ്ട് റസൂല് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറൻ വബസരി നൂറൻ. എൻ്റെ വലത്ത് പ്രകാശം കൊണ്ട്, ഇടത്ത് കൊണ്ട്, എൻ്റെ മുമ്പിൽ കൊണ്ട്, പിന്നിൽ കൊണ്ട്, മുകളിൽ കൊണ്ട്, താഴ്ത്തു കൊണ്ട്. സോ 6 സൈഡ് ഓഫ് ദി ബോഡി, അവിടേക്ക് പ്രകാശം നൂർ വരാൻ വേണ്ടിയിട്ട് അല്ലാത്ത റസൂല് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. സോ ഇവിടേക്ക് പ്രകാശം എത്തുന്നു. അങ്ങോട്ട് ഈ പ്രകാശം അവിടെ നിന്ന് എവിടേക്ക് എത്തുന്നു? മറ്റു ആളുകളിലേക്ക് കണക്റ്റ് ആവുന്നു. യെസ്, വി ആർ ആൾ കണക്റ്റഡ് ടു ദ അതർ വേൾഡ്. ഈ പ്രകാശം കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയ ഇരുട്ട് കൊണ്ട്, ദുൽമാത്ത് കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ്. ഇതിനാണ് ഇമോഷണൽ ട്രാൻസ്ഫറൻസ് എന്ന് പറയും. അങ്ങനെ ഈ കണക്ഷൻസ് ബോഡിയിൽ നിന്ന് മനുഷ്യന്മാരിലേക്ക് കണക്ട് ചെയ്യുന്നു. മാത്രമല്ല, പ്രപഞ്ചവും ഫിസിക്കൽ വേൾഡും മനുഷ്യന്റെ ആത്മാവും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് ത്രൂ എമോഷൻസ്. പ്രപഞ്ചവും physical, the connection between the human soul and the physical world is through emotion. Emotion is nothing but the feeling of belief, feeling which is coming out of belief. വിശ്വാസത്തിൽ നിന്ന്, മതവിശ്വാസമല്ല, I'm not talking about the religious belief of a man regarding anything, regarding maybe himself. ആത്മവിശ്വാസം എന്ന് പറയും. സോ
the feeling which is coming out of the belief, അതാണ് emotion. And belief is what? Nothing but his attitude. Attitude is what? The sum total of his thoughts. അവൻ്റെ ചിന്തയുടെ സം ടോട്ടലാണ്. ചിന്ത മീൻസ് തിങ്കിങ് വാട്ട്? ഹിസ് പെർസെപ്ഷൻ. പെർസെപ്ഷൻ മീൻസ് വാട്ട്? കാഴ്ചപ്പാട്. കാഴ്ചപ്പാട് മീൻസ് വാട്ട്? അവന് കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന, രുചിക്കുന്ന, മണക്കുന്ന ഈ സാധനം. ആൻഡ് ഹൗ ഹി ആക്സെപ്റ്റ്, അതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും, ദാറ്റ് ഈസ് ഹിസ് പെർസെപ്ഷൻ. സോ ഇൻഫർമേഷൻ ഫ്രം ഔട്ട്സൈഡ് വേൾഡ് ആൻഡ് പെർസെപ്ഷൻ, തോട്ട്സ്, ബിലീഫ്, ഫീലിംഗ്, എമോഷൻ, ആൻഡ് ദിസ് ഈസ് വർക്കിംഗ് ഇൻ ദ ഫിസിക്കൽ വേൾഡ്. സോ ഫിസിക്കൽ വേൾഡിൽ വർക്ക് ചെയ്യുന്നത് ആത്മാവിൽ നിന്നുള്ള എമോഷനാണ്. എമോഷൻ എവിടുന്ന വരുന്നത് പറഞ്ഞില്ലേ. സോ ഈ അനാട്ടമിയാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഫിസിക്കൽ വേൾഡിൽ റിലേഷൻഷിപ്പിൽ ഈ 6 ഡൊമൈൻസും എടുത്തു നോക്കി കഴിഞ്ഞാൽ ലോകാരോഗ്യ സംഘടന പറഞ്ഞ ക്വാളിറ്റി ഓഫ് ഹെൽത്തിൻ്റെ 6 ഡൊമൈൻസ് ഉണ്ടാവും. അതുകൊണ്ട് പെർഫെക്റ്റ് ആണ് എല്ലാ ആംഗിളിലും. അൽഹംദുലില്ലാ നമ്മളെ കോച്ചിങ് പെർഫെക്റ്റാണ്. ആൻഡ് ഈ എനർജി എങ്ങനെ നമുക്ക് സ്വീകരിക്കാം? ബിസ്മില്ലാ. ഈ 100 എന്നുള്ള സാധനം എവിടുന്ന് കിട്ടും? അതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഈ 100നെ ദർ ഇസ് എ ലോട്ട് ഓഫ് വേസ്. മെയിൻലി 4 ചാനൽ. ഈ 100 ആക്സെപ്റ്റ് ചെയ്യുന്ന 4 ചാനലാണ്. ഒന്ന്, ഡയറക്റ്റ് പോസിറ്റീവ് എനർജി ഫ്രം യൂണിവേഴ്സ്. പ്രപഞ്ചത്തിൽ നിന്ന് അള്ളാഹു വസഖറലക്കും മാ ഫിസ് സമാവാതി വൽ അർദ്, പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ അള്ളാഹു നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു. നമ്മളെയോ ആഖിറത്തിന് വേണ്ടി സൃഷ്ടിച്ചു. പ്രപഞ്ചം മുഴുവൻ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു, നമ്മുടെ ആഖിറത്തിന് വേണ്ടി സൃഷ്ടിച്ചു. അതുകൊണ്ട് Allah created everything for us. So we are collecting a lot of positive energies from the space. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ കിട്ടുന്ന വെളിച്ചം, നമ്മൾ കിട്ടുന്ന ബോഡി ബാലൻസ്, ശബ്ദം ആൻഡ് ഓക്സിജൻ ആൻഡ് വൈറ്റമിൻ ഡി, യു നെയിം ഇറ്റ്, എവറിത്തിങ്. ഈവൻ ദ ബാലൻസ്. നമ്മൾ ബാലൻസ്, നമ്മുടെ ബോഡി ഇങ്ങനെ നിന്നാലേ ബാലൻസ് ഉള്ളൂ. ഈ ബാലൻസ് ഹസ് ടു വർക്ക് ബിക്കോസ് ഗ്രാവിറ്റേഷൻ ഈസ് വർക്കിംഗ് ആസ് എനർജി. ഇലക്ട്രോമാഗ്നറ്റിക്, തെർമൽ എനർജി ആൻഡ് എവരി എനർജി. പ്രപഞ്ചത്തിലുള്ള ഒരുപാട് എനർജി എന്ന് പറയുന്ന സാധനം അത് നമ്മളിലേക്ക് കിട്ടുന്നു. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഒരാൾ 2 കിലോ ഒരു ദിവസം, 2 കിലോ മേ ബി somebody is eating the food. Maybe 3 liter water is drinking one day. So totally 5 kilo. So where is this 5 kilo is going? ഈ 5 കിലോ എവിടെ പോകുന്നു? മേ ബി ഹിസ് the stool and the urine, വേർപ്പും ആൻഡ് സ്വെറ്റിംഗ്, ഇതെല്ലാം കൂടി മേ ബി 2 കിലോ ഇല്ലേ? നമ്മൾ കാഷ്ടിക്കുന്നതും മൂത്രയ്ക്കുന്നതും വേർക്കുന്നതും കൂടി 2 കിലോ ഉണ്ട്, 2 ലിറ്റർ ഉണ്ടാവും. വേർ ഇസ് 3? ബോഡി യൂസ്ഡ് ഇറ്റ് ആൻഡ് വേർ ഇറ്റ് ഹസ് ഗോൺ വി കൺവേർട്ടഡ് ഇൻ ടു എനർജി, ലൈഫ്. നമ്മുടെ ജീവൻ, നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്ന സാധനം അതാണ്. നമ്മുടെ ജീവൻ. നമ്മൾ വിശക്കാതെ നിൽക്കുന്നുണ്ടാ, ആ പ്രക്രിയ അവിടെ നടക്കുമ്പോൾ വിശപ്പുണ്ടാവില്ല. സോ ആ വിശപ്പില്ലാത്ത പ്രക്രിയ മീൻസ് അവിടെ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എനർജി. സോ ദിസ് ഇസ് എനർജി, ദിസ് ഇസ് ദ നൂർ. സോ ഇൻ ദ സെയിം വേ എവറിത്തിങ് എനർജി വി ആർ ടേക്കിംഗ്. ദിസ് ഇസ് ചാനൽ നമ്പർ 1. പ്രപഞ്ചത്തിൽ നിന്നുള്ള എനർജി നമ്മൾ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെ എഫക്റ്റീവായിട്ട് എടുക്കാം എന്ന് ഞാൻ ബ്രെയിൻ ജിമ്മിലൂടെയും സെൻസറി ഓർഗാൻസിന്റെ പ്രവർത്തനം 60ഓളം എക്സാമ്പിളുകൾ മുമ്പിൽ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണുകൊണ്ട്, അതുകൊണ്ട് ബോഡി, വെയിൽ കൊണ്ട്, മഞ്ഞ് കൊണ്ട്, മഴ കൊണ്ട്, ബോഡി കൊണ്ട് പ്രത്യേകിച്ച് വർക്ക് ചെയ്യിച്ചുകൊണ്ട്, മണം രുചിച്ച്, മണം വ്യത്യസ്തമായി രുചിച്ചുകൊണ്ട്, കണ്ണ് അടച്ചുകൊണ്ട്, ഇങ്ങനെ തപ്പിക്കൊണ്ട്, നമ്മളെ ബോഡിയുടെ ടെമ്പറേച്ചർ കൊണ്ട്, ബോഡിയെ മൂവ്മെന്റ് വഴി നമ്മൾ പല അഭ്യാസങ്ങൾ പഠിച്ചെടുക്കുക വഴി, ബ്രെയിൻ ജിമ്മ് വഴി, മെന്റൽ ക്രിട്ടിക്കൽ തിങ്കിങ് വഴി, ഇന്റലക്ച്വൽ അഡ്വാൻസ്മെന്റ് വഴി. സോ ആൾ ദീസ് ആർ വേസ് ടു കളക്ട് ദ പോസിറ്റീവ് എനർജി ഫ്രം ദ യൂണിവേഴ്സ്. ഇത് നമ്മൾ വിശദമായിട്ട് നമ്മളെ ലൈഫ് കോച്ചിൽ പഠിപ്പിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാ. 2, പോസിറ്റീവ് എനർജീസ് ഫ്രം ദ യൂസ്ഫുൾ ആൻഡ് ബെനിഫിഷ്യൽ ഗ്രേറ്റ്നെസ് ഓഫ് അതേഴ്സ്. യെസ്, ഈ പ്രപഞ്ചത്തിൽ നമുക്ക് മുമ്പ് ജീവിച്ചു പോയ ഒരുപാട് ആൾക്കാർ എനർജി വിതറിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് എനർജി വിതറിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആൾറെഡി ഇല്ല. ഇപ്പോൾ ഉദാഹരണം, യു ആർ കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് ഓർ അക്കൗണ്ടന്റ്. സി മൈസെൽഫ് വാസ് ആൻ അക്കൗണ്ടന്റ്. I was doing my chartered accountancy and I learned it and I was working and getting a good salary. So ഇത് ഞാൻ എവിടുന്ന് കിട്ടിയതാ? This was the greatness which was delivered by other people before me. പ്രപഞ്ചത്തിൽ ഒരുപാട് ഇല്ലേ, നമ്മൾ ചെയ്യുന്ന ജോലി പണിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മുൻകാലക്കാരോട് ഇവിടെ ഉണ്ടാക്കി വെച്ച ഒരുപാട് പോസിറ്റീവ് എനർജിയാണ്. സോ ബിക്കോസ് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു, വി ആർ ഗെറ്റിംഗ് ഇറ്റ്. നമ്മൾ എന്തായിക്കോട്ടെ. അപ്പോൾ ആളുകൾ, സോ വി ആർ യൂസിങ് ദ പോസിറ്റീവ് എനർജി അതേഴ്സ് മേഡ് ഇറ്റ്. ഇവിടെ ആളുകൾ വെച്ചിട്ടുണ്ടാകുന്ന പോസിറ്റീവ് എനർജി വി ആർ യൂസിങ് ഇറ്റ്. 3rd തിങ്, പോസിറ്റീവ് എനർജി ഫ്രം ദ നോളജ്, ഫ്രം ഗുഡ് നോളജ്. നല്ല അറിവിൽ നിന്ന്. ഗുഡ് നോളജ് മീൻ നോട്ട് ഓൺലി ഇൻക്ലൂഡ്സ് റിലീജിയസ് ബട്ട് ദ അതർ ഓൾസോ. ബെനിഫിഷ്യൽ നോളജ്.
ഉപകാരപ്രദമായ അറിവ്, ബെനിഫിഷ്യൽ നോളേജിൽ നിന്ന് കിട്ടുന്ന അറിവിൽ നിന്ന് കിട്ടുന്ന നൂറ്. തേർഡ് വൺ പോസിറ്റീവ് എനർജി ഫ്രം ദ റിലേഷൻഷിപ്പ്, അതായത് സ്നേഹത്തിൽ നിന്ന് കിട്ടുന്നത്. ഇത് നോക്കണ ഈ 4 ചാനലിൽ വെൻ സംബഡി ഡൈസ് ചാനൽ നമ്പർ 1 ഈസ് ക്ലോസ്ഡ് ഫോർ എവർ. ബാക്കി 3 ചാനലും ഈ മനുഷ്യൻ മരിച്ചാൽ പരലോകത്ത് അള്ളാഹു കബറിലേക്ക് എത്തിച്ചു കൊടുക്കും. ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ എല്ലാ അമലുകളും ബാത്തിലാകും, അവൻ്റെ 3 സൽക്കർമ്മങ്ങൾ ഒഴികെ എന്ന് പ്രവാചകൻ പഠിപ്പിച്ച ഹദീസില്ലേ. അതെന്താണ്? ഒന്ന് സദഖത്തുൻ ജാരിയ, മറ്റൊന്ന് അവൻ്റെ ബെനിഫിഷ്യൽ നോളേജ്, ഉപകാരപ്രദമായ അറിവ് പകർന്നു കൊടുത്തത്, അടുത്തത് അവൻ്റെ മക്കളുടെ പ്രാർത്ഥന. മക്കളുടെ മാത്രമേ കിട്ടുള്ളൂ, അവനെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥനയൊക്കെ അവന് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇഹലോകത്ത് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ കിട്ടുന്ന എനർജി അവിടെ മരണത്തോട് നിൽക്കും. ബാക്കിയുള്ള എനർജികൾ മുഴുവൻ നമ്മൾ മരിച്ചാൽ അങ്ങ് അവിടേക്ക് എത്തും. അതുകൊണ്ട് പരലോകത്തിൽ കബറിൽ 3 സംഗതികൾ വിൽ ബി ബെനിഫിറ്റഡ് ആഫ്റ്റർ ദ ഡെത്ത്. ദാറ്റ്സ് വി ആർ യൂസിങ് ദ എനർജി ഇൻ ദ വേൾഡ് ആൻഡ് വി ആർ യൂസിങ് എവറിത്തിങ് വെർ ഹിയർ. വി ആർ സ്റ്റോറിങ് ഇറ്റ് ഹിയർ. ഇതെല്ലാം നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഇറ്റ് ഈസ് റിപ്ലിക്കേറ്റിംഗ് ടു ദ സ്പേസ്. നമ്മൾ എല്ലാ സ്പേസിലേക്കും റിപ്ലിക്കേറ്റ് ചെയ്യുന്നു. മനുഷ്യന്റെ ബോഡിയിലേക്ക് വരുന്നു, എൻ്റെ ചിന്തയിലേക്ക്. ഇറ്റ് ഇസ് ഗോയിങ് ടു മൈ മെമ്മറി, ഇറ്റ് ഇസ് ഗോയിങ് ടു മൈ തോട്ട്സ്, ഇറ്റ് ഇസ് ഗോയിങ് ടു ദ എവറി പാർട്ട് ഓഫ് മൈ ബോഡി, ഇറ്റ് ഇസ് ഗോയിങ് ടു മൈ പീപ്പിൾ ഹൂ ഇസ് വർക്കിംഗ് എവർ, ഈസ് സ്പ്രെഡിങ് ഇൻ മൈ ലൈഫ്, ഇൻ മൈ റൂം, ഇൻ മൈ വീട്, എൻ്റെ വീട്ടിലും നാട്ടിലും എല്ലാം. ആൻഡ് ഈവൻ ദ സ്പേസ് ടു ദ വേൾഡ് ഓഫ് ഏഞ്ചൽസ്, to the world of malaika, to the world of jinn and shaitan and sihr and black magic and everywhere. Subhanaka ya Alim. So this energy is going from my heart. This is nur. അതാൻ്റെ റസൂൽ പറഞ്ഞുകൊണ്ട് എൻ്റെ ഇടത്തും വലത്തൊക്കെ പ്രകാശം കൊണ്ടാണ്. ഇത് സംരക്ഷണമാണ് ചോദിക്കുന്നത്. അത് ഈ എനർജിയാണ് നമ്മുടെ സംരക്ഷണം. യെസ്, ശൈത്താനെതിരുള്ളത്, സിഹിറിനെതിരുള്ള ശക്തി ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ എനർജി മേലെ വർക്ക് ചെയ്ത സിഗറൊക്കെ പൊട്ടിക്കാം. സോ ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് ആക്കണമെങ്കിൽ ആക്കാം, നെഗറ്റീവ് ആക്കണമെങ്കിൽ ആക്കാം. ഇത് എങ്ങനെ പോസിറ്റീവ് ആക്കാം എന്നത് ഇതിന്റെ സോഴ്സ് ലെവലിൽ, പെർസെപ്ഷൻ ലെവൽ. സോ ഹൗ ടു മേക്ക് ദ പോസിറ്റീവ് എനർജി ഫ്രം ദ പെർസെപ്ഷൻ ലെവൽ. once you change this to positive in the perception level നമ്മളിത് പോസിറ്റീവ് ആക്കിയാൽ ചിന്തയിൽ പോസിറ്റീവായി, ബിലീഫിൽ പോസിറ്റീവായി, ഫീലിങ്സ് പോസിറ്റീവായി, എമോഷൻ പോസിറ്റീവായി, പോസിറ്റീവ് ഇസ് വർക്കിംഗ് ഇൻ ദ ബോഡി, പോസിറ്റീവ് ഇസ് replicating to other people, positive is replicating to the universe, multi-universe, everywhere. So our attention is to focus on the perception level to make the energy. അവിടെ ആ ചെറിയ പ്രക്രിയ അവിടെ ചെയ്തതിന് ബാക്കിയൊക്കെ പോസിറ്റീവായാലോ. സോ ബാക്കിയെല്ലാം പോസിറ്റീവായി. സോ ഈ പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് റിയലി പോസിബിൾ ഓൺലി ത്രൂ അവെയർനെസ്. ബോധപൂർവം, കെയർഫുൾ, ഐ ആം ലിവിങ് നൗ ആൻഡ് ഹിയർ. ഞാൻ ഇപ്പോൾ ജീവിക്കുന്നു എന്ന ബോധം, അതായത് അവെയർനെസ് ആണ്. ബോധത്തോടു കൂടി ജീവിക്കുക, അന്തം വിട്ടല്ല. സുബ്ഹാനക യാ അലീം. അല്ലാഹുവിന്റെ റസൂൽ ടോട്ട് എ ലോട്ട് ഓഫ് ദിക്ർ ആൻഡ് ദുആ. ഈ ഓരോ റസൂൽ, ഓരോ മനുഷ്യന്മാർ ഓരോ പ്രവൃത്തിയിലും ദുആയും ദിക്റും പഠിപ്പിച്ച എന്തിനാ? ആ സമയത്ത് ഇത് ബോധപൂർവ്വം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തിന്നണതും കുടിക്കണതും ഉറങ്ങാൻ പോകുന്നത് നോക്കണമല്ലോ. അബോധാവസ്ഥയ്ക്ക് പോകുന്നത് പോലും ബോധപൂർവ്വം പോകണമെന്നോ. ഉറങ്ങുമ്പോൾ എണീക്കുമ്പോഴും കക്കൂസ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഭാര്യയുടെ അടുത്തേക്ക് പോകുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും കൈ കഴുകിയാലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും പുതിയ സാധനം കണ്ടാലും പുതിയ സാധനം കിട്ടിയാലും ഇനി എന്ത് ആഗ്രഹിച്ചത് കിട്ടിയിട്ടില്ലെങ്കിലും ഒരുത്തിന് കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും സുബ്ഹാനല്ലാഹ്, ഇടത്തെ കൈ മുന്തിക്കണം, വലത്തെ കൈ മുന്തിക്കണം, ഇടത്തെ കൈ ആവരുത്, എന്തെല്ലാം. സോ അവയർനെസ്, റസൂൽ പഠിപ്പിച്ച ദുആകൾ ദിക്റുകളൊക്കെ ഒരു അവയർനെസ് ഉള്ളതാ. ഇത് അവയർനെസ് വിട്ട് ഒരു ഓട്ടോമാറ്റിക് കർമ്മമാക്കിയാൽ പിന്നെ അവനിങ്ങനെ ഒരു മൊല്ലാക്കായിട്ട് നടക്കാമെന്ന് മാത്രം. ദാറ്റ്സ് എ ഡിഫറൻസ്. അപ്പോൾ ഈ റസൂൽ ഈ പോസിറ്റീവ് എനർജി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവയർനെസ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. സോ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയിട്ട് ഇസ്ലാമിക് സിലബസാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ആൻഡ് അതുകൊണ്ട് പോസിറ്റീവ് വൈബ് ഓൺലി. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? വി ആർ കണക്റ്റഡ് ഡിഫറെന്റ് യൂണിവേഴ്സ് ത്രൂ മേഴ്സി. പ്രപഞ്ചം സൃഷ്ടിച്ച അല്ലാഹു പ്രശ്നം ഈ പ്രപഞ്ച വേൾഡിനെ മുഴുവൻ, നിങ്ങൾ ഏത് പ്രപഞ്ചത്തിൽ, ഏത് സോളാർ സിസ്റ്റത്തിൽ ഏതിനെടുത്തോളി, അവിടെ എല്ലാത്തിനെയും കണക്ട് ചെയ്യുന്നത് എന്താ? ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. വൈബ്രേഷൻ ഇൻസൈഡ് ആൻഡ് എന്ത് വൈബ്രേറ്റ് ചെയ്ത് ദാറ്റ് വിൽ സ്റ്റാർട്ട് മൂവിങ്. നിങ്ങൾ എന്തൊരു സാധനം വൈബ്രേറ്റ് ചെയ്യിച്ചാൽ ദാറ്റ് വിൽ സ്റ്റാർട്ട് മൂവിങ്. നിങ്ങളൊരു പ്രതലത്തിൽ വെച്ചോ, നിങ്ങൾ സാധനം വൈബ്രേറ്റ് ചെയ്ത് നോക്കാം, അതിങ്ങനെ ഇറ്റ് വിൽ സ്റ്റാർട്ട് മൂവിങ്. ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും, റൗണ്ടായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. എന്ത് സാധനങ്ങൾ മൂവ് ചെയ്യിച്ചാലും നിങ്ങൾ വേണ്ട, നിങ്ങളൊരു വെള്ളം ചൂടാക്കിയിട്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ മേലെ അടച്ചു വെച്ചോക്കാം, അങ്ങനെ കിടിക്കിടിക്കിടിക്കുന്ന ആ പാത്രത്തിൽ, ആ പാത്രം തന്നെ ഇങ്ങനെ മൂവ് ചെയ്ത് കാണാൻ. Everything will be moving in one direction. So that means, and adine opposite pidichu vekkuna gravitations, the whole universe is working in gravitation. Ennal
അവിടെ തന്നെ ഈ അള്ളാഹു പ്രപഞ്ചം സൃഷ്ടിച്ച ഉടനെ കുടുംബബന്ധം എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവേ എന്നെ മുറിച്ചവനോട് നീ മുറിക്കൂലെ, ബന്ധം മുറിക്കൂലെ ചോദിച്ചു. എന്നെ മുറിച്ചവനെ, ദാറ്റ് മീൻസ് കുടുംബബന്ധം പറയാം, എന്നെ മുറിച്ചവനെ നീ ബന്ധം മുറിക്കൂലെ? യെസ്, ഡെഫിനറ്റ്ലി ഐ വിൽ കട്ട് ദ റിലേഷൻ വിത്ത് ദ വൺ ഹൂ കട്ട് ദ റിലേഷൻ. അവിടെ കുടുംബബന്ധം എണീറ്റ് എന്ന് പറയാൻ കാരണം ഈ ആകാശഭൂമിയെ സൃഷ്ടിച്ച് മോനെന്ത് മൂപ്പർക്ക് എന്ത് ജോലി അവിടെ ഉള്ളത്? ഈ കുടുംബബന്ധം എന്ന് പറഞ്ഞാൽ ജോലി ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നത് ഇവിടെ പ്രപഞ്ചത്തിൽ വന്ന വർക്ക് എടുക്കല്ലേ, കാര്യപ്പെട്ട വർക്ക്. അതിനിടയിൽ ഈ കുടുംബബന്ധം എന്നാണല്ലോ എന്തിനാ കാര്യം വരുന്നത്? അതാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഹൗ ഇറ്റ് ഈസ് കണക്ടിങ് വിത്ത് ദ ഫിസിക്കൽ വേൾഡ്, ഇൻ ദ സെയിം വേ മനുഷ്യന്മാർ തമ്മിലുണ്ടാകുന്ന ബന്ധം അത് കാരുണ്യവും സ്നേഹവുമാണ്. മേഴ്സി ആൻഡ് ലവ് വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. അതുകൊണ്ട് മനുഷ്യന്മാരെ എല്ലാ പ്രപഞ്ചത്തിലേക്കും പിടിച്ചു കെട്ടിയ ബന്ധം കാരുണ്യം. അള്ളാഹിന്റെ കാരുണ്യം എല്ലാത്തിലും ചൂഴ്ന്നു നിൽക്കുന്നു. കാരുണ്യം എത്താത്തൊന്ന്, ഈവൻ അള്ളാഹുവിന്റെ ശിക്ഷ പോലും കാരുണ്യാണ്. നരകം കാരുണ്യത്തിന്റെ ഭാഗമാണ്, നീതിയുടെ ഭാഗമാണ്. എന്ത് കാരുണ്യം എത്താത്ത സ്ഥലമില്ല. അതുകൊണ്ട് ആ കാരുണ്യം സുബ്ഹാനക യാ അലീം, അതാണ് മേഴ്സി ആൻഡ് ലവ് റേഡിയേഷൻ. സോ വി ആർ, അപ്പൊ നമ്മുടെ ഉള്ളിലെ നൂറ് നമ്മൾ പ്രപഞ്ചത്തിൽ നിന്ന് എടുക്കുന്നത് പഠിച്ചു ഫോർ ചാനൽ. ഓക്കെ, വി ഹാവ് ടു സെൻഡ് ദിസ്. അത് ഇവിടെ ഉണ്ടായാൽ മതി, വിൽ ബി സെൻഡിങ് ഇറ്റ്. അതിനാണ് എമോഷണൽ ട്രാൻസ്ഫറൻസ് പറയും. സോ ഇഫ് ഇറ്റ് ഈസ് ഗുഡ്, ദാറ്റ് വിൽ ബി ഗുഡ് എമോഷണൽ ട്രാൻസ്ഫറൻസ്. ബട്ട് ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ്, അപ്പൊ നെഗറ്റീവായി അസൂയയും പകയും വെറുപ്പും കുഷ്പും വാശിയും ദേഷ്യമൊക്കെയാൽ ദാറ്റ് വിൽ ബി ബാഡ്. ദാറ്റ് വിൽ ബി ബാഡ് എമോഷണൽ ട്രാൻസ്ഫറൻസ്. സോ വി ആർ സെൻഡിങ് ദിസ്. അപ്പൊ നോക്കുക, നിങ്ങൾ മുമ്പിൽ പിക്ചറിൽ കാണുക പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിന് ഇങ്ങനെ അടിയിൽ വന്ന് പഠിച്ചു വന്നാൽ ആറ്റത്തിലെത്തി. ആറ്റത്തെ വിഭജിച്ച് കഴിഞ്ഞാൽ പിന്നെ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിലെത്തി. അതും പോയി കഴിഞ്ഞാൽ പിന്നെ എവിടെ എത്തുന്നത്? പിന്നെ ആത്മാവുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എനർജിയിലെത്തിയത്. ദാറ്റ് മീൻസ് ദ പോസിറ്റീവ് എനർജി ഓർ ദ നെഗറ്റീവ് എനർജി ഫ്രം ദ സോൾ, human soul and jinn, shaitan. So it can have two, positive or negative. Angels only positive, Allah is only positive. So അത് വന്നിട്ട് അതാണ് പിന്നെ പുറത്തേക്ക് നമ്മൾ റേഡിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ദി സോൾ. ആത്മാവിന്റെ ഫംഗ്ഷൻ അതാണ്. സോ ഇത് റേഡിയേറ്റ് ചെയ്യും. അങ്ങനെ റേഡിയേറ്റ് ചെയ്ത് എടുത്തെത്തും. വി ആർ സെൻഡിങ് ടു അവർ പീപ്പിൾ, ആളുകളിലേക്ക് എത്തിക്കുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ പ്രവാചകന്റെ ഹദീസ് ഞാൻ എടുത്ത് പറയാറുണ്ട്. ഒരു സ്ത്രീയെ വിവാഹം ചെയ്യപ്പെടുന്നത് ദർ ആർ ഫോർ റീസൺസ് ടു മാരി എ ഗേൾ. വൺ ഈസ് എ ബ്യൂട്ടി. ഇതിൽ പിന്നെ മലയാളീസ് അല്ലാത്ത ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റി ഉണ്ട്, ബാംഗ്ലൂർ കമ്മ്യൂണിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നത്. ഐ എം യൂസിങ് ദ ഇംഗ്ലീഷ് ബിക്കോസ് ദർ ആർ ബാംഗ്ലൂർ പീപ്പിൾ ആൾസോ ഹിയർ. ഓക്കെ, സോ ദർ ആർ വൺ ഗേൾ ഈസ് ഗെറ്റിംഗ് മാരിഡ് ഫോർ ഫോർ റീസൺസ്. വൺ ഈസ് ഹെർ ബ്യൂട്ടി, ഒന്ന് അവളുടെ സൗന്ദര്യം, രണ്ട് അവളുടെ സമ്പത്ത് വെൽത്ത്, മൂന്ന് അവളുടെ അരിസ്റ്റോക്രസി ഓർ ദ ഫാമിലി സ്റ്റാറ്റസ്, അവളുടെ കുടുംബ മഹിമ, നാലാമത്തത് റസൂൽ സെഡ് ഇറ്റ് ഈസ് ദീൻ. ഡു യു ബിലീവ് ദാറ്റ് ഇറ്റ് ഇസ് ദീൻ വിച്ച് മീൻസ് ഈമാൻ ആൻഡ് ഇസ്ലാം? നോ. അത് ഈമാൻ ഇസ്ലാം എന്ന് പറയുന്ന ഇതാണെങ്കിൽ ലോകത്തുള്ള 76% ഓഫ് ദി പീപ്പിൾസ് മാരേജ് ഷുഡ് ബി ഗെറ്റിംഗ് ഡൈവോഴ്സ്ഡ് ആസ് പെർ ദിസ് ഹദീസ്. ഈ ഹദീസ് പ്രകാരം 76% ആൾക്കാരെ വിവാഹം തകരണം. സോ ദീൻ മീൻസ് ഹെൽത്തി പേഴ്സണാലിറ്റി, നല്ല വ്യക്തിത്വം. ഒരു ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധത്തിന്റെ രഹസ്യ വ്യക്തിത്വമാണ്. ഭാര്യയിലുള്ള കൗതുകം ഭർത്താവിന് നഷ്ടപ്പെടാൻ പാടില്ല. ഭർത്താവിനുള്ള കൗതുകം ഭാര്യയ്ക്ക് നഷ്ടപ്പെടാൻ പാടില്ല. കൗതുകം നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് സ്നേഹം കുറയും. അതുകൊണ്ട് കൗതുകം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ രണ്ടാളും എവോൾവ് ചെയ്യണം. എവോൾവ് ചെയ്യാൻ പരിണമിക്കുക. ഡാർവിന്റെ പരിണാമമല്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് എവല്യൂഷൻ വിച്ച് ഐ ആം ടെല്ലിംഗ് ഫ്രം ഡാർവിൻ, ബട്ട് എവല്യൂഷൻ മീൻസ് ഗ്രോ, ലേൺ, ഗ്രോ ഇൻ their what? In their goodness and ability, intuition and instinct which is in the fitra. അവരുടെ ജന്മസിദ്ധമായ അത് വളർത്തിയെടുക്കലാണ്. അപ്പോഴാണ് ഈ കൗതുകം നിലയ്ക്കുക. ഖുർആനിൽ പറഞ്ഞതില്ലേ, അവൾ നിങ്ങൾക്ക് എത്ര കൗതുകം ജനിപ്പിച്ചായിരുന്നു. സോ ഈ ഹെൽത്തി പേഴ്സണാലിറ്റി ഈസ് ദ സീക്രട്ട് ഓഫ് ഹെൽത്തി റിലേഷൻഷിപ്പ്. ഓക്കെ, എസ്പെഷ്യലി ഇൻറ്റിമേറ്റ്. അങ്ങനെ വരുന്ന സമയത്താണ് നോക്കുന്നത്, ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ഉണ്ടായാൽ ഒരു ക്രിപ്റ്റോസോളജി, മൃഗങ്ങളെ മരിക്കുന്ന ആൾ, അവൻ്റെ പേഴ്സണാലിറ്റി ഹെൽത്തി ആയിരിക്കണം. എന്നാലും മൃഗങ്ങളെ മെരുത്താൻ പറ്റുള്ളൂ. അവൻ്റെ ഉള്ളിൽ അസൂയും പകയും വിഷമവും ദേഷ്യവും കുഷ്പും ആ മൃഗങ്ങളിൽ കടിച്ചു കീറും. പുലിയൊന്നും കിട്ടില്ല. പ്രത്യേകിച്ച് കുതിരയ്ക്ക് ഒറ്റക്കടിയാ. നിങ്ങൾ കുതിരൻ്റെ അടുത്ത് പോയൊക്കെ ദേഷ്യം പിടിച്ചിട്ട് കുതിര അടിക്കും നിങ്ങളെ, അല്ലെങ്കിൽ കടിക്കും. If you go to a horse with an angry heart, he will hit you. He knows who is angry because he will be getting disturbance from a man and he will hit him. And check with the people who has the experience. പരിചയനോട് ചോദിച്ചു. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ക്രിപ്റ്റോസോളജി ഹി മസ്റ്റ് ബി 100% പോസിറ്റീവ് വാട്ട് എവർ മേ ഹിസ് റിലീജിയൻ. ആൻഡ് ഒരു പാരാസൈക്കോളജിസ്റ്റ് ഓർ പാരനോറൽ ഇൻവെസ്റ്റിഗേറ്റർ is the same qualification.
ഞാൻ ക്രിപ്റ്റോ ആൻഡ് ദിസ് ഇസ് ദ ക്വാളിഫിക്കേഷൻ ഓഫ് എ ലൈഫ് കോച്ച്. ഒരു ലൈഫ് കോച്ചിന്റെ ക്വാളിഫിക്കേഷൻ അതായിരിക്കണം. ബിക്കോസ് ദെൻ ഓൺലി ഹി വിൽ ബി ഏബിൾ ടു സോൾവ് ദ പ്രോബ്ലം ഓഫ് ദ പീപ്പിൾ. അതർവൈസ് ഹി വിൽ ബി ഗെറ്റിംഗ് ദ എമോഷണൽ ട്രാൻസ്ഫർ ടു പീപ്പിൾ. രോഗികളുടെ പ്രശ്നം ഇയാളിലേക്ക് കയറി വരും. രോഗിക്ക് ശൈത്താൻ മുതൽ ഇങ്ങോട്ട് വരും. ഹെൽത്തി പേഴ്സണാലിറ്റി അല്ലാത്ത റൊക്കയ്ക്ക് അറിയാം. റൊക്കിയ ചെയ്യേണ്ട റൊക്കി കഴിയുമ്പോൾ ഇവൻ അവൻ രോഗിന്റെ അസുഖം ഇങ്ങോട്ട് വരും. ശൈത്താൻ കയറുമെന്ന് അറിയാം. ശൈത്താൻ കയറും, അല്ലാത്തവരൊക്കെ കയറും. അങ്ങനെ ഈ റൊക്കിയ ചെയ്യുന്നവനെ ഓരോ സാധനം പിടുത്തം വിടും. അത് അവൻ തന്നെ അസുഖം വരും, ഓൻ പിടുത്തം വിടും, ഓൻ്റെ സ്വഭാവം മാറും, ഓൻ ഗ്രൂപ്പ് മാറും. പിന്നെന്താ റൊക്കിയൊക്കെ എതിരെ സംസാരിക്കും. ഞങ്ങൾക്ക് അറിയാലോ, എല്ലാത്തിനും എക്സാമ്പിളൊന്നും മുമ്പിൽ എന്ത് പറഞ്ഞാലും എക്സാമ്പിൾ കേരളത്തിലുണ്ടാവും. എന്ത് ലോകത്തുള്ള എന്ത് വൃത്തിയാണെങ്കിലും പറഞ്ഞു അതിനൊക്കെ എക്സാമ്പിൾ കേരളത്തിലുണ്ടാവും. പ്രത്യേകിച്ച് നമ്മളെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടാവും. മനസ്സിലായില്ലേ? പോട്ടെ. അപ്പൊ അതുകൊണ്ട് the personality of a cryptozoologist, the personality of a paranormal investigator and personality of a life coach is one and the same. Healthy personality. അങ്ങനെ അവൻ മരിക്കുന്ന എലിയും പൂച്ചയും കൊടുത്ത ശത്രുക്കൾ ഉണ്ടാവില്ല. അവൻ്റെ വീട്ടിൽ അവൻ്റെ മക്കൾ ശത്രുക്കൾ ഉണ്ടാവില്ല. they will be loving each other. ഈ ഒരു എനർജി വീട്ടിലേക്ക്, ഇൻ ദ സ്പേസ്, ഇൻ ദ ഫാമിലി റിലേഷൻ, from where it is coming from this. So we are all sending an energy, നൂർ to the space. നമ്മളെ മൈൻഡിലേക്ക്, ചിന്തയിലേക്ക്, from to our heart to our body to the people to the space and to the outer space, the world of jinn and shaitan and etc. This is the protective shield. ഇതാണ് സംരക്ഷണ വലയം. ഹെൽത്തി പേഴ്സണാലിറ്റി ഉള്ള ഒരുത്തൻ്റെ ആയത്തിനെ കുറിച്ച് വലിയ വില ഉണ്ടാവും. അതല്ലെങ്കിൽ ഒരു ശബ്ദം ഉണ്ടാവും. ഒരു പവറിനും കിട്ടില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ ആയത്തിനെ കുറിച്ച് ഞാൻ ചൊല്ലി ഏത് ചെയ്താനും പോകും. ഒരു മല്ലാക്ക പ്രസംഗിക്കാൻ, അതേ ക്ലിപ്പിൽ മല്ലാക്ക പറയാം, ഞാനൊക്കെ ചെയ്താൻ ഇറക്കാൻ പോയാൽ എൻ്റെ ചെയ്ത ഇത് കൊണ്ട് പോകും. തലക്ക് വഴിയിൽ ഒരാളത് പറയുമോ? ചുരുക്കി പറഞ്ഞാൽ ആയത്തിനെ കുറിച്ച് പവർ ഇട്ടണമെങ്കിൽ യു ഷുഡ് ഹാവ് എ ഹെൽത്തി പേഴ്സണാലിറ്റി. ഇഫ് യു വാണ്ട് ടു പവർ ഫോർ യുവർ ആയത്തിനെ കുറിച്ച് യുവർ ഖുർആൻ, you should have the personality, healthy personality. This is what I'm telling. Now, from where we are getting it? Yes, this is anatomy of the mind. നമ്മുടെ അനാട്ടമി ഇല്ലേ, പെർഫെക്റ്റ്. ആരുടെ മുമ്പിൽ ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന അനാട്ടമിയാണ്. നോബഡി ക്യാൻ ചാലഞ്ച് ഇറ്റ്. നോബഡി ക്യാൻ ചാലഞ്ച്. മോഡേൺ ഫിസിക്സ്, മോഡേൺ സൈക്കോളജിയോ, ഇസ്ലാമിക് സൈക്കോളജിയോ, പാരാസൈക്കോളജിയോ, ഈമാന്റെ നിർവചനോ എവിടുന്ന് ആര് ചാലഞ്ച് ചെയ്യാനും പറ്റാത്ത അൽഹംദുലില്ലാഹ് പെർഫെക്റ്റ്. സോ ഹൗ ദിസ് ഇസ് കമ്മിങ്, അനാട്ടമി ഓഫ് ദി സ്പിരിച്വൽ ബോഡി ടു ദ നൂർ. പ്രകാശം, ഹൗ വി ആർ ക്രിയേറ്റിംഗ് ദ നൂർ. പ്രകാശം എങ്ങനെ ഉണ്ടാക്കുന്നത്? അത് പെർസെപ്ഷൻ, കാഴ്ചപ്പാട്, തോട്ട്സ്, ബിലീഫ്, സെൽഫ് കോൺസെപ്റ്റ് ആൻഡ് ഫീലിംഗ്സ് ആൻഡ് എമോഷൻ, ഫിസിക്കൽ വേൾഡ്. സോ ഈ പെർസെപ്ഷനിൽ നിന്ന് എവറിത്തിങ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ദ പെർസെപ്ഷൻ. കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാട് ആൾറെഡി നെഗറ്റീവ് ആണെങ്കിൽ ഫിനിഷ്, അവനെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ചേഞ്ചിങ് അവർ പെർസെപ്ഷൻ നീഡ്സ് ചേഞ്ചിങ് അവർ ബിലീഫ്, തോട്ട്സ് ആൻഡ് എമോഷൻസ് എക്സെട്ര. സോ ഈ പെർസെപ്ഷനെ പോസിറ്റീവ് ആക്കി കഴിഞ്ഞാൽ, ഫസ്റ്റ് തിങ് കാണുന്നതിനെ പെർസെപ്ഷനെ പോസിറ്റീവ് ആക്കി കഴിഞ്ഞാൽ ദ റെസ്റ്റ് ഓഫ് ദി തിങ്സ് വിൽ ബി പോസിറ്റീവ്. യെസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചതിന് സമ്മറിയാണ്. അതെങ്ങനെ നമുക്ക് നെക്സ്റ്റ് നമ്മൾ പഠിച്ചു. ഹൂ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ ദ ലൈഫ്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാ? നമ്മൾ തന്നെയാണ്. ഓരോരുത്തർക്കും നമ്മളാണ്. അപ്പൊ അള്ളാഹു റസൂലല്ലേ? അള്ളാഹ് റസൂൽ ആണ്. ബിക്കോസ് നമ്മൾ അതിന്റെ മുമ്പ് നമ്മളായതുകൊണ്ടാണ്. നമുക്ക് നമ്മളായതുകൊണ്ടല്ലേ നല്ല നരകത്തിന് രക്ഷപ്പെട്ടുള്ളൂ. അന്നേ റസൂൽ തന്നെ വരുന്ന എവിടെ? നമ്മൾ നരകത്തിന് രക്ഷപ്പെടാൻ, സ്വർഗം കിട്ടാനോ അള്ളാഹിനെ കാണാനോ. അതുകൊണ്ട് നമുക്ക് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയാലേ അന്നേ റസൂൽ ഇമ്പോർട്ടൻ്റ് ആവുള്ളൂ. നമുക്ക് നമ്മൾ അതാ ഖുർആനിൽ പറയുന്നത്. ഇല്ലേ, പരിശുദ്ധ ഖുർആന്റെ ആയത്ത് വെച്ചിട്ടാണ് ഞാൻ അതൊക്കെ പഠിപ്പിച്ചത്. അതുകൊണ്ട് നമുക്ക് നമ്മളെ ചിന്തയെ WH ക്വസ്റ്റ്യൻ, നമ്മുടെ ഇന്റലക്ച്വൽ മൈൻഡിന്റെ ഫോർമുല WH ക്വസ്റ്റ്യൻ. ആര്, എന്ത്, എവിടേക്ക്, എന്തിന്, എപ്പോ, ആരോട്, എന്തുകൊണ്ട്, എങ്ങനെ, ഈ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ എത്രത്തോളം നിങ്ങൾ ഇട്ട് പതപ്പിക്കുന്നോ അത്രത്തോളം നിങ്ങളെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് WH ക്വസ്റ്റ്യൻസ് വഴി ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയും. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ വിമർശനാത്മക ബുദ്ധിയല്ല. ക്രിട്ടിക്കൽ തിങ്കിങ് മീൻസ് റിയലിസ്റ്റിക് തോട്ട്സ്, യഥാർത്ഥമായ ചിന്ത. അത് നമ്മൾ പഠിപ്പിച്ചു. ഇനിയോ ഹൗ ദ ചേഞ്ച് ഇൻ ദ മൈൻഡ്, മനസ്സിലുണ്ടാകുന്ന മാറ്റം, എങ്ങനെയാണ് ലോകത്ത് മാറ്റം വരുന്നത്. ഞാൻ പറയാറുണ്ട്, മനസ്സിൽ മാറുന്നത് മാനത്ത് മാറും, മാനത്ത് മാറിയാൽ ലോകത്ത് മാറും. നമ്മുടെ കൽബിനകത്തുണ്ടാകുന്ന മലക്കളിലെ വിശ്വാസം, അള്ളാഹുവിലെ വിശ്വാസം, അന്ത്യദിനത്തിലെ വിശ്വാസം, മലക്കളിലെ വിശ്വാസം, അതുപോലെ ലൗഹുൽ മഹ്ഫൂദിലുള്ള വിശ്വാസം, കലാക്കത്തിലുള്ള വിശ്വാസം, ഇപ്പുറത്തെ അംബിയാ മുർസലിലുള്ള വിശ്വാസം, വേദഗ്രന്ഥത്തിൽ, ഈ 6 വിശ്വാസം, ഇതാണ് നമ്മളെ ഈമാൻ. അത് ഈമാൻ വേരുകൾ. ഈ 6 വേരുകളും ശരിയായാൽ മേലോട്ട് ആ മരം മുളച്ചു പൊങ്ങും, ഷഹാദത്ത് കലിമ. പിന്നെ അതിന് ബ്രാഞ്ച് ഔട്ട് ചെയ്യും. എന്താ? ആരാധനയും നന്മ ഉപദേശിക്കലും തിന്മ വിരോധിക്കലും എല്ലാവരും ഒരുങ്ങും.
ഒരു നല്ല വൃക്ഷത്തോട് പരിശുദ്ധ ഖുർആൻ ഉപമിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇഹലോക ജീവിതത്തിന്റെ രഹസ്യം ഇതാണ്. ഇത് ഏത് മതസ്ഥനായാലും ഈ 6 ഈമാൻ കാര്യം അവന്റെ തലയിൽ ഏതെങ്കിലും കോലത്തിലുണ്ട്. ഒരു ശക്തിയിൽ എല്ലാവരും വിശ്വസിക്കുന്നു. ഈ മരണത്തിന് ശേഷം എവിടേക്കോ മറ്റെവിടേക്കോ എൻ്റെ ആത്മാവ് പോകുന്നു എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. അസുരന്മാരും ദേവന്മാരും എന്നിട്ട് അവർ വിശ്വസിക്കുന്നു. ഇതെല്ലാം ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, മുൻവിധി അല്ലേ, തലൻ്റെ മേലെ എഴുതിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഋഷിമാരും മുനിമാരും പ്രവാചകന്മാരും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. പിന്നെ വേദഗ്രന്ഥങ്ങൾ അല്ലേ, ഋഗ്വേദങ്ങളും അല്ലാത്ത വേദങ്ങളും എഴുതപ്പെട്ട ബൈബിളും ചൈനീസ് ട്രഡീഷനിലെ പിന്നെ ഇതും. അപ്പോൾ വേദഗ്രന്ഥം ഇപ്പം ഈ 6 സംഗതിയിൽ ഓരോ മനുഷ്യനും വ്യത്യസ്തമായ രൂപത്തിൽ വിശ്വസിക്കുന്നു. പക്ഷെ അതിൽ യഥാർത്ഥമായ രൂപത്തിലായെങ്കിൽ മാത്രമേ നജാത മിനന്നാർ ഫോർ സാൽവേഷൻ കിട്ടുള്ളൂ, മോക്ഷം കിട്ടുള്ളൂ. അത് ഏതെങ്കിലും വിഷയത്തിൽ. പക്ഷെ ഈ 6 വിശ്വാസം ഒരാളുടെ തലയില്ലെങ്കിൽ ഹി വിൽ നോട്ട് ബി ഏബിൾ ടു തിങ്ക്. ഈ 6 വിശ്വാസം ഒരാളില്ലെങ്കിൽ ഹി വിൽ നോട്ട് ബി ഏബിൾ ടു തിങ്ക്. അതുകൊണ്ട് ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ് ഒരാൾക്ക് തലക്ക് വെളിയുണ്ടാകുന്നത്, തല നേരിക്ക് നിൽക്കുന്നത്. അങ്ങനെ നിന്നാലോ ഇഹലോക ജീവിതത്തിന്റെ വിജയത്തിന്റെ സൂത്രവാക്യം പരലോക ജീവിതത്തിന്റെ വിജയത്തിന്റെ സൂത്രവാക്യം നിങ്ങൾ പഠിച്ചിക്കണം. നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ പഠിപ്പിച്ചിരുന്നു. ഇഹലോക ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യം ഹെൽത്തി പേഴ്സണാലിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി, നല്ല വ്യക്തിത്വവും ആത്മീയതയും. പരലോകത്തിന്റെ വിജയം ഒരു മുസ്ലിം ആംഗിളിൽ നിന്നാണ് ഞാൻ പറയുന്നത്. പരലോകത്തിന്റെ വിജയം ഇഹലോകത്തുള്ള നല്ല വ്യക്തിത്വവും നല്ല ആത്മീയ ബോധവും പരലോകത്തിലുണ്ടാകുന്ന പിന്നെ അവൻ്റെ മതപരമായ ശരിയായ വിശ്വാസവും ആരാധനകളും. ഇതാണ് പരലോകം. അപ്പോൾ ഇഹലോക ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണിച്ചു. മുസ്ലിങ്ങളല്ലാത്ത ലോകത്ത് വിജയിച്ച അറിവ് കൊണ്ടും പണം കൊണ്ടും കഴിവ് കൊണ്ടും ബ്രൂസിലെ പോലെയുള്ള ആളുകളെ, അതുപോലെ പിന്നെ അംബേദ്കർ പോലെ ആളുകളെ, അതുപോലെ APJ അബ്ദുൽ കലാമിനെ പോലെയുള്ള ആളുകളെ, മുസ്ലിം ആയതും അല്ലാത്തതും ഇഷ്ടം പോലെ നമ്മൾ കാണിച്ചു. എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചു, ഇവരുടെ ജീവിതത്തിന്റെ രഹസ്യം എന്താ? ഇവരൊക്കെ ജയിച്ചു, മാപ്പിളരോട് എത്തണമില്ല. പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും നല്ല തൗഹീദ് ഞങ്ങളതാ മുജാഹിദിന്റെ. അതിൽ തന്നെ ഞങ്ങൾ ഏറ്റവും നല്ല തൗഹീദ് ഇപ്പം നമ്മളെ ഈ തെറ്റിപ്പിരിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇതിന്റെ ഇവരൊക്കെ എന്താണ്? ഇവരൊക്കെ കുറച്ച് വേസ്റ്റുകളായിട്ട് ഇറന്നുകൊണ്ട് നടക്കുകയാണ്, എരപ്പന്മാരായിട്ട്. വൈ? വേർ ഇസ് എ സീക്രട്ട്? അപ്പോൾ തൗഹീദും ഇതൊന്നും അല്ല ഇതിന്റെ ബേസ്. ഇഹലോക ജീവിതത്തിന്റെ ബേസ് ശരിയായ വ്യക്തിത്വം. ആ ശരിയായ വ്യക്തിത്വവും അവന്റെ ആത്മീയതയുമാണ്. അതിനുള്ള അതായി കഴിഞ്ഞാലുള്ളൂ അതിനനുസരിച്ചാണ് അവൻ്റെ അറിവ് പവറാക്കുന്നത്. അറിവ് പവറാക്കുന്നത് ഞാൻ പഠിപ്പിച്ചു. നോളജ്, മഷിയത്ത്, നിയ്യത്ത്, ഇറാദത്ത്, ഖുവത്ത്. അറിവ് ഉണ്ടായാൽ അറിവിൽ നിന്നൊരു ഡിസയർ, ഒരു ആഗ്രഹം വരും. അതാണ് മഷിയത്ത്. ആ മഷിയത്ത് ഉണ്ടായാൽ ഒരു നിയ്യത്ത് ഫോം ചെയ്യും. ആ നിയ്യത്ത് ഫോം ചെയ്യാൻ ആ നിയ്യത്ത് ശക്തിയാവുന്നതോടുകൂടി ഇറാദത്തായി. ഈ ഇറാദത്തായപ്പോൾ അത് ഖുവത്ത്, കുതിർത്തുമായി. സോ അറിവ് ഇങ്ങനെയാണ് പവറായി മാറുന്നത്. സോ ഇത് നമ്മൾ പഠിപ്പിച്ചു. അതായത് ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ ജീവിതം വിജയിപ്പിക്കുക എന്നതിൻ്റെ സൂത്രവാക്യം ഞാൻ പഠിപ്പിച്ചത്. അടുത്തത്, നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ അതതിൻ്റെ സ്റ്റെപ്പിലൂടെ നീങ്ങണം. 1 വിശ്വാസം, മതവിശ്വാസം മാത്രമല്ല, നമ്മുടെ ശക്തമായ വിശ്വാസം. അതെന്താണ്? അറിവ്, ശരിയായ അറിവ്. അതുകൊണ്ട് നോളജ്. പിന്നെ യഥാർത്ഥമായ പ്രവർത്തനം. അതെന്താ? ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പ്രവർത്തനം, അമലു സാലിഹാത്ത് എന്ന് പറയാം. അടുത്തതോ ജനങ്ങൾ. അങ്ങനെ ഒരു സാധനമുണ്ട്, പീപ്പിൾ കോമ്പണന്റ്. നമ്മുടെ ജീവിതത്തിൽ പീപ്പിൾ കോമ്പണന്റ് എന്നൊരു സാധനമുണ്ട്. ആളുകളുടെ കോമ്പണന്റ്. ആളുകളിലൂടെ അല്ലാതെ അള്ളാഹുലേക്ക് എത്താൻ പറ്റൂല, സ്വർഗത്തിലേക്ക് എത്താൻ പറ്റൂല, വിജയിക്കാൻ പറ്റൂല. ആളുകളെ മറന്നുകൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. യു കാനോട്ട് ഡു എനിത്തിങ് ഇൻ ദ വേൾഡ് ബൈ ഫോർഗെറ്റിംഗ് ദ പീപ്പിൾ. അതുകൊണ്ട് വതവാസൗ ബിൽ ഹഖ് എന്ന് പറയും, നന്മ ഡെലിവറിങ് ഗ്രേറ്റ്നെസ് ദ വേൾഡ്. പിന്നെയോ പരാജയങ്ങളിലും, പരാജയത്തിന് ഒരു മീനിങ്ങും ഇല്ല. പരാജയത്തിന് എല്ലാ മീനിങ്ങും ഉണ്ട് എപ്പോൾ? പരിശ്രമം ഒപ്പം വന്നാൽ. ദാറ്റ് മീൻസ് പരാജയവും റീഅറ്റംപ്റ്റ്, പരിശ്രമവും. പരാജയം ഉണ്ടോ അതിൻ്റെ ഒപ്പം പരിശ്രമം ഉണ്ടോ, ഇറ്റ് ഹാസ് എ മീനിങ്. പരാജയം ഉണ്ടോ അവിടെ വെച്ച് നിർത്തിയോ ഒരു 10 പൈസക്ക് വരെ പറ്റൂല. അതുകൊണ്ട് പരാജയങ്ങളിലും പരിശ്രമങ്ങളിലും ക്ഷമ അവലംബിക്കുക. ഞാൻ തുടക്കത്തിൽ ഓതിയ ആയത്ത് എന്തായിരുന്നു? ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബർ. വതവാസൗ ബിൽ ഹഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദർശ വിശദീകരണം. സത്യം കൊണ്ട് ജനങ്ങൾക്ക് പിന്നെ വസിയത്ത് ചെയ്യുക. അത് ഭാഷാർത്ഥം. നമ്മളെ പരിഭാഷയ്ക്ക് പഠിച്ച കൗമാണല്ലോ നമ്മൾ. പരിഭാഷ അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് സത്യം പറയാനായിട്ട് എന്ത് ചെയ്യും? ആദർശ വിശദീകരണം. 104 കൊല്ലമായി ഞങ്ങൾ ഉണ്ടായിട്ട് ഇപ്പോഴും ഞങ്ങൾ ആദർശ വിശദീകരണം. അതിപ്പോൾ തന്നെ പോയിട്ടില്ല. ആദർശ വിശദീകരണ, മനസ്സിലായില്ലേ? അതല്ലടോ ഡെലിവറിങ് ഗ്രേറ്റ്നെസ് ഓഫ് വേൾഡ്. ലോകത്തിന് നന്മ കൊടുക്കല. അതിപ്പോൾ എന്താ? ലോകത്തിൻ്റെ നന്മ കൊടുക്കൽ ഏറ്റവും 24 മണിക്കൂർ കൊടുക്കാൻ പറ്റിയ സാധനം നെഞ്ഞിനുള്ളിൽ പോസിറ്റിവിറ്റി. അതാണ് തിന്മയെ നന്മ കൊണ്ട് തടയുക. മീൻസ് അതിൻ്റെ ഏറ്റവും താഴ്ന്ന തരത്തിൽ
തിന്മ നെഗറ്റിവിറ്റിയെ പോസിറ്റിവിറ്റി തടയാം. അത് 24 മണിക്കൂർ മാത്രം ഞാൻ ഉറങ്ങുമ്പോഴും കൂടി കൊടുക്കാൻ പറ്റുന്ന സാധനം. എൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ഉണ്ടായാൽ ആ പോസിറ്റീവ് വെച്ച് ഞാൻ കിടന്നുറങ്ങി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ അടുത്ത് പൂച്ച വന്ന് ഉറങ്ങുള്ളൂ. അവൻ്റെ വീട്ടിൽ പൂച്ചയെ തത്തമ്മയോ അവനെ പൂച്ച ഉണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് വന്നിട്ട് അവൻ്റെ കിടക്കി കിടക്കുന്നതിന് അവന് പോസിറ്റീവ് എനർജി പോസിറ്റീവ് അവൻ്റെ ഉള്ളിൽ പോസിറ്റീവ് മനസ്സിലായിക്കോ. അതുകൊണ്ട് 24 ഉറങ്ങുമ്പോൾ പോലും നമുക്ക് എടുക്കാൻ പറ്റുന്ന അമലാണ് പോസിറ്റീവ് എനർജി കൊടുക്കുക, ഡെലിവറിങ് ഗ്രേറ്റസ്റ്റ് വേൾഡ്. ഈ ഒരു മാർഗത്തിലൂടെ അല്ലാതെ നമുക്ക് എത്തിപ്പെടാൻ പറ്റൂല. മാത്രമല്ല വിധിവിശ്വാസത്തിനാണ്ട് തലയിൽ കയറിയിട്ട് ലോകത്തുള്ള എന്ത് നടന്നാലും അത് അള്ളാന്റെ വിധിയാന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ പേരിൽ കുറേ കളവാണ് പറയും. എടോ അള്ളാഹ് അങ്ങോട്ടും വെച്ചിടോ ഇങ്ങോട്ടും വെച്ചു അല്ലേ, നമ്മൾ പറഞ്ഞില്ലേ, അങ്ങോട്ടും വെച്ചിട്ടുണ്ട് ഇങ്ങോട്ടും വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് സ്കീം ഓഫ് അഫയേഴ്സ്. അക്ബർ ഭായി പറയുന്നത് നമ്മുടെ ക്ലാസ്സിൽ അലിഗോരിതം മീൻസ് അതൊരു ഗ്രേറ്റ് മാക്സിമം പോസിബിലിറ്റീസ് ആൻഡ് പ്രോബബിലിറ്റീസ് വെച്ചിട്ടുള്ള ഒരു അലിഗോരിതം. ഇറ്റ്സ് എ ഗ്രേറ്റ് സ്കീം ഓഫ് അഫയേഴ്സ്, എ പ്രോഗ്രാം. ഒരു കമ്പ്യൂട്ടറിലുള്ള പ്രോഗ്രാം വർക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. അള്ളാഹ് എഴുതി വെച്ച സാധനം. ഇതൊക്കെ മൂല്യമാർക്ക് വിശദീകരിക്കാൻ പറ്റില്ല. ഒരു എഴുതിയേ പറയുള്ളൂ. ഒരു കല്യാണക്കത്ത് അവർ എഴുതി അതേ പറയുള്ളൂ. മൂല്യമാരതുകൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് വിധിവിശ്വാസത്തിൽ സകലയിടത്തും കൺഫ്യൂഷൻ അല്ലേ. നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് നിങ്ങൾക്ക് വിധിവിശ്വാസം ഞാൻ ക്ലിയർ ചെയ്ത് തന്നപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലേ? യെസ്, നിങ്ങൾ തന്നെ പറയത് പറഞ്ഞിട്ടുണ്ടത്. അതുകൊണ്ട് നമ്മളെ മൈൻഡ് ഓപ്പണായി കിട്ടിയത് അപ്പോഴാ. നമ്മളെ മൈൻഡിലുണ്ടാകുന്ന ആത്മീയ തടസ്സത്തെ പോകുന്നത് അപ്പോഴാ. വിധിവിശ്വാസത്തെക്കുറിച്ച് ശരിയായ വിശദീകരണം ഷെയ്ഖ് ഹുസൈമിയിൽ നിന്നും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയിൽ നിന്നും മെറ്റാഫിസിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അള്ളാഹുവിന്റെ അറിവ്, മഷിയത്ത്, അള്ളാഹുവിന്റെ ഖതബ മീൻസ് ഗ്രേറ്റ് പ്രോഗ്രാം, അള്ളാഹുവിന്റെ പോസിബിലിറ്റീസ് വെച്ച് പ്രോഗ്രാം, പിന്നെ മനുഷ്യന് കൊടുത്ത ഫ്രീഡം. ആ ഫ്രീഡം ഫ്രീഡം ഓഫ് ഒപ്പീനിയൻ, ഫ്രീഡം ഓഫ് തിങ്കിങ്, ഫ്രീഡം ഓഫ് ചോയ്സ്, പ്ലസ് ആ ഫ്രീഡത്തോടുണ്ടായ പീസ് ഓഫ് മൈൻഡ്, പിന്നെ അവന് ചോയ്സ് ഓഫ് ആക്ഷൻ, അവന് പ്രവർത്തിക്കാനുള്ള കഴിവ്. ഇതവിടെ കൊടുത്തത് ഈ 4 സംഗതിയും വെച്ചത് അള്ളാഹ് 4 തട്ടിലാണ്. ഒന്ന്, ഇതിൻ്റെ എല്ലാം അള്ളാഹു ഒരു ചെറിയ അംശം ഉള്ളിൽ വിത്ത് എല്ലാത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അറിവിന്റെ വിത്ത് ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അറിവിന്റെ ഒത്ത് അല്ലെങ്കിൽ എന്താ പറയാ, പിന്നെ ആദം നബിക്ക് എല്ലാം പഠിപ്പിച്ച് എല്ലാ അസ്മാകളും പഠിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ. ഇതിനെ വിശദീകരിക്കുന്നത് എല്ലാ സംഗതിയുടെയും ഒരു ഇന്റേണൽ നോളജിന്റെ വിത്ത് ഉള്ളിലുണ്ട്. മക്കളെ വിശദീകരിച്ചിട്ട് പോയി നോക്കും. ആദം നബിക്ക് എല്ലാത്തിൻ്റെ പേര് ഇതെന്താ കമ്പ്യൂട്ടർ, ഇതെന്താ ഗ്ലാസ്, ഇതെന്താ മരം, ഇതെന്താ കല്ല്, പാറ, ഇങ്ങനെ പഠിപ്പിച്ചതല്ല. എന്തും നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഗുണനിലവാരം നോക്കിയിട്ട് അതിന് പേര് വിളിക്കാനുള്ള ഫിത്രത്ത്, ഇൻറ്റ്യൂഷൻ അല്ല അതിന് കൊടുത്തിട്ടുണ്ട്, അവരുടെ ഫിത്രത്ത് കൊടുത്തിട്ടുണ്ട് ആദമിന്റെ. അതുകൊണ്ട് അറിവ് നമ്മളെ ഫിത്രത്തിലുണ്ട്, കഴിവുണ്ട്. പിന്നെ അതിനപ്പുറത്തേക്കോ അത് വളർത്തിയെടുക്കാനുള്ള ഓപ്പൺ സ്പേസ് നമ്മുടെ മുമ്പിൽ വിശാലമായതുണ്ട്. അതിനപ്പുറത്തേക്ക് അള്ളാഹ് നമ്മളെ ഡെലിബറേറ്റ് ഇന്റന്റ് ഓർ ദുആ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മൂല്യമര പഠിപ്പിച്ച ആകെ കൂടെ കരഞ്ഞുകൊണ്ടുള്ള ദുആ അല്ല, കരയിലല്ല, പ്രതീക്ഷയോട് കൂടിയുള്ള ദുആയാണ്. കരഞ്ഞുകൊണ്ടുള്ള ദുആ അല്ല, പ്രതീക്ഷയോട് കൂടിയുള്ള ദുആയാണ് വേണ്ടത്. ദുആ ചെയ്യുന്ന സമയത്ത് കരച്ചിൽ വരും, പക്ഷെ വന്നാൽ കരച്ചിൽ നിയന്ത്രിച്ചുകൊണ്ട് പ്രതീക്ഷയോട് പ്രതീക്ഷയ്ക്ക് ഇതുള്ളൂ. പ്രതീക്ഷ ഇവിടെ ഒക്കെ പ്രതീക്ഷ എന്നുകൊണ്ട് കൊടുത്തിട്ട് കരയിപ്പിച്ചിട്ടില്ലേ. കരയിപ്പിച്ചിട്ട് പിരിവടത്താൻ വേണ്ടി മൂല്യമാരി പരിപാടിയാണ് കരയിപ്പിച്ചിട്ട് പിരിവടത്താം. പോട്ടെ, പറഞ്ഞു വരുന്നത് ഡെലിബറേറ്റ് ഇന്റന്റ് ദുആ. അതുകൊണ്ട് ഈ ഡെലിബറേറ്റ് ഇന്റന്റ് എന്ന് പറയുന്ന സാധനം, അപ്പോൾ നമ്മൾ മാപ്പിളാർക്ക് ദുആ എന്ന് പറയും, അല്ലാത്തവരെ ഡെലിബറേറ്റ് ഇന്റന്റ് എന്ന് പറയുന്നത്. ഈ മാപ്പിളാരല്ലാത്തവരെ വിജയിച്ചമാരുടെ പിന്നിൽ നിങ്ങൾ പോയി പരിശോധിച്ചാൽ ഇവർക്ക് നല്ല സ്ട്രോങ് വിൽപ്പോൾ, വൊളിഷനും എയിമും മിഷനും ടാർജറ്റും ഗോളും വിഷനും ഡെലിബറേറ്റ് ഇന്റന്റും നല്ല ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിജയിച്ചത്. പിന്നെ അപ്പുറത്തേക്കോ മനുഷ്യന്മാർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത അള്ളാഹ് വിധിച്ച കുറേ സാധനമുണ്ട്, അവിടെ എത്തിപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് ഈ 4 തട്ടിൽ 4 സംഗതികൾ 4 തട്ടിൽ അല്ല വെച്ചത്. സുബ്ഹാനല്ലാഹ്, ഇതാണ് യഥാർത്ഥമായ ഈ വിധിവിശ്വാസം. നമ്മൾ വിശദീകരിച്ചു. അതിനപ്പുറത്തേക്ക് നമ്മളെ നെയ്യത്ത് ശരിയാൽ, നെയ്യത്ത് പോലെ മയ്യത്ത് എന്ന് കേട്ടില്ലെങ്കിൽ, നെയ്യത്ത് എങ്ങനെ ശരിയാക്കുക? ഇഹലോക ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? പരലോകത്ത് വിജയിക്കുന്നതാണ് ഇഹലോകത്ത് ജീവിക്കുക. പരലോകത്ത് വിജയിക്കുന്ന സംഗതികൾ മാത്രമേ ഇഹലോകത്ത് വിജയിക്കുള്ളൂ. അതുകൊണ്ട് ഇഹലോക ജീവിതത്തിന്റെ ലക്ഷ്യം ഈമാനോടുകൂടി മരിക്കുക. അതോടുകൂടി എന്തായി അടുത്ത ലോകത്തെത്തി. പിന്നെ സ്വർഗം അവിടെ വെച്ചിട്ടോ നിന്നിട്ടില്ല. അള്ളാഹുവിനെ കാണണം എന്ന് പരലോകത്ത് വെച്ച് അള്ളാഹുവിനെ കാണണം എന്ന് ഇഹലോകത്ത് വെച്ച് നെയ്യത്ത് വെച്ചവനെ പരലോകത്ത് വെച്ച് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് മരണത്തിന് ശേഷം സ്വർഗം കിട്ടിയിട്ട് സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ കാണണം എന്ന് ഇവിടെ വെച്ച് നെയ്യത്ത് വെച്ചോ, എന്നാൽ ഇഹലോകത്ത് വെച്ചുള്ള എല്ലാ പ്രശ്നവും അല്ലെ സ്വർഗത്തിലേക്ക് അള്ളാഹിനെ കാണാനും സ്വർഗം കിട്ടാനുള്ള എല്ലാ സംഗതികളും അള്ളാഹ് ഇറക്കി തരായി.
അതിനുള്ള എല്ലാ തടസ്സവും നീക്കി തരലായി. ഇങ്ങനെ തന്നെയാണ് ജീവിതത്തിലെ സ്പിരിച്വൽ ബ്ലോക്ക് പൊട്ടിക്കൽ. ആത്മീയ തടസ്സം നീക്കൽ എങ്ങനെയാണ്? ആ ആത്മീയ തടസ്സം. അതുകൊണ്ട് ഈ രീതിയിലുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള വിശ്വാസങ്ങൾ ഇത് ഈ പിക്ചറിന് കൊടുത്തെന്താ, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തൊക്കെ മനസ്സിലാവും. ഞാൻ നിങ്ങൾക്ക് ഓർമ്മ പുതുക്കാൻ വേണ്ടി പറയാം. ഇങ്ങനെ ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള, ഇത് മാത്രമല്ല ഇതിനപ്പുറത്തേക്ക് വേറെയുണ്ട്. പറഞ്ഞുതരാം. ഈ ഡെലിവറിങ് ഗ്രേറ്റസ്റ്റ് വേൾഡ് ലോകത്തിന് കൊടുത്ത ലോകത്തിന് കൊടുത്ത ഡെലിവറിങ് ഗ്രേറ്റസ്റ്റ് നമ്മൾ ജനങ്ങൾക്ക് കൊടുത്ത നന്മ ഉണ്ടല്ലോ, ആ നന്മ നമുക്ക് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും. അതൊരു ബാങ്ക് ഡെപ്പോസിറ്റ് പോലെയാണ്. നമ്മൾ ജനങ്ങൾക്ക് കൊടുത്ത ഹൈറാത്തുകൾ, പിന്നെ യുസാരിവിനെ ഫീൽ ഹൈറാത്ത്. ഈ സക്കരിയ നബിനെ കുറിച്ച് അന്ന് പറഞ്ഞ്, സക്കരിയ നബിക്ക് കറാമത്ത് വഴിയാ ഭാര്യക്ക് അക്കീമയ വന്യ എന്താ പറയാ, കുട്ടികളുണ്ടാവാത്ത ഗർഭം ധരിക്കാത്ത സ്ത്രീക്ക് അസ്ലഹിന നാം ശരിയാക്കി കൊടുത്തു. അവിടെ കറാമത്ത് നടന്ന്, അല്ല മോചിതത്ത് നടന്ന്. കാരണം എന്തേ, യുസാരിഊന ഫിൽ ഖൈറാത്ത്, അദ്ദേഹം മുൻകടന്ന് പ്രവർത്തിക്കുന്നതിനായിരുന്നു. എവിടെ? ഹൈറിൽ, ജനങ്ങൾക്കുള്ള ഹൈറിലും എല്ലാ ഹൈറിലും മൂപ്പരും മുന്നോട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഡെലിവറിങ് ഗ്രേറ്റ്നസ് വേൾഡ് എന്നുള്ള സാധനം നമ്മൾ കൊടുത്താൽ തീരുന്ന സാധനമല്ല. ഇറ്റ് ഈസ് എ ഡെപ്പോസിറ്റ് ദർ. നമ്മൾ ചെയ്തതൊക്കെ അവിടെ ഡെപ്പോസിറ്റാണ്. നമ്മളൊന്ന് ചിരിച്ചാൽ അതും അവിടെ ഡെപ്പോസിറ്റാണ്. ഇതൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാം, പവറാക്കി മാറ്റാം. ഇത് നമ്മളത് മാറ്റാം. പ്രപഞ്ചത്തിൽ മറ്റുള്ള ആൾക്കാർക്ക് കൊടുത്തത് നമുക്കാക്കാം. നമ്മൾ പറഞ്ഞില്ലേ സദഖത്ത് ജാരിയ എന്ന് പറഞ്ഞ സാധനം. ഈ സദഖത്ത് ജാരിയ എന്ന് പറഞ്ഞ സാധനം, എന്റെ സദഖത്ത് ജാരിയ എനിക്ക് മരിച്ചാലേ ഉപകാരപ്പെടുള്ളൂ, അല്ല എനിക്ക് ജീവിച്ചാലേ ഉപകാരപ്പെടൂലേ? ഞാനിപ്പോ സദഖത്ത് ജാരിയ ചെയ്താൽ അതെനിക്ക് മരിച്ചാലേ ഉപകാരപ്പെടുള്ളൂ? നോ, എനിക്ക് ഇഹലോകത്ത് ഉപകാരപ്പെടും, പരലോകത്ത് ഉപകാരപ്പെടുന്നൊക്കെ എനിക്ക് ഇഹലോകത്ത് ഉപകാരപ്പെടും. എൻ്റെ മക്കൾ എനിക്ക് പരലോകത്തെ ഉപകാരപ്പെടുള്ളൂ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മക്കളെ പ്രാർത്ഥന കിട്ടൂലേ? അപ്പൊ ഞാൻ അറിവരൊക്കെ പറഞ്ഞു കൊടുത്തത് എനിക്ക് മരിച്ചാലേ ഉപകാരപ്പെടുള്ളൂ, ജനിച്ചാൽ കിട്ടൂലേ? ജീവിക്കുമ്പോൾ കിട്ടൂലേ? ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെ ഡെലിവറിങ് ഗ്രേറ്റ്നെസ് തന്നെ നമുക്ക് വേണ്ടുന്ന സമയത്ത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന, അതാണ് നമ്മുടെ ലൈഫ് കോച്ചിങ്ങിൽ നമ്മൾ പഠിപ്പിച്ചത്. സോ മനുഷ്യന്റെ നേച്ചർ, സ്വഭാവം, നമ്മൾ ഒരുപാട് തിയറീസ് പഠിപ്പിച്ചു, സൈക്കോളജിക്കൽ തിയറീസ് പഠിപ്പിച്ചു. അതല്ലാത്ത 14 നമ്മൾ പഠിച്ചു. മനുഷ്യന്റെ സ്വഭാവം 14. പിന്നെ മനുഷ്യന്റെ നേച്ചറാണ് നേർച്ചറാണ്. മനുഷ്യന്റെ നേച്ചർ എങ്ങനെയാണോ അത് നേർച്ചർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അവിടെ നമ്മൾ പഠിപ്പിച്ചു, ഇസ്ലാമിക് കോൺസെപ്റ്റ് പഠിച്ചു, മിസാജ് തബഅത്ത് ഷഹവാത്തുകൾ. അതുപോലെ അതിന് ഗ്രേറ്റ് വേർഡ് എന്താണെന്ന് അറിയോ? മനുഷ്യന്റെ സ്വഭാവത്തിന്റെ ഒരു വീടിന്റെ തറയും ബേസ് അതവന്റെ അവന്റെ നേച്ചറാണെങ്കിൽ ആ വീട് കെട്ടിപ്പൊന്തിക്കുന്ന അതിന്റെ ഷേപ്പ്, അതിന്റെ ഡിസൈൻ, ഫർണിച്ചർ, ബാക്കിയൊക്കെ അതവന്റെ നേർച്ചയാണ്. അതുപോലെ നമ്മുടെ ഫിത്രത്തിൽ ഉണ്ടാവും ഇതിന്റെ ബേസിക് സ്ട്രക്ചർ. അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതനുസരിച്ചുകൊണ്ട് ഒരുത്തന്റെ ബിഹേവിയർ, ഒരുത്തന്റെ ക്യാരക്ടർ, അവന്റെ പേഴ്സണാലിറ്റി ആയി മാറും. ആ പേഴ്സണാലിറ്റിയിൽ മാർത്ത വാഷിങ്ടൺ, അമേരിക്കൻ ജോർജ് വാഷിങ്ടന്റെ ഭാര്യ, രാജകുമാരിയായിട്ട് ജീവിച്ചതാ. എന്തിന്റെ കുറവുണ്ടായിരുന്നു? ഒരു കുറവില്ല. സമ്പത്തും അധികാരം, പട്ടാളം, പേരും പ്രശസ്തിയും ഭംഗിയും. മാഷാ അല്ലാഹ്, ഷി വാസ് വെരി ബ്യൂട്ടിഫുൾ. സീ ലുക്ക് അറ്റ് ദ പിക്ചർ. എന്തിന്റെ കുറവുണ്ടായിരുന്നത്? ഒന്നിനും കുറവില്ല. അവള് പോലും പറഞ്ഞെന്താ അറിയോ? ഇഹലോകത്ത് എനിക്ക് ഈ സമ്പന്നതയല്ല എനിക്ക് സന്തോഷം നൽകുന്നത്. എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ഞാൻ സന്തോഷവതിയാകും എന്നുള്ളത് ഞാൻ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് സന്തോഷം കൊണ്ടെടുത്തുക. ജീവിതത്തിൽ നിന്ന് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് പോസിറ്റീവ് എനർജി സ്വീകരിക്കുക, 100 സ്വീകരിക്കുക, സന്തോഷം കണ്ടെത്തുക. അത് അവയർനെസ്സോടുകൂടി ബോധപൂർവം ജീവിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് പെർസെപ്ഷൻ, കാഴ്ചപ്പാടോടുകൂടി പോസിറ്റീവ് എന്നൊരൊറ്റ നെയ്യത്തോടു കൂടി കാഴ്ചപ്പാട് വളർത്തിയാൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. മാർത്ത വാഷിങ്ടന്റെ ഉദ്ധരണി ഇവിടെ പഠിച്ചു. ആൻഡ് നമ്മൾ പറയാറുണ്ട് നത്തിങ് ഇസ് ഇമ്പോസിബിൾ. നത്തിങ് ഇസ് ഇമ്പോസിബിൾ ഒരു വിഡ്ഢിത്തപരമായിട്ട് ഞാൻ മനസ്സിലാക്കിയിരുന്നു. പക്ഷെ ഇറ്റ്സ് മീനിങ് ഫുൾ. മനുഷ്യന്മാരെ കൊണ്ട് സാധ്യമാകുന്ന എന്തും പോസിബിളാണ്. ആദവിന്റെ മക്കളെ കൊണ്ട് എന്തൊക്കെ സാധ്യമാണോ അതൊക്കെ ഇൻഷാ അല്ലാഹ് ഓരോരുത്തരെ കൊണ്ട് സാധ്യമാണ്. അവന് അത് പരിശ്രമിച്ചെടുത്താൽ മതി. ആദവിന്റെ മക്കളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ എവന് വേണമെങ്കിലും ചെയ്യാം. അതിനുള്ള വിത്ത്, കഴിവ് അവൻ്റെ ഉള്ളിൽ അല്ലാഹ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നത്തിങ് ഇസ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ സാധനം ഒരു മീനിങ് ഫുള്ളാ. നത്തിങ് ഇസ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞിട്ട് 10 നിലയുടെ മുകളിൽ പക്ഷിയെ പോലെയാണ് പറന്നാൽ പൊഴിഞ്ഞാടെ കിടക്കും, ജീവൻ പോകും. ആ അർത്ഥത്തിലല്ലത്. ആദമിന്റെ മക്കളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതൊക്കെ ഓരോരുത്തരെ കൊണ്ട് ചെയ്യാൻ പറ്റും. അതാണ് നത്തിങ് ഇസ് ഇമ്പോസിബിൾ എന്നുള്ളതിൻ്റെ അർത്ഥം. ആൻഡ് നേച്ചർ ഓഫ് ഹ്യൂമൻ നേച്ചർ, മനുഷ്യന്റെ സ്വഭാവത്തിന്റെ സ്വഭാവം എന്താണെന്ന് പഠിച്ചു. നമ്മൾ 14 പോയിന്റ് പഠിച്ചു അല്ലേ? നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ചെയ്യൂ. നമ്മുടെ ജീവിതത്തിൽ മീനിങ്ങും പർപ്പസ് ഉണ്ടെങ്കിലും ചെയ്യൂ. നമുക്കൊരു അപ്രിസിയേഷൻ കിട്ടണം, അപ്പോഴേ ചെയ്യൂ. നമുക്ക് പരസ്പരം മനസ്സിലാക്കി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാനും അംഗീകരിക്കപ്പെടുവാനും അങ്ങനത്തെ കാര്യം നമ്മൾ ചെയ്യൂ. നമുക്ക് എപ്പോഴും ഒരു ചാലഞ്ചും അതിലൊരു അക്കംപ്ലിഷ്മെന്റ്, ഒരു ചാലഞ്ച് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അത് മൃഗങ്ങളെ നോക്കുകൾ,
കോഴിക്കുഞ്ഞുങ്ങൾ പരസ്പരം അങ്ങോട്ട് കൊത്തുകൂടും, പൂച്ചക്കുട്ടികൾ കടികൂടും, പക്ഷികൾ കടികൂടും, കളിക്കും, ആടുകുട്ടികൾ. അപ്പോൾ പരസ്പരം ഒരു കടിയും ഒരു ഉയരങ്ങളിലേക്ക് എത്തിപ്പിടിക്കലും ഈ തിണ്ടുമെന്ന് അങ്ങോട്ട് ചാടലും ഒരു 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 ഇതല്ലേ. ഇതൊക്കെ മീൻ ശ്രദ്ധിച്ചോ, നിങ്ങളെ കുളത്തിലുള്ള മീൻ അവരിങ്ങനെ കളിക്കുന്നുണ്ടാവും. അവർക്കൊരു ചാലഞ്ച് എല്ലാവർക്കും വേണം. ഒരു ചാലഞ്ചും ഒരു അക്കംപ്ലിഷ്മെൻറ്റും അതൊരു ത്രില്ല. ഇതൊക്കെ നമ്മുടെ സ്വഭാവമാണ്. അതുപോലെ കൺട്രോൾ, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥ കൺട്രോൾ എങ്ങനെ? സ്നേഹം കൊണ്ടാണ്. അതുപോലെ പിന്നെ മാറ്റം വരുത്താൻ നമുക്ക് ഇഷ്ടമല്ല. എന്ത് കാര്യത്തിൽ മാറ്റണോ നമുക്ക് കംഫോർട്ട് ആണ്. ഇങ്ങനെ ഒരുപാട് സംഗതി ചില സംഗതികൾ നമുക്ക് ബിലീവ് ചെയ്യേണ്ടി വരും. ചില കാര്യത്തിൽ നമുക്ക് ഹോപ്പ് വേണം. ഹോപ്പ് ഉണ്ടെങ്കിൽ മുന്നോട്ട് നീങ്ങാൻ പറ്റും. ഇതൊക്കെ മനുഷ്യൻ്റെ സ്വഭാവങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഈ ഫയൽ ഞാൻ ഇൻഷാല്ലാ ക്ലാസ്സിൽ പങ്കെടുത്ത ആളുകൾക്ക് ഈ ഫയൽ അയച്ചു തരും. അതിനാ ചോദിച്ചാൽ നിങ്ങളിതൊന്ന് ആഴ്ചയിൽ ഒരു ദിവസം നോക്കിയാൽ നിങ്ങളുടെ ലൈഫ് കോച്ചിങ്, നമ്മൾ ചെയ്ത കോച്ചിങ് എല്ലാം നിങ്ങൾക്ക് റിവീൽ ചെയ്യാൻ പറ്റും. യെസ് ഇല്ല. സെൽഫ് എസ്റ്റീം, നമുക്ക് സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഉള്ളിൽ ഓരോ മനുഷ്യനും അവൻ്റെ സെൽഫ് എസ്റ്റീമിൻ്റെക്കാൾ അവനെ കൊണ്ട് ഉയരാൻ കഴിയില്ല. അവൻ്റെ സെൽഫ് എസ്റ്റീം അതിലേക്ക് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ 8ഓളം പോയിന്റ്സ് നമ്മൾ പഠിച്ചു. ഗിൽറ്റ് ആൻഡ് ഷെയിം ഒഴിവാക്കുക. ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവർ കമ്പയർ ചെയ്യരുത്. ഫോക്കസ് ഓൺ യുവർ സെൽഫ്. സ്റ്റാർട്ട് സെൽഫ് റെസ്പെക്ട്. ഫോക്കസ് ഓൺ പോസിറ്റീവ്. ഫൈൻഡ് സംതിങ് ടു ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ്. ഓരോ ദിവസവും നമുക്ക് പ്രൗഡാകുന്ന ഒരു കാര്യം കണ്ടെത്തണം. അതുപോലെ സ്റ്റാൻഡ് ടാൾ, നമ്മൾ അഭിമാനപൂർവ്വം നമ്മൾ തല ഉയർത്തി നിൽക്കണം. അതുപോലെ സ്മൈൽ, ചിരിക്കണം. ദാറ്റ് മീൻസ് നമ്മൾ പരസ്പരം ഉണ്ടാകുന്ന ബന്ധങ്ങളിൽ നിന്ന് മൈനർ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് എസ്റ്റീം ഉണ്ടാവും. ഈ 8 സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ഐഡന്റിറ്റി ഫൗണ്ടേഷൻ ഷിഫ്റ്റ്, നമ്മളെ ഐഡന്റിറ്റി നമ്മൾ മാറ്റി. നമ്മൾ പഴയ ഇഫ്സർ റഹ്മാനെ മാറ്റി പുതിയ ഇഫ്സർ റഹ്മാനാക്കി അല്ലേ? അങ്ങനെയാണ് ഞാൻ അംഗീകരിക്കുക, അല്ലെങ്കിൽ എൻ്റെ അംഗീകാരം എന്നിലൊതുക്കുക. എനിക്ക് എൻ്റെ അംഗീകാരം കഴിഞ്ഞിട്ട് വേറൊരാൾ അംഗീകാരമുള്ളൂ എന്നതാണ് എൻ്റെ ഐഡന്റിറ്റി ഫൗണ്ടേഷൻ ഒന്ന്. അതായത് ഞാൻ ആരോ ആണോ അല്ല, എനിക്കുള്ള അംഗീകാരം മറ്റൊരാളിൽ നിന്ന് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ച് നടക്കുന്നതിന് അവരല്ല, ഞാൻ എന്നെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഐഡന്റിറ്റി ഫൗണ്ടേഷൻ ഷിഫ്റ്റ്. അത് അതിങ്ങോട്ട് മാറ്റി. ഒപ്പം മുൻപിൽ വരുന്ന പ്രതിസന്ധികളെ പ്രോബ്ലം എന്ന ഐഡന്റിറ്റി മാറ്റി ഞാൻ എന്തായി ചാലഞ്ച് നാക്കി. ദാറ്റ് മീൻസ് ഞാനൊരു വീക്ക് മൈൻഡാണ് എന്നത് ഞാൻ സ്ട്രോങ് മൈൻഡാക്കി എന്നെ കണ്ടാലേ ഉള്ളൂ എനിക്കത് പ്രോബ്ലത്തിന് ചാലഞ്ച് വിളിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പവർഫുൾ മൈൻഡായാലും എനിക്കതിനെ ഓപ്പോസിറ്റ് ആക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഐഡന്റിറ്റി ഫൗണ്ടേഷൻ മാറ്റുകയാണ്. മാത്രമല്ല റിയലി വാട്ട് ഈസ് ബ്ലോക്കിംഗ് യു, നിങ്ങളെ ശരിക്കും തടസ്സപ്പെടുത്തുന്നത് എന്താണ്? നമ്മളെ ശരിക്കും നമ്മളെ മുമ്പ് ഒരു തടസ്സം ഉണ്ടെങ്കിൽ അത് വലിയ മലയല്ല, വലിയ തടസ്സങ്ങളല്ല, പശ്ചിമഘട്ടമല്ല, ഹിമാലയല്ല, അറബിക്കടലല്ല. നമ്മുടെ മുമ്പിൽ ഒരു തടസ്സം ശരിക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ചിന്തയും നമ്മുടെ വിശ്വാസവും നമ്മുടെ ഇമോഷനും. മൈ ഓൺ തോട്ട്സ്, ദ റിയൽ തിങ്സ് വിച്ച് ഈസ് ബ്ലോക്കിംഗ് മീ ഈസ് മൈ തോട്ട്സ്, മൈ ബിലീഫ്, മൈ ഫീലിങ്സ് ആൻഡ് മൈ ഇമോഷൻ. അതിനെനിക്ക് മറികടക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. കഴിയണമെങ്കിൽ ഞാൻ അപ്പുറത്തുകൂടെ പോയിട്ട് മറികടക്കണം. അല്ലെങ്കിൽ സംബഡി ഹാസ് ടു ഹെൽപ്പ് മീ, ഒരാളെന്നെ സഹായിക്കേണ്ടി വരും. സോ നമുക്ക് നമ്മുടെ റിയൽ പ്രോബ്ലം എന്താ? റിയൽ പ്രോബ്ലം നമ്മളെ ചിന്തയും, മുന്നിലുള്ള പ്രോബ്ലം അല്ല പ്രോബ്ലം, നമ്മളെ സാമ്പത്തിക പ്രശ്നമല്ല പ്രശ്നം, നമ്മളെ മുന്നിലുള്ള പ്രശ്നമല്ല പ്രശ്നം. ആ പ്രശ്നത്തെ മറികടക്കാൻ എന്നെ അനുവദിക്കാത്ത എൻ്റെ ചിന്തയും എൻ്റെ വിശ്വാസവും എൻ്റെ വികാരമാണ്. The one which is blocking me from breaking the problem is my own thoughts, my belief and my emotions. അതിനെ മറികടക്കുന്നത് നമ്മൾ ബ്യൂട്ടിഫുള്ളായിട്ട് പഠിപ്പിച്ചു. ടൈം മാനേജ്മെൻറ്റ് നമ്മൾ പഠിപ്പിച്ചു. ഒരു മനുഷ്യൻ്റെ 5 മണിക്കൂർ ആദ്യം അവൻ റിസർവ് ചെയ്യണം. ഒന്ന്, അവൻ്റെ മോറൽ, ആത്മീയതയ്ക്ക്. മതം ഞാൻ പറയുന്നില്ല, മതം അല്ലാത്തവൻ എന്ത് ചെയ്യുക, പക്ഷെ എന്തായാലും ആത്മീയതക്കും മതത്തിനും വേണ്ടി 1 മണിക്കൂർ. പിന്നെ പുതിയ അറിവ് പഠിച്ചെടുക്കാൻ 1 മണിക്കൂർ. അവൻ്റെ ശരീരത്തിന് വർക്കൗട്ട് ചെയ്യാൻ, ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും എക്സർസൈസ് ചെയ്യുവാൻ 1 മണിക്കൂർ. ക്വാളിറ്റി ടൈം വിത്ത് ഹിസ് റിലേഷൻഷിപ്പ്. അവൻ്റെ ഇൻറ്റിമേറ്റ് ഭാര്യയോ ഭർത്താവോ വാപ്പയോ ഉമ്മയോ അവർക്ക് ചെലവഴിക്കുവാൻ 1 മണിക്കൂർ. അവരോട് ഈ മൊബൈലൊക്കെ കൊണ്ട് വലിച്ചെറിഞ്ഞ് അവളെടുത്തോ അവൻ്റെ അടുത്ത് ഇരുന്ന് മക്കളോട് കൂടെ ചെലവഴിക്കുവാൻ 1 മണിക്കൂർ. മറ്റൊന്നോ, ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ 1 മണിക്കൂർ. ഫൈൻഡിങ് ഹാപ്പിനെസ് ഇൻ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. ഹോബികളുടെ ലിസ്റ്റ് തന്നെ അയച്ചു കൊടുത്തു. നിങ്ങൾക്ക് ഹലാലായ ഹോബിയൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തോളി, അതൊക്കെ നിങ്ങൾക്ക് സന്തോഷം കിട്ടും. അതുകൊണ്ട് ഈ രീതിയിൽ 5 മണിക്കൂർ റിസർവ് ചെയ്ത്, 7 മണിക്കൂർ റെസ്റ്റിനും ഉറക്കത്തിനും റിസർവ് ചെയ്ത്, 8-10 മണിക്കൂർ നിങ്ങൾ ഓഫീസിൽ റിസർവ് ചെയ്ത് ബാക്കിയുള്ള സമയം ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡെലിവറിങ് ഗ്രേറ്റ്നെസ് ടു ദ വേൾഡ്. ലോകർക്ക് നന്മ ചെയ്യാം. വാസ്തവത്തിൽ നന്മ ചെയ്യുന്നതാണ് നാളെ എനിക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാനുള്ള ഡെപ്പോസിറ്റ്.
ഞാൻ പ്രപഞ്ചത്തിലേക്ക് നന്മ ചെയ്ത് എൻ്റെ പോസിറ്റീവ് എനർജി പ്രപഞ്ചത്തേക്ക് വിട്ടതാണ്. എനിക്ക് നാളെ ഒരു ഉപയോഗം വരുന്ന സമയത്ത് എനിക്ക് പോസിറ്റീവ് എനർജി ഏറ്റെടുക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞുതരാം, അലി റളിയല്ലാഹു യഹൂദന്മാരെ വാതിൽ 10 ആൾ പിടിച്ചാൽ പൊങ്ങാത്ത വാതിൽ ഒറ്റയടിക്ക് തള്ളിയാണ് വിട്ട്. എന്തേ? അത് അദ്ദേഹത്തിൻ്റെ പോസിറ്റിവിറ്റിയാ, അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ്നെസ്. ആ അറിവിനെ പവറാക്കി മാറ്റി. മഷിയത്ത്, നിയ്യത്ത്, ഇറാദത്ത് കൂവത്താക്കി മാറ്റി. അങ്ങനെയാണ് അറിവിനെ പവറാക്കുക. ഇതുപോലെ നമുക്ക് നമ്മളെ എനർജിയെ നമ്മളെ പ്രപഞ്ചത്തിലേക്ക് കൊടുത്തിട്ടുള്ള പോസിറ്റീവ് എനർജി, പോസിറ്റീവ് ഡെപ്പോസിറ്റ് ബാങ്ക് എന്ന് പറയും. ഇവിടെ ഇത് ബാങ്കാ. ഇവിടെ പോസിറ്റിവിറ്റി ഇതിനെ കൂട്ടിയാൽ ഐ ക്യാൻ യൂസ് ഇറ്റ് ടു അഗെയിൻസ്റ്റ് എനിബഡി, ഐ ക്യാൻ യൂസ് ഇറ്റ് ടു സോൾവ് മൈ പ്രോബ്ലംസ്. അങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു. ടൈം മാനേജ്മെന്റ്, ബോഡി വർക്കൗട്ടിനെ കുറിച്ച് പഠിച്ചു. ശരീരത്തിൻ്റെ ബോഡി വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ പ്രിപ്പറേഷൻ, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടുള്ള തയ്യാറെടുപ്പണം ഒന്നാമത്. പിന്നെ ഫുഡ് കുറച്ച് കൊണ്ടുവരിക, വർക്ക് കൂട്ടിക്കൊണ്ടുവരിക, പിന്നെ നമ്മളെ ബാലൻസ്ഡായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന നമ്മൾ പഠിച്ചു. ഇത് പ്രൂവണാ. 96 കിലോ ഞാൻ 73 കിലോ ആക്കി കുറച്ച് പ്രാക്ടിക്കലി നടന്നതാണ്. ഇപ്പം എൻ്റെ വെയിറ്റ് 80 ആണ്. ഇത് ഒരു ആവറേജ് 80 ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഞാൻ, അൽഹംദുലില്ലാ. അതുകൊണ്ട് ഫുഡ് സിസ്റ്റം റീസ്ട്രക്ചർ നമ്മൾ പഠിച്ചു. അതിൽ അമേരിക്കയുടെ അഗ്രികൾച്ചർ മിനിസ്ട്രി പുറത്തിറക്കിയ ഷെഡ്യൂളാണ്. ഇസ്ലാമികമായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ ഇസ്ലാമിക അധ്യാപനം ശരിക്കും ഉൾക്കൊള്ളുന്നതാണ് ഈ അമേരിക്കൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തിറക്കിയ സ്ട്രക്ചർ. ഇസ്ലാമിൻ്റെ ഏത് ദിവസത്തിലും എവരി ഓപ്പർച്യൂണിറ്റി, എല്ലാ ഒക്കേഷൻസിലും, ഇസ്ലാമിൻ്റെ പെരുന്നാളും നോമ്പിലും ഒക്കെ പറ്റും. നോമ്പിലും പെരുന്നാളിലൊക്കെ പറ്റുന്ന സാധനമാണിത്. അതുപോലെ പിന്നെ നമ്മൾ പറഞ്ഞത് സെൽഫ് റെസ്പോൺസിബിലിറ്റി. ഒരു മനുഷ്യനും അവൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവന് വിജയിക്കാൻ പറ്റില്ല. എനിക്ക് എത്രത്തോളം വിജയിക്കണോ അത്രത്തോളം എൻ്റെ കഴിഞ്ഞ കാലത്തിൻ്റെ ഉത്തരവാദിത്തം മറ്റാളുകളെ കുറ്റപ്പെടുത്താതെ ഞാൻ ഏറ്റെടുത്ത് തിരുത്തിയാലേ പറ്റൂ. ചിലപ്പോൾ കുറ്റം ഞാൻ എൻ്റെതാവില്ല. എനിക്ക് പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പിൻ്റെ മാതാപിതാക്കളും മറ്റുള്ളവർ നമ്മളെ പഠിപ്പിച്ച കുറേ മൊല്ലാമാരുണ്ടായി. ഈ ശാനത്വത്തിലേക്കാണ് നമ്മളെ ചിന്തിച്ചിട്ടുണ്ടാകുക. ഇപ്പോൾ തൽക്കാലം മൊല്ലമാരെ വിട്ടല്ല, വേറെ രക്ഷയില്ല. അതുകൊണ്ട് മൊല്ലമാരെ നമ്മൾ ഒഴിവാക്കി, മൊല്ലമാരെ ഒരു അക്ഷരം പോലും പഠിക്കാതെ നമ്മൾ വലിയ വലിയ പണ്ഡിതന്മാർക്ക് നീങ്ങിയപ്പോൾ തന്നെ ഉയരം കിട്ടിയത്, ഇപ്പോൾ തന്നെ ഉയരത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം എത്രത്തോളം എനിക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ അത്രത്തോളം എനിക്ക് ഉയരാൻ പറ്റും. അപ്പോൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള ആളുകൾ ഉത്തരവാദി ആയിരിക്കെ ഞാനെങ്ങനെ ഏറ്റെടുക്കും? പറഞ്ഞുതരാം. എങ്ങനെ ഈ മയ്യത്തിസ്കരിക്കുന്ന സമയത്ത് വാപ്പാൻ്റെ കടം മകനെ ഏറ്റെടുക്കല്? മയ്യത്തിസ്കരിക്കുന്ന സമയത്ത് മൊലിയരെ വിളിച്ചു പറയും, ഇയാൾക്ക് കൊടുക്കാനുള്ള പൈസയൊക്കെ ഉണ്ടെങ്കിൽ, ഇയാൾക്ക് കിട്ടാനുള്ള പൈസയൊക്കെ ഉണ്ടെങ്കിൽ മകനെ ഏറ്റെടുത്തിട്ടുണ്ട്, മകനോട് അല്ലെങ്കിൽ അനുജനെ ഏറ്റെടുത്തിട്ടുണ്ട്, അവനോട് കോൺടാക്ട് ചെയ്തോളൂ എന്ന് പറയും. എങ്ങനെ ഉത്തരവാദിത്തമായിട്ട് വാപ്പ വാങ്ങി കടത്തിന്, വാപ്പ എന്താ ചെയ്തത് അറിയില്ല, പൈസ എവിടെ കൊണ്ടുപോയെന്ന് അറിയില്ല. പക്ഷെ മകൻ എങ്ങനെ ഏറ്റെടുത്തത്? അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ബാധ്യത നമ്മൾ ഏറ്റെടുത്താൽ പാസ്റ്റ് ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏത് പോലീസുകാരനും ഫ്യൂച്ചറിൻ്റെതും പ്രസൻറ്റിൻ്റെയും ഏറ്റെടുക്കാൻ പറ്റും. ഭാവിയുടെയും അതുപോലെ പ്രസൻറ്റിൻ്റെയും ഉത്തരവാദിത്വം ഏത് പോലീസുകാരനെ ഏറ്റെടുക്കാൻ പറ്റും. പക്ഷെ കഴിഞ്ഞ കാലത്തിൻ്റെ ഉത്തരവാദിത്വം അത് റിജാലിയത്ത് വേണം, ആണത്വം വേണം. ആണത്ത് പെണ്ണിനുണ്ടാവും കേട്ടോ. ദാറ്റ് മീൻസ് സെൽഫ് കോൺസെപ്റ്റ്, ഹെൽത്തി പേഴ്സണാലിറ്റി വേണം, സെൽഫ് എസ്റ്റീം വേണം. അങ്ങനെയാണ് നിൽക്കുക. അങ്ങനെ വരുന്ന സമയത്തേ ഉള്ളൂ നമുക്ക് ആ മൈൻഡ് കൊണ്ടാണ് നമ്മളെ പ്രോബ്ലം സോൾവ് ചെയ്യുക. യു കാനോട്ട് സോൾവ് എ പ്രോബ്ലം വിത്ത് ദ സെയിം മൈൻഡ് ദാറ്റ് ക്രിയേറ്റഡ് ദ പ്രോബ്ലംസ്. എന്തൊക്കെ മൈൻഡ് കൊണ്ടാണ് എൻ്റെ പ്രയാസം, എൻ്റെ എൻ്റെ പാസ്റ്റ് ലൈഫിലുണ്ടായത്, അതേ മൈൻഡിൽ തന്നെയാണെങ്കിൽ ഇന്നെ കൊണ്ട് മാറ്റാൻ പറ്റില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കാണ് ഇത്. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഗൈറു മാ ബിഖൗമിൻ ഹത്താ യുഗൈറു മാ ബിഅൻഫുസിഹിം. അതുകൊണ്ട് യുവർ മൈൻഡ് ഈസ് എ പവർഫുൾ തിങ്. മനസ്സ് എന്ന് പറഞ്ഞാൽ പവർഫുള്ളാണ്. വെൻ ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് പോസിറ്റീവ് തോട്ട്സ് യുവർ ലൈഫ് ബിക്കം പോസിറ്റീവ്. ഇതിൽ മനസ്സിൽ പോസിറ്റീവ് കൊണ്ട് ഫില്ല് ചെയ്താൽ ജീവിതം പോസിറ്റീവായി മാറും. ഇഫ് യു ആർ നോട്ട് അങ്ങനെ അത് നമ്മൾ ഫില്ലാവുന്നില്ലെങ്കിൽ, നമ്മൾ ഈ പ്രോബ്ലം നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് കൊണ്ടിട്ടുണ്ടെങ്കിൽ ദെൻ ഐ എം എ പാർട്ട് ഓഫ് ദി പ്രോബ്ലം. ഞാനൊരു സൊല്യൂഷൻ്റെ എൻ്റെ സൊല്യൂഷൻ ഇതിനുള്ളിലാണ്. ഞാൻ എൻ്റെ തല ഒരു സൊല്യൂഷൻ്റെ ഭാഗത്തേക്ക് കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇഫ് ഐ എം നോട്ട് എ പാർട്ട് ഓഫ് സൊല്യൂഷൻ ദെൻ ഐ എം പാർട്ട് ഓഫ് ദി പ്രോബ്ലം. ഞാനൊരു സൊല്യൂഷൻ്റെ ഭാഗത്തല്ല എൻ്റെ തല നിൽക്കുന്നതെങ്കിൽ എൻ്റെ തല ഇസ് എ പാർട്ട് ഓഫ് ദി പ്രോബ്ലം. ഞാൻ തന്നെ പ്രോബ്ലം. അതുകൊണ്ട് എൻ്റെ തലയിൽ ഞാൻ പോസിറ്റീവിൻ്റെ സൊല്യൂഷൻ ഭാഗം കൊണ്ടുവന്നാലേ എൻ്റെ ജീവിതത്തിൽ സൊല്യൂഷൻ ആകും. ആൻഡ് സെൽഫ് റെസ്പോൺസിബിലിറ്റി ഇസ് ദ കോർ ക്വാളിറ്റി ഓഫ് ദ ഫുള്ളി മെച്യൂർ. ഒരു പരിപൂർണമായ പക്വതയുടെ ക്വാളിറ്റി എന്താണ്? സെൽഫ് റെസ്പോൺസിബിലിറ്റിയാണ്. എത്ര കണ്ട് സെൽഫ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റുമോ അത്ര കണ്ട് വിജയിക്കാൻ പറ്റും. സോ ഐ മീറ്റ് ദി ഇമ്പോർട്ടൻറ്റ്. കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് പറയാം, I am looking at the person who is responsible for my past, present and future.
എൻ്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞതിനും ഇപ്പോൾ ഉള്ളതിനും ഫ്യൂച്ചറിനും റെസ്പോൺസിബിളായ വ്യക്തിയാണ് ഞാൻ നോക്കുന്നത് എന്നിട്ട് കണ്ണ് നോക്കിയാണ് ഉച്ചരിച്ചാൽ അതിൻ്റെ ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി. ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്താൽ എത്രത്തോളം നിങ്ങൾക്ക് പറക്കാൻ പറ്റുമോ അത്രത്തോളം ഉയർന്നു. ഒപ്പം ബൗണ്ടറി നമ്മൾ ഓരോരുത്തർക്ക് പ്രത്യേകം ബൗണ്ടറി വെക്കണം. നമുക്ക് നല്ല ബൗണ്ടറി വേണം. സെൽഫ് എസ്റ്റീം എത്രത്തോളം ഉയരാൻ പറ്റുമോ അത്രത്തോളം വിശാലമായ സ്പേസിലേക്ക് വരും. ആ സ്പേസിന് അപ്പുറത്തൊരു ബൗണ്ടറി വരും. എത്രത്തോളം ഉയരത്തിൽ നിങ്ങൾക്ക് ബൗണ്ടറി വെക്കാൻ പറ്റുമോ. അതുകൊണ്ട് സഹോദരന്മാരെ, ബൗണ്ടറി ഫിക്സിങ് നമ്മൾ 3 ഫോർമുല നമ്മൾ പഠിപ്പിച്ചു അല്ലേ. ആ 3 ഫോർമുല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ റിമെമ്പർ ചെയ്താൽ മതി. ഇറ്റ് വിൽ വർക്ക്. ജസ്റ്റ് ഇങ്ങനെ റിമെമ്പർ ചെയ്താൽ അതാണ് പറയുന്നത്. ആഴ്ചയിൽ ഒരു ദിവസങ്ങളിൻ്റെ ഈ നോട്ട് ഇപ്പം ഞാൻ തരുന്ന ഈ കണക്റ്റിംഗ് ദ ഡോട്ട് എന്നുള്ള ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഒന്നെടുത്ത് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഈ പറഞ്ഞതെല്ലാം വീണ്ടും ഉയർന്ന് വളർന്ന് വലുതായി പന്തലിച്ച് വരും. അതുകൊണ്ട് 3 റൂളുകൾ പഠിപ്പിച്ചു ഈ പേഴ്സണാലിറ്റി ബൗണ്ടറി ഇങ്ങനെ ഫിക്സ് ചെയ്യേണ്ടത്. ഒപ്പം അങ്ങനെ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന 100 പോസിറ്റീവ് എനർജി അത് മറ്റാളുകളിലേക്ക് എത്തും. എമോഷണൽ ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ പുതിയ വിഷയമായിരിക്കും. പക്ഷേ പ്രവാചകന്റെ ഹദീസുമുണ്ട്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുണ്ട്. അത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആലയും ഷെയ്ഖ് ഹുസൈമീനൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് പോസിറ്റീവ് എനർജി സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് എമോഷണൽ ട്രാൻസ്ഫറൻസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഈ എമോഷനൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ബോഡിയിൽ ട്രാൻസ്ഫറൻസ് നടത്തും. ബോഡിയിൽ എവരി എമോഷൻ സെറ്റിലിംഗ് ഇൻ ദ ബോഡിയിൽ എല്ലായിടത്തും എല്ലാ എമോഷനും സെറ്റിലാവുന്നുണ്ട്. അത് ചിലപ്പോൾ തലയിലാവും, ചിലപ്പോൾ ആമാശയത്തിലാവും. ഇത് അവിടെ ഇവിടെ സെറ്റിൽ ചെയ്യുന്നത് അവിടെ കിടന്നിട്ട് സിഹറായി മാറും. അവിടെ കിടന്നിട്ട് സിഹറായി മാറും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സിഹറൊന്നും ഇല്ലെങ്കിൽ ഖുർആനോ നമ്മളെ കരിജീരകറാക്കി വരും. കുറേ കരിജീരകം വെക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ റുക്കിയ ചെയ്യുന്ന ഇറങ്ങിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഒരു ഉൾക്കാഴ്ച ഇല്ലാതെ റുക്കിയ ചെയ്യും. അതോടുകൂടി എന്തെങ്കിലും ഒരു അടയാളം കിട്ടുമ്പോൾ സിഹറ എന്ന് പറഞ്ഞു വിടും. അങ്ങനെയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ശരീരത്തിൽ എല്ലായിടത്തും എമോഷണൽ ട്രാൻസ്ഫറൻസിൻ്റെ ഡെപ്പോസിറ്റ് ഉണ്ടാവും. ആ ഡെപ്പോസിറ്റ് ശരിക്ക് ഇതാവും. അങ്ങനെയാണ് അവിടെ. പിന്നെ ബാധ, എങ്ങനെ ബാധ ഉണ്ടാകുന്നത്? നമ്മുടെ ചിന്തയിലും വിശ്വാസത്തിലും വികാരത്തിലും നമ്മൾ ഒരു നോർമൽ ലെവൽ വിട്ട് പാഷനേറ്റ് ലെവലിലോ ന്യൂറോട്ടിക് ലെവലിലോ എത്തുമ്പോൾ ആയിക്കോട്ടെയാണ് ചീത്തകാരിക്കാരൻ. അത് നെഗറ്റീവ് ഉണ്ടോ അവൻ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യും. പോസിറ്റീവ് ആണോ അവൻ വിട്ടിക്കും. അല്ലത് ഈ സുദൂർനാസ് മിനൽ ജിന്നത്തി വന്നാസ് അല്ലേ. പിന്നെ മിൻഷറിൽ വസ്വാസിൽ ഖന്നാസ് എന്ന് പറഞ്ഞാൽ എന്താ, നല്ല ചിന്ത ഉണ്ടാകുന്ന സമയത്ത് മാറി നിൽക്കുകയും ചീത്ത ചിന്ത ഉണ്ടാകുന്ന സമയത്ത് അടുത്ത് വരികയും ചെയ്യുന്നവൻ. അപ്പോൾ ഈ ചങ്ങാതി ഒരു അട്രാക്റ്റീവ് നേച്ചറാ, ചീത്തയിലേക്ക് അട്രാക്ട് ചെയ്യുന്നതാണ്, നന്മയിൽ നിന്ന് വിട്ടിക്കുന്നവനാണ്. അതാണ് വസ്വാസ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിലും മെമ്മറിയിലും ശരീരത്തിലും ഒക്കെ നെഗറ്റീവ് എമോഷൻസ് കട്ട പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ കട്ട പിടിച്ചിരിക്കുന്നിടത്ത് ഈ ചങ്ങായും കൂടെ വന്നിരിക്കും. അങ്ങനെ ഇരുന്നിട്ട് മൈൻഡിനെ ഓവർ പവർ ചെയ്യുന്നൊക്കെ എടുത്തിയാൽ അതാണ് ജിന്ന് ബാധയാവുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നവർ നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ വന്നിട്ട് അതാണ് ഈ ശൈത്താൻ ഹാജറാകുന്നത്. അത് ബോഡിയിൽ സെറ്റിൽ ചെയ്തെടുത്താണ് സിഹറായി വർക്ക് ചെയ്യുന്നത്. ആൻഡ് all your possession of sihr will be melted by. അതുകൊണ്ട് ഈ 100 ശരിയായ ഹെൽത്തി പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന 100 കൊണ്ട് സിഹർ അലിഞ്ഞു പോകും, കണ്ണേറ് കരിഞ്ഞു പോകും, ശൈത്താൻ ഇറങ്ങി ഓടും. ഇപ്പൊ മനസ്സിലായി ഞാൻ എന്താണ്? ഇതാണ് കവിയത്ത് നഫ്സ്. ഈമാനെ നഫ്സിനെ സ്ട്രോങ് ആക്കുന്ന ഇബിൽ കയ്യും പറഞ്ഞത്. സിഹറിനുള്ള സൊല്യൂഷൻ പറഞ്ഞെടുത്ത് 3 സ്റ്റെപ്പ് പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും പറയാറുണ്ട് ഗ്രൂപ്പിൽ. കവിയത്ത് നഫ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് കവിയത്ത് നഫ്സ് പറഞ്ഞത് കുറച്ച് മൂല്യരാൻ പഠിച്ചു. നിസ്കാരം, നോമ്പും, ഹജ്ജും, സക്കാത്തും, ദിക്റും. ചങ്ങാതി പേഴ്സണാലിറ്റി ശരിയല്ലെങ്കിൽ പിന്നെ എൻ്റെ നിസ്കാരം കൊണ്ട് കാര്യമില്ല, എൻ്റെ ഓത്തുകൊണ്ട് കാര്യമില്ല. ഇതിൻ്റെ വാക്കല്ല, ഇബിൽ കയ്യും പറഞ്ഞതാ. ആയുധം ശക്തിയുള്ള ആയുധം, പക്ഷെ ഇത് പ്രയോഗിക്കുന്ന കരങ്ങൾ വീക്കാണെങ്കിൽ ആയുധം കൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഊത്തുകൊണ്ടൊന്നും കാര്യമില്ല പേഴ്സണാലിറ്റി ശരിയല്ലെങ്കിൽ. ഇബിൽ കയ്യും പറഞ്ഞ വാക്കാ. നമ്മൾ വളരെ പെർഫെക്റ്റ് അതോറിറ്റി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ശൈത്താനികമായ ശരീരത്തിലെ പ്രതിവിധി, അങ്ങനെ ശൈത്താന്മാരുടെ ഉപദ്രവത്തിന് പ്രൊട്ടക്ഷൻ എന്താ? ഈ സാധനം. ഏത്? ഈ ഡിഫെൻസീവ് മെക്കാനിസം. പിശാച് ബാധയെക്കുറിച്ച് വ്യക്തമായ ധാരണ നമ്മൾ ക്ലാസ്സിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആ ബൗണ്ടറീസ്. അപ്പോൾ മനുഷ്യന്മാരുടെ നെഗറ്റീവ് എനർജി വരാതെ ഇരിക്കുവാനും നമ്മുടെ ഹെൽത്ത് ബൗണ്ടറി വയലേറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ബൗണ്ടറി ഉണ്ടല്ലോ. ആ ബൗണ്ടറിയാണ് ജിന്നിനും സിഹിറിനും കണ്ണീറിനും അസൂയക്കും എതിരെയുള്ള ബൗണ്ടറി. ഇതൊക്കെ ഒറ്റ സാധനം. അതുകൊണ്ട് ഹെൽത്തി പേഴ്സണാലിറ്റി ആക്കി കഴിഞ്ഞാൽ ഈ ബൗണ്ടറി എപ്പോഴും ഉണ്ടാകുന്ന മാത്രമല്ല ഉറങ്ങുന്ന സമയത്ത് പോലും ഉണ്ടാവും. അപ്പോൾ റസൂൽ രാത്രി ചൊല്ലി ദിക്രി എല്ലാം പറഞ്ഞ് എന്തായി? ഇവന്റെ ഹെൽത്തി പേഴ്സണാലിറ്റി ഉണ്ടായാൽ രാത്രി ഇവന് ആ പ്രൊട്ടക്ഷൻ കൂടി കിട്ടും. അതല്ലെങ്കിലോ ഞാൻ ദിക്റൊക്കെ ചൊല്ലിക്കിടന്നിരുന്നു, ഞാൻ പിന്നെ ഞാൻ ചീത്ത സ്വപ്നം കണ്ടു, അപ്പം എന്തേ ഇപ്പം അങ്ങനെ വരാൻ കാരണം നീക്കും.
അപ്പോൾ എൻ്റെ വിചാരം എൻ്റെ ഈ ഇതുകൊണ്ട് ചൊല്ലിയതുകൊണ്ടാണ്. അല്ല, ചങ്ങായി വ്യക്തിത്വം വേണം, എന്നാലും ചൊല്ലിയിട്ട് കാര്യമുള്ളൂ. മനസ്സിലായില്ലേ? ശൈത്തന്മാരുടെ അടുത്തേക്ക് വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹെൽത്തി പേഴ്സണാലിറ്റി ആയാൽ സിഗരങ്ങൾക്ക് ഓംലേറ്റ് അടിച്ചെന്നാലും കൊള്ളൂല എന്ന് ഞാൻ പറഞ്ഞത്. സോ അതുകൊണ്ട് ശൈത്താൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയിലും വിശ്വാസത്തിലും വികാരത്തിലൂടെയാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യുക. ആൻഡ് ദേ കാനോട്ട് പൊസസ് ത്രൂ എക്സെപ്റ്റ്. അവരെ ഇതിൽ കൂടെ അല്ലാതെ അവർക്ക് പൊസസ് ചെയ്യാൻ കഴിയില്ല, നമ്മളെ പൊസസ് ചെയ്യാൻ കഴിയില്ല, നമ്മുടെ ചിന്തയിലൂടെയും വിശ്വാസത്തിലൂടെയും വികാരത്തിലൂടെയും അല്ലാതെ. ആൻഡ് അവർക്ക് ഡു നോട്ട് ഹാവ് ദ പവർ. നമ്മൾ അവർക്ക് കൊടുക്കുന്നതിനപ്പുറത്ത് പവർ അവർക്കില്ല. നമ്മൾ അവർക്ക് എപ്പോഴാണ് പവർ കൊടുക്കുക അറിയോ? നമ്മുടെ 100 അവർക്ക് കൊടുക്കും. ദാറ്റ് മീൻസ് നമ്മളെ 100 നമ്മൾ ഇല്ലാതാക്കി കൊടുക്കും. അപ്പോൾ അവർക്ക് അതെപ്പോഴാണ് നമ്മൾ അവരൊരു വലിയ സംഭവമാണ്, അവരെന്നെ ഉപദ്രവിച്ച് എന്നെ കീഴ്പ്പെടുത്തി എന്നെ മൂക്കിൽ വലിച്ചു കളയും എന്ന് ചിന്തിക്കുമ്പോൾ അതിൽ നിന്നൊരു പേടിയും. അപ്പോൾ പേടിയും അലമത്ത്, അവർക്ക് അലമത്ത്, അവർ അലീമാണ് എന്ന വിചാരം, അവർ അലീമാണെന്ന് വിചാരം ഉണ്ടായാൽ തന്നെ നമുക്ക് എന്തായി ഇവിടെ പേടി വരും. ഈ 2 വികാരം കൊണ്ടാണ് അവർക്ക് പവർ കിട്ടുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ നമ്മളെ ഫാക്കൽറ്റിയുടെ ഹെഡ് പറയുന്ന എപ്പോഴും, ഇഫ് യു പൊസസ് യുവർ സെൽഫ് നോബഡി ക്യാൻ പൊസസ് യു. നമ്മളെ പൊസസ് ചെയ്താൽ നമ്മളെ പൊസസ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ സെൽഫ് എസ്റ്റീം എടുത്ത് ഹെൽത്തി പേഴ്സണാലിറ്റിയെ ഞാൻ എന്നെ പൊസസ് ചെയ്തു, പിന്നെ ഒരു ചെയ്താലും എന്നെ പിടിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇഫ് യു പൊസസ് യുവർ സെൽഫ് നോബഡി ക്യാൻ പൊസസ് യു. യെസ് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ ഈ പല പരിശുദ്ധ ഖുർആൻ ഓതി റുക്കിയ ചെയ്യുന്ന സമയത്ത് മാത്രം പല കേസ് സോൾവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഹറമിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എത്തിക്കാഫിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, രാത്രി ക്യാമുലയിൽ നിന്ന് പ്രാർത്ഥിച്ചു. റബ്ബേ ഞങ്ങൾക്ക് ഇതിൻ്റെ മാർഗം കാണിച്ചുകൊണ്ട് റബ്ബേ, കേരളത്തിൽ ഈ വിഷയം പറയാൻ ആരുമില്ല, അതുകൊണ്ട് റബ്ബേ ഞങ്ങൾ കുറച്ചാളുകളേ ഉള്ളൂ, ഇതിൻ്റെ യഥാർത്ഥ വശം കാണിച്ചുകൊണ്ട് റബ്ബേ നിരന്തരമായ പ്രാർത്ഥനയും ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ ഇതിൻ്റെ വഴി എൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഞാനത് പഠിച്ചു, അതിൽ ഡോക്ടറെ എടുത്ത് PhD എടുത്തു, ഇന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, നടപ്പാക്കി കൊടുക്കുന്നു. അൽഹംദുലില്ലാ. അതുപോലെ നമ്മുടെ ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾ നമ്മൾ ശരിയാക്കിയെടുക്കണം, ശക്തമാക്കിയെടുക്കാൻ 20ഓളം പോയിന്റുകളാണ് നമ്മൾ പഠിപ്പിച്ചത്. ഓരോന്നും വിശദീകരിച്ചിട്ട് എല്ലാത്തിൻ്റെ റെക്കോർഡുണ്ട് നമ്മളെ ലൈഫ് കോച്ചിങ്ങിൽ. 20 പോയിന്റ്. ഈ 20 പോയിന്റ് നിങ്ങൾ വീഡിയോ 1-2 തവണ കേട്ട് ഈ നോട്ട്സ് വായിച്ചാൽ, ഇപ്പം ഞാൻ തരുന്ന നോട്ട്സ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്തായി ഇതെല്ലാം നിങ്ങളിൽ വർക്ക് ചെയ്യും. സോ ഇതെല്ലാം റെഡിയാക്കി തരാം. അപ്പം നമ്മുടെ ലൈഫിൽ നമുക്ക് തന്നെ നമ്മൾ പാരന്റിങ്, നമ്മൾ എന്തിനാണ് പാരന്റിങ് പഠിപ്പിച്ചത്? മക്കളെ വളർത്താനായിരുന്നില്ല. മക്കളെ വളർത്തുന്നതിൻ്റെ ബൈ പ്രൊഡക്റ്റാ. ഞാൻ എനിക്ക് കിട്ടിയ നെഗറ്റീവ് പാരന്റിങ് ഒഴിവാക്കി എൻ്റെ പാരന്റിങ് ശരിയായി എന്നെ ശരിയായ ഒരു ഹെൽത്തി ഇഫ്സുർ റഹ്മാൻ ആക്കി കൊണ്ടുവരുന്നായി ഞാൻ ആരാകുമായിരുന്നു എന്നതിലേക്ക് എന്നെ എത്തിക്കാനാണ് ഞാനിത് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന, ചെറുപ്പത്തിലുണ്ടാകുന്ന വിഷമവും പേടിയും ദുഃഖവും സങ്കടവും ഇതൊക്കെ കൂടെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കുവാൻ പാരന്റിങ് പഠിച്ചാൽ മതി. ആ പാരന്റിങ് പഠിച്ചവർക്കൊക്കെ അത് എന്ത് ചെയ്യുന്നത് ഫീൽ ചെയ്തിട്ടുണ്ട്, അവർക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. അതിനുള്ള ടൂൾസുകൾ തന്നെ 500ഓളം ടൂൾസാണ് കൊടുത്തിട്ടുള്ളത്. 500 ടൂൾസ് നോട്ടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. അൽഹംദുലില്ലാ. ആൻഡ് നമ്മൾ എത്രത്തോളം നമ്മൾ കുട്ടികളുമായിട്ടും നമ്മളെക്കാൾ താഴ്ന്ന ആളുകളിൽ എത്രത്തോളം നമ്മൾ ഇടപഴകുന്നോ അത്രത്തോളം നമ്മളെ പാരന്റ് ചെയ്തെടുക്കുന്നു. നമ്മളെ കുട്ടികളോടും, നമ്മളെ വീട്ടിലെ കുട്ടികളോടും, നമ്മളെ സമൂഹത്തിലെ കുട്ടികളോടും, നമ്മളെ ഇളം പ്രായക്കാരുടെ എത്രത്തോളം നമ്മൾ ഓപ്പണായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നോ അത്രത്തോളം നമ്മളെ പേഴ്സണാലിറ്റിയെ നമുക്ക് ഹെൽത്തിയാക്കി മാറ്റാൻ പറ്റും, സന്തോഷത്തിലാക്കി മാറ്റാൻ പറ്റും. നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നതോ പിന്നെ നെഗറ്റിവിറ്റിയെ ഒഴിവാക്കാൻ പറ്റും നമ്മളുടെ പാരന്റിങ്ങിൻ്റെ. സോ ഹൗ ഡു വി അതുപോലെ നമ്മൾ ആളുകൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് അവരുടെ എനർജി സിഗ്നേച്ചറാണ്. ഒരു ഭാര്യയും ഭർത്താവും രണ്ടാളും പോസിറ്റീവായാൽ അവർ സ്നേഹവും സന്തോഷം ഉണ്ടാവും. ഒരാൾ പോസിറ്റീവ് ഒരാൾ നെഗറ്റീവുമായാൽ അവരടിച്ച് പിരിയുന്നു മാത്രമല്ല തലാക്കായി എന്നോ പോയിട്ടുണ്ടാവും. രണ്ടാളും നെഗറ്റീവായാൽ അവരൊരിക്കലും പോകില്ല, പിന്നെ ഒരു ദിവസവും ജീവിക്കാൻ വിടില്ല, അടിച്ച് വഴക്ക്, പിന്നെ രാവും വൈകുന്നേരം ഒരു ദിവസം 3 തവണ വഴക്കടിക്കും, 4 നേരം നന്നാവും. കാരണം 4 നേരം നന്നായില്ല, കാരണം 3 നേരം വഴക്കടിച്ച് 3 നേരം നന്നായിട്ട് കാര്യമില്ല. 3 നേരം വഴക്കടിച്ച് 4 നേരം നന്നായാലും പിറ്റേ ദിവസത്തിന് വഴക്കടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വഴക്കടിക്കുമ്പോൾ പച്ചക്കിട്ട് തെറി പറയും, പിരാകും, ശപിക്കും, ഇതൊക്കെ ചെയ്യും. നന്നായാലോ പിന്നെ എല്ലാം മന്തിയും ബ്രോസ്റ്റും പിന്നെ ഇടിച്ചക്കും മുതിരൊക്കെ കൊണ്ടു നോക്കുകയും ചെയ്യും. ഇങ്ങനെ ഇതിനായിട്ട് ടോം ആൻഡ് ജെറി കളിക്കാനായിട്ട് ചില ആൾക്കാരുണ്ട്. നല്ല ടോം ആൻഡ് ജെറിയാ. ചുരുക്കി പറഞ്ഞാലേ, ഫോർ എ ഫുൾഫില്ലിംഗ് ലൈഫ് പാർട്ട്ണർ സീക്ക് സംവൺ. നിങ്ങൾ നമ്മളെ സോൾമേറ്റിനെ എങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുക? ആത്മസഖിയെ. അപ്പോൾ ആൾക്കാർക്ക് സംശയം, ഞാൻ എൻ്റെ ആത്മസഖിയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു, പിന്നെ കിട്ടിയത് അത്ര നന്നായില്ല. എടോ, നീ ആത്മാർത്ഥമായാണ് നിന്റെ വിവാഹത്തിലേക്ക് നീ വന്നതെങ്കിൽ, നിന്റെ ഭാര്യ അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് ആത്മാർത്ഥമായിട്ടാണ് അവൻ വിവാഹം കഴിച്ചത്, നിങ്ങൾ രണ്ടുപേരുമെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ പ്രാർത്ഥിച്ചതാ, നിങ്ങൾ തേടിയതാണ് നിങ്ങൾക്ക് കിട്ടിയത്. പക്ഷെ അവിടെ വെച്ച് വളർത്തിയെടുക്കാൻ നിങ്ങൾ പരാജയപ്പെട്ട പിന്നെ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
അവിടെ വെച്ച് നിങ്ങളത് വളർത്തിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണമായിരുന്നു. അതിന് പകരം നിങ്ങൾ അസൂയയും പുകയും കുഷ്മും അമ്മായിമപ്പോരും പിന്നെ മൂത്തച്ചിപ്പോരും ഒക്കെ നിങ്ങൾ വക വെച്ചു കൊടുത്ത് ഉമ്മാന്റെ കാലിന് കീഴിലെ സ്വർഗം എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മാന്റെ അസൂയയും കുശുമ്പും പാകിയൊക്കെ വാടെ വെറുപ്പാക്കാൻ നിങ്ങൾ സഹകരിച്ചു കൊടുത്ത പിന്നെ നിങ്ങൾ പെണ്ണുങ്ങൾ തന്നെയാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സ്വന്തം ഭാര്യമാരെ കുറ്റം പറയുന്ന ഹംക്കളാണ്. ഓരോ 10 വയസ്സൊക്കെ വരെ പറ്റില്ല എന്ന് ഞാൻ പറയുന്നത്. പലർക്കും ഇഷ്ടപ്പെടാറില്ല, പക്ഷേ ദാറ്റ്സ് എ ട്രൂ റിയാലിറ്റി. അപ്പോൾ അവളെ കുറ്റം കുറേ കൊണ്ടു നിർത്തും. ചങ്ങാതി കുറ്റുണ്ട്, പക്ഷേ ഈ കുറ്റത്തെ അവളെ ശരിയാക്കി എടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് പിക്ചറിൽ അവൾ വന്നത്. അന്ന് നിന്നെ കൊണ്ടത് ശരിയാക്കാൻ പറ്റിയില്ല, അതുണ്ടായത്. അതുകൊണ്ട് പിന്നെ ഇതിന് റിയാലിറ്റി ഏതാ? അപ്പോൾ എനർജി സിഗ്നേച്ചർ. അപ്പം നമുക്ക് നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഇണ അല്ലെങ്കിൽ നമുക്കൊരു പ്രപ്പോസൽ വരുമ്പോൾ അത് ശരിയാണോ, നമുക്കുള്ളത് തന്നെയാണോ എന്നറിയാം. നമുക്കവിടെ ഒരു റാഹത്ത് ഉണ്ടാവും. അവരോട് സംസാരിച്ചത് ഓർത്താൽ ഒരു റാഹത്ത്, ഒരു എനർജി സിഗ്നൽ. അതാണ് നമ്മൾ സൈക്കിക് ഇൻട്യൂഷൻ എടുക്കാൻ പഠിക്കണം. സൈക്കിക് ഇൻട്യൂഷൻ നമ്മുടെ ഉള്ളിൻ്റെ ഗട്ട് ഫീലിംഗ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പഠിക്കണം. അത് ഒബ്സർവ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ട്രെയിനിങ്ങോട് കൂടി പഠിക്കും. മാത്രമല്ല ആ ഗട്ട് ഫീലിംഗ് ഒക്കെ വരും, നിങ്ങൾ വീട്ടിൽ നടപ്പാകും, പ്രതിസന്ധിയിൽ നിങ്ങൾ അറിയാതെ വിജയിക്കും. ഒരു 4 ക്ലാസ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് എനിക്ക് കിട്ടാറുണ്ട്, അൽഹംദുലില്ലാ. സോ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അപ്പോൾ അതുകൊണ്ട് യുവർ എനർജി അലൈൻ, യു ഫീൽ അറ്റ് ഈസ്. നമുക്ക് നല്ല സന്തോഷം സമാധാനം തോന്നും. അപ്പോൾ നമുക്ക് എനർജി സിഗ്നേച്ചർ ശരിയായ ആളുകളോട് നമുക്കൊരു സന്തോഷം സമാധാനം എപ്പോഴും തോന്നിക്കിട്ടും. അവരോടുണ്ടാകുന്നൊരു സാമീപ്യം നമുക്ക് ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മളെ സോൾമേറ്റിനെ കിട്ടിയോടെ സോൾമേറ്റ് ആക്കലും. മനസ്സിലായില്ലേ? സോ ഇതെങ്ങനെ നമ്മൾ അട്രാക്ട് ചെയ്യുക? നമ്മൾ നല്ല സൽഗുണമുള്ള ആളുകളെ അട്രാക്ട് ചെയ്യുക എങ്ങനെ അറിയോ? നമ്മുടെ ഉള്ളിൽ സൽഗുണം ഉണ്ടാക്കിയിട്ടാണ്. നമ്മളിങ്ങനെ ചാക്കിട്ട് പിടിക്കൊന്നും വേണ്ട, പോയി തെരഞ്ഞു പിടിക്കൊന്നും വേണ്ട. ആളുകൾ നമ്മളിലേക്ക് വരുന്നത് എങ്ങനെയോ, നമ്മളെ ഉള്ളിൽ നമ്മൾ എന്തെല്ലാം കഴിവുകൾ ഗുണങ്ങളുണ്ടോ അതിൻ്റെ മുഴുവൻ വിത്തുണ്ട്. അതുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള മാക്സിമം സൽഗുണങ്ങളെ ഞാൻ പുറത്തെടുത്താൽ, കഴിവുകളെ ഞാൻ പുറത്തെടുത്താൽ, അതെങ്ങനെ ചെയ്യലെന്ന് നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. വേർഡ്സുകളും മറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളെ ലൈഫ് കോച്ചിങ്ങിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഉള്ളിലുണ്ടാകുന്ന കഴിവുകളെയും ഉള്ളിലുണ്ടാകുന്ന ഗുണങ്ങളെയും എത്രത്തോളം പുറത്തെടുക്കുന്നോ, അറിവും കഴിവും, നോളജ് ആൻഡ് കുദറത്ത്, അതാണ് തമാമത്ത്. അറിയാലോ ഇബ്നു തൈമിയ്യ പറഞ്ഞത്. അതുകൊണ്ട് ആ സാധനത്തെ എത്രത്തോളം വലുതാക്കി എടുക്കുന്നോ അതിനെന്ത് ചെയ്യണം? ഉള്ളിലുണ്ടാകുന്ന സൽഗുണങ്ങളെ വളർത്തുക, സെൽഫ് കോൺസെപ്റ്റ് ശരിയാക്കുക, സെൽഫ് എസ്റ്റീം വളർത്തുക, പോസിറ്റിവിറ്റി വളർത്തുക. പോസിറ്റീവ്. ഇതോട് കൂടിയിട്ട് നമ്മൾ അറിയാതെ നമ്മളെ സെൽഫ് എസ്റ്റീം വളരും, ബൗണ്ടറി വിശാലമാകും, ബൗണ്ടറി ശക്തമാകും, നമ്മൾ 100 ശക്തമാകും. ആ 100 ശക്തമായ ഈ 100 മറ്റാളുകളുടെ ഹൃദയത്തിലേക്ക് എത്തും. അവർ നമ്മളോട് സ്നേഹത്തിനും ഐക്യത്തിനും വരും. ഇതാണ് റഹ്മാനായ റബ്ബിന്റെ കാരുണ്യത്തിലേക്കാണ് മുട്ടുമ്പോൾ റഹ്മാന അല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അതിലേക്കാണ് മുട്ടിക്കൽ വിടുന്ന. ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ച് കരഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് നശിക്കലല്ല. ഇതിനൊക്കെ ഇതിൻ്റെ ഹിക്മത്തുണ്ട്. ആ ഹിക്മത്തോട് കൂടി ഇത് അള്ളാന്റെ കിതാബിലെ പ്രമാണങ്ങളാണ് ഞങ്ങളുടെ മുമ്പിൽ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. സോ ഇന്റേണൽ ബിലീഫ്, കോർ വാല്യൂസ്, സെൽഫ് കോൺസെപ്റ്റ്, ഇത് എഡ്യൂക്കേഷൻ ആൻഡ് റെട്രോസ്പെക്ഷൻ. ഇത് അറിവും വിദ്യാഭ്യാസവും പഠനത്തിലൂടെ വളർത്തിയെടുക്കുമ്പോഴാണ് നമ്മുടെ എന്താവുക ഇതായിട്ട് വരിക. ആൻഡ് സ്നേഹം നമ്മൾ 10:46. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ലാസ്റ്റ് പാർട്ടിലേക്ക് വരാം. പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം 3 സാധന. ആർക്കും വേണ്ട 4 സാധന. 1 ലവ്, റെക്കഗ്നിഷൻ, കെയർ ആൻഡ് സപ്പോർട്ട്. ലവ്, റെക്കഗ്നിഷൻ, കെയർ ആൻഡ് സപ്പോർട്ട്. ഈ 4 സാധനം നിങ്ങൾ കൊടുക്കുവാനും വാങ്ങാനും പഠിച്ചാൽ നിങ്ങൾ തമ്മിൽ നല്ല ബന്ധം ഉണ്ടാവും. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ എടുത്ത് പറഞ്ഞിരുന്നു. അവിടെ ക്വാളിറ്റി ടൈം കൊടുക്കണം, ആക്സെപ്റ്റൻസ്. എൻ്റെ ഭാര്യയാണെന്ന് എൻ്റെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ മുമ്പിലും അവിടെ ബാപ്പാൻ്റെ ഉമ്മാൻ്റെ മുമ്പിൽ സ്വന്തം ഭാര്യൻ്റെ കൈ പിടിക്കാൻ മടിക്കണ്ടേലും അവൻ്റെ പേര് ഞാൻ വിളിക്കാൻ മറ്റേതാ മുക്കെന്ന് വിളിക്കും. 10 പൈസക്ക് വരാൻ പറ്റില്ല. എനിക്ക് ചമ്മലാണ് പറ്റില്ലടോ. അതാണ് എൻ്റെ അംഗീകാരം. അപ്പോഴേ എനിക്ക് ഭാര്യയെ കൊണ്ടുനടക്കാം. നീ അവള് സാലിഹത്താണെങ്കിൽ ഇത് സാലിയാണോ, അവൻ സാലിയാണെങ്കിൽ അവള് സാലിഹത്താണോ? ഇത് എത്ര വലിയ റിക്കഗ്നിഷൻ്റെ കാര്യമാണ്. അതുകൊണ്ട് ഷെയറിങ്, ഇൻറ്റിമസി, പ്രിഫറൻസ്, മുൻഗണന. ചില കാര്യത്തിൽ മുൻഗണന കൊടുക്കണം. ഭർത്താവിന് മുൻഗണന കൊടുക്കണം, ഭാര്യയ്ക്ക് കൊടുക്കണം, ചിലത് മക്കൾക്ക് കൊടുക്കണം, അതൊക്കെ ഉണ്ട്. എന്തായിരുന്നാലും ഈ രീതിയിലെല്ലാം വകവെച്ച് കൊടുത്തും കൊണ്ടും 4 സാധനം കൊടുത്താലേ ഉണ്ടാവും. നമ്മളെല്ലാം പറയാൻ ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നല്ലേ, പക്ഷെ കൊടുത്താലേ ഉണ്ടാവും. അതെന്താണെന്നറിയോ? 1 ഇൻഡിവിജ്വാലിറ്റി, ഫ്രീഡം ഓഫ് ചോയ്സ്. മറ്റൊന്ന് പീസ് ഓഫ് മൈൻഡ് ആൻഡ് ഹാപ്പിനെസ്. ഫ്രീഡം ഓഫ് ചോയ്സ്, ഫ്രീഡം ഓഫ് തിങ്കിങ്, ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം.
അഭിപ്രായ സ്വാതന്ത്ര്യം, ചോയ്സ്, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. ഇത് ഞാൻ വേർത്തെ അവൻ എങ്ങനെ ജീവിക്കണം ഞാനല്ല തീരുമാനിക്കാൻ. എൻ്റെ വൈഫ് എങ്ങനെ തീരുമാനിക്കും ഞാനാ തീരുമാനിക്കുക. ഓളെ ഡ്രസ്സും ഓളെ ഭക്ഷണം, ഓളെ എന്ത് വായിക്കണം, എന്ത് പഠിക്കണ്ട, ഓളെ എപ്പോൾ കിടക്കണം ഇറങ്ങണം ഞാനാ തീരുമാനിക്കുക. നോ, ഇറ്റ്സ് നോട്ട് മീ, ഞാനല്ല, അവളെ തീരുമാനിക്കട്ടെ. അതുകൊണ്ട് ഫ്രീഡം, പീസ് ഓഫ് മൈൻഡ്, മനസ്സമാധാനം, ഇത് കൊടുത്താലേ ഉണ്ടാവും. ഹാപ്പിനെസ്, സന്തോഷം, ഇത് കൊടുത്താലേ ഉണ്ടാവും. അതുകൊണ്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പഠിച്ചു. അല്ല, ഇതില്ല, ഇത് ഉണ്ടാവണമെങ്കിൽ കൊടുക്കണം. അത് കൊടുത്താൽ അതാണ് ഈ 3 സാധനം. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ, ദ സീക്രട്ട് ഓഫ് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, ആ ആത്മാർത്ഥമായ ബന്ധത്തിൻ്റെ രഹസ്യം നമ്മൾ പഠിപ്പിച്ചു വിശദമായിട്ട്, അൽഹംദുലില്ലാ. ആൻഡ് മറ്റൊന്ന് തെക്കുവ. ഈ തെക്കുവ പറഞ്ഞ സാധനം എന്താണെന്നറിയോ? അതൊരു ബ്ലേഡ് പോലെ അയാൾക്ക് തൊട്ടുകൊടുത്തൊക്കെ മുറിയാവും. ഒരു നാണയം പോലെ കുറച്ച് സോഫ്റ്റ് ആണെങ്കിലോ അത് ഏത് പോക്കറ്റിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. ഈ തെക്കുവ പറഞ്ഞ സാധനം എത്രത്തോളം ഓരോരുത്തരിങ്ങനെ വിലം പിടിച്ചിട്ടാണ് അത്ര തെക്കുവ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും. അല്ല, അത്രത്തോളം വെഡിയാണ് അവൻ. അതിന് തെക്കുവ എന്ന് പറയാം, തെക്കുവല്ല. തെക്കുവ പറഞ്ഞാൽ അതിര് കവിഞ്ഞു. ഇന്നഹു തുക എന്ന് പറഞ്ഞില്ലേ, തുക, തെക്കുവല്ല, അത് തകുവ, അതിന് കവിച്ചില്ല, തെക്കുവല്ലത്. അതുകൊണ്ട് എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് എന്നിൽ നിന്ന് നെഗറ്റീവ് എന്താ പറയുക അനിഷ്ടമാണ് കിട്ടുന്നെങ്കിൽ എൻ്റെ തെക്കുവയല്ല. എൻ്റെ കൂടെ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് എന്നിൽ നിന്ന് അനിഷ്ടമാണ് കിട്ടുന്നതെങ്കിൽ എൻ്റെ തെക്കുവയല്ല. സിമ്പിൾ ഫോർമുലയാണ് നമ്മൾ പഠിപ്പിച്ചു. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് 3 സാധനം, ഫ്രീഡം, ഹാപ്പിനെസ് ആൻഡ് പീസ് ഓഫ് മൈൻഡ്, ഇത് കൊടുത്താലേ കിട്ടുള്ളൂ. ആൻഡ് അതുകൊണ്ട് ഹെൽത്തി പേഴ്സണാലിറ്റിയാണ് യഥാർത്ഥമായ ജീവിത വിജയത്തിൻ്റെ ബന്ധത്തിൻ്റെ രഹസ്യം. അത് ഏത് ജാതി മാപ്പിളയായാലും ക്രിസ്ത്യാനിയായാലും ഹിന്ദു ആയാലും ഒക്കെ ഒരേ ഫോർമുലയാണ്. ഹെൽത്തി പേഴ്സണാലിറ്റി ആയാലും ബന്ധം. ആ ഹെൽത്തി പേഴ്സണാലിറ്റിയാണ് ഈ പ്രപഞ്ചത്തിലേക്ക് 100 കൊടുത്തത്. നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും കൽബിലേക്കും ആളുകളിലേക്കും പ്രപഞ്ചത്തിലേക്കും ജിന്നുകളിലേക്കൊക്കെ ഈ 100 കൊടുത്തത്. ഈ 100ആണ് പ്രൊട്ടക്റ്റീവ് ഷീൽഡ്. ഈ 100നെ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾ ലൈഫ് കോച്ചിങ്ങിലൂടെ 2.5 മാസം. അങ്ങനെയാണ് സമയത്ത് എന്ത് ചെയ്യും? യെസ്, എൻ്റെ കൂടെ എൻ്റെ മൃഗങ്ങൾ എൻ്റെ കൂടെ കിടന്നിറങ്ങും, സമാധാനമായിട്ട് നിൽക്കും, ഒരു ചൈത്താൻ നമ്മുടെ അടുത്തേക്ക് വരൂല. This is the personality of the paranormal investigator and this is the personality of the cryptozoologist and this is the personality of the life coach. ഈ 3 കോഴ്സും അൽഹംദുലില്ലാഹ് ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും 3നും ഒരേ പേഴ്സണാലിറ്റി ഉണ്ടാക്കിയിട്ട് അവരെന്ത് ചെയ്യും, അതായത് ഏർപ്പാട് പഠിപ്പിക്കും. ഈ പേഴ്സണാലിറ്റി ഉണ്ടാക്കിയിട്ട് ക്രിപ്റ്റോസോളജി പഠിപ്പിക്കാൻ പിന്നെ അനിമൽ ബേസ്ഡ് ക്ലാസ് കൊടുക്കും, മറ്റൊരു ജിന്ന് ബേസ്ഡ് ക്ലാസ് കൊടുക്കും, മറ്റൊരു ലൈഫ് കോച്ചിങ്ങിൻ്റെ ക്ലാസ് കൊടുക്കും. അതുകൊണ്ട് ക്രിപ്റ്റോസോളജി ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷേ പാരാസൈക്കോളജിയും അതുപോലെ ലൈഫ് കോച്ചിങ് ഞാൻ പഠിച്ചു. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ക്രിപ്റ്റോസോളജി എനിക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാം. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ വിചാരിച്ചിട്ടാണ് പഠിക്കാത്തത്. അതുകൊണ്ട് ഉള്ളിലുണ്ടാകുന്നത് 100. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞത്. നമ്മൾ പ്രോബ്ലം സോൾവിങ് പ്രത്യേകം പഠിപ്പിച്ചിരുന്നത്, ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്ന പരിഹാരം. അത് നമ്മൾ പറഞ്ഞു, നമ്മൾ ലിമിറ്റിംഗ് എന്താ? നമ്മളെ തന്നെ ചിന്തയും വിശ്വാസവും വികാരമാണ് നമ്മളെ പരിമിതപ്പെടുത്തുന്നത്. അതിനെ ബ്രേക്ക് ചെയ്തത് അറിവിനെ പവറാക്കി മാറ്റുന്ന ഫോർമുല കൊണ്ടാണ് അത് ബ്രേക്ക് ചെയ്തത്, പ്രശ്നപരിഹാരം. അതുകൊണ്ട് നമ്മൾ എല്ലാ ലോകത്തേക്കും കണക്റ്റഡ് ആണ്. ആ കണക്ഷൻസ് നിലനിർത്തിയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ നമ്മളെ എത്രത്തോളം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നുണ്ടോ, നമ്മളെ ഐഡന്റിറ്റി ഫൗണ്ടേഷൻ എത്രത്തോളം മാറ്റുന്നുണ്ടോ, നമ്മളെ മുമ്പിൽ നമ്മളൊരു വിക്ടിം റോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ യു കാനോട്ട് സോൾവ് യുവർ പ്രോബ്ലംസ്. ഇഫ് യു ആർ പ്ലേയിങ് എ വിക്ടിം റോൾ, ഞാനൊരു വിക്ടിമാണ് എന്ന്. അതുകൊണ്ട് ഇഫ് യു ചേഞ്ച് യുവർ ഐഡന്റിറ്റി ഇൻ ടു എ ചാലഞ്ചർ, ഒരു സ്ട്രോങ് മൈൻഡിലേക്ക് നിങ്ങൾ മാറ്റുക. അതുപോലെ വാലിഡേഷൻ ടേക്ക് ഫ്രം ഔട്ട്സൈഡ്, പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് വാലിഡേഷൻ ഒഴിവാക്കിയിട്ട് നമ്മൾ സെൽഫ് വാലിഡേഷനിൽ ഇന്റേണൽ വാലിഡേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ആക്കി മാറ്റാം. ഒപ്പം ഞാൻ മേൽ പറഞ്ഞ നമ്മളെ പേഴ്സണാലിറ്റിയും നമ്മളെ അറിവിനെ കുതിർത്താക്കലും നമ്മളെ വത്വാസോബിൽ ഹക്കി വത്വാസോബിൽ സബറും കള്ളാക്കത്തിലുള്ള ശരിയായ വിശ്വാസവും നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അള്ളാഹുവിനെ കാണലാണ് എന്നത് മൈൻഡിൽ നെയ്യത്തോടു കൂടി കൊണ്ടുവന്നിട്ട് പിന്നെന്താ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയോ? പിന്നെയാണ് ഡെലിവറിങ് ഗ്രേറ്റ്നെസ് ടു ദ വേൾഡ്, ലോകർക്ക് ചെയ്ത നന്മകൾ. ഇപ്പം നമുക്കറിയാം, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇപ്പം ഗുഹയിൽ കുടുങ്ങിയ 3 പേര് അറിയാലോ നിങ്ങൾക്ക്. ഒരു രാത്രി രാപ്പാർത്തപ്പം നേരം വെളുത്ത സമയമായപ്പോഴേക്കും എന്ത് ചെയ്തു, ഗുഹാമുഖത്ത് വന്നിട്ട് ഒരു പാറ വന്നടഞ്ഞത്. അവിടെ പ്രാർത്ഥിച്ച 3 പേരും പ്രാർത്ഥിച്ച പ്രാർത്ഥന, ആ 3 പേരും പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ രഹസ്യം ഒരൊറ്റ കൊല്ലാക്കി ഇതുവരെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അൽഹംദുലില്ലാഹ്, ആ രഹസ്യം ഞാൻ ലൈഫ് കോച്ചിങ് പഠിച്ചപ്പോഴാണ് കിട്ടിയത്. അതിൽ പ്രാർത്ഥന എന്തായിരുന്നു? അവരെ ഇബാദത്ത് വെച്ചിട്ട് അല്ല, അവര് മനുഷ്യന്മാർക്ക് ചെയ്ത സൽഗുണങ്ങൾ വെച്ചിട്ടായിരുന്നു. അവരുടെ ഡെലിവറിങ് ഗ്രേറ്റ്നെസ് വേൾഡ് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന ഡെലിവറിങ് ഗ്രേറ്റ്നെസ് വേൾഡ് നമുക്ക് ഡെപ്പോസിറ്റാണ്, ഈ പ്രപഞ്ചത്തിലുണ്ട്. നമ്മൾ എവിടെ പോയാലും അവർക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അതെടുത്തിട്ട് പവറാക്കി മാറ്റിൻ്റെ കല്ലവിടുന്ന് നീക്കം ചെയ്യുന്ന പ്രോബ്ലം സോൾവ് ചെയ്തതാണ്
നമ്മുടെ ലൈഫ് കോച്ചിങ്. അതിനെയാണ് എന്ത് ചെയ്യുക, ഡെലിബറേറ്റ് ഇൻറ്റൻറ്റ് എന്ന് പറയും. കാര്യകാരണ ബന്ധത്തിലെ പ്രവർത്തനം ചെയ്യണം, നൂറിനെ വർദ്ധിപ്പിക്കണം. പിന്നെ എമോഷണലി എയിം, മിഷൻ, വിഷൻ, ടാർഗറ്റ്, പ്ലാൻ ആൻഡ് ഡിറ്റർമിനേഷൻ ആൻഡ് വൊളിഷൻ. ഇങ്ങനെ കുറച്ച് ഗുണങ്ങൾ. ഈ ഗുണങ്ങളാണ് നമ്മളെ സാമ്പത്തികമായിട്ടുള്ള ഇപ്പോൾ ബ്രൂസ്ലിയും പിന്നെ നമ്മളെ ബിൽഗേറ്റും അതുപോലെ എന്താ പറയുക കുറേ ആളുകളുടെ പേരറിയില്ല. ലോകത്തിലെ സമ്പന്നന്മാരുടെ ലിസ്റ്റ് എടുക്കുക. എന്നോട് ലോകത്തിലെ ഒരാൾ പറഞ്ഞ സമ്പന്നന്മാരുടെ ലിസ്റ്റ് എടുത്ത ഒറ്റ മുസ്ലിം ഇല്ല. കാരണം ഇത് ഫോർമുല വേറെയാണ്. അവർ ആ ഫോർമുല വെച്ച് പഠിച്ചുണ്ടാക്കി. വെസ്റ്റേൺ ആൻഡ് യൂറോപ്യൻ കൾച്ചറിലൊക്കെ അവരെ വിദ്യാഭ്യാസത്തിലൊക്കെ ഉള്ളത് അതാ. നമ്മുടെ നാട്ടിലതല്ല. നമ്മളെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളത് ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ, യായ് ഭാഗത്തുള്ള ശിർക്കുണ്ടോന്നാ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത്. മോല്ലാമാർ, വിവരദോഷികൾ. അപ്പോൾ ആദ്യം സ്കാരൊന്നുമില്ല, ആദ്യം ജിന്നിനോട് പ്രാർത്ഥിച്ച ശിർക്കാണോ അപ്പോൾ ആദ്യം പഠിപ്പിക്കുന്നത്. ആരെങ്കിലും ഇവിടെ ജിന്നെ വിളിക്കാൻ പോകുന്നത്? ഇതൊക്കെ വെച്ചാൽ ജനങ്ങൾക്ക് ചവക്കാൻ എന്തെങ്കിലും ഇട്ട് കൊടുക്കണ്ടേ, അതിനിട്ട് കൊടുത്തത് ഭാഗം. അതുകൊണ്ട് പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞ സ്ഥാനത്ത് സംബന്ധം വേറെയാ. മനസ്സിലായില്ലേ? ഒപ്പം നമ്മൾ ഫോക്കസ് ലിസ്റ്റ് എന്ന് പറയും. ഫോക്കസ് ലിസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞെടുത്തു. അത് നമ്മളൊരു ഫോക്കസ് ലിസ്റ്റിന്റെ എക്സാമ്പിൾ നമ്മൾ കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് ഫോക്കസ് ലിസ്റ്റ്, ആ ഫോക്കസ് ലിസ്റ്റിൽ എത്രത്തോളം മീനിങ് നിങ്ങൾ കൊടുക്കുന്നോ, നിങ്ങൾ ഡിവോഷനിലൂടെ ഫോക്കസ് ലിസ്റ്റിലൂടെ നിങ്ങൾ മുന്നേറുന്നോ, ആ ഒപ്പം ദുആയും തവക്കുലും സബറും കൂടി ഉണ്ടായാൽ പ്രോബ്ലം സോൾവ് ആയി. ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്ന സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചോ ഈ സ്റ്റെപ്പുകൾ. ശ്രദ്ധിച്ചോ. 1. ഇൻക്രീസ് ദ നൂർ. സ്റ്റെപ്പ് നമ്പർ 1, ഇൻക്രീസ് പ്രപഞ്ചത്തിൽ നിന്ന്, അറിവിൽ നിന്ന്, ഡെലിവറിങ് ഗ്രേറ്റസ്റ്റ് വേൾഡ്, അതിൽ നിന്ന്, അതുപോലെ കാരുണ്യത്തിൽ നിന്ന് നമ്മൾ 100 വർദ്ധിപ്പിക്കുക. നമ്പർ 1. 2. റിമെമ്പർ, നമ്മളെ ഉള്ളിലുണ്ടാകുന്ന എല്ലാ സൽഗുണങ്ങളെയും, വെർച്യൂസ്, വാല്യൂസിനെ പുറത്തേക്ക് കൊണ്ടുവരിക. 3. നമ്മളെ ഉള്ളിലുണ്ടാകുന്ന എല്ലാ കഴിവുകളെയും വർദ്ധിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരിക, പൊട്ടൻഷ്യൽ. 4. റിമെമ്പർ മാക്സിമം ഗ്രേറ്റ്നെസ് യു ഡെലിവേർഡ് ആൾറെഡി. നമ്മൾ ഇതുവരെ കൊടുത്ത ഒരുപാട് ഗ്രേറ്റ്നെസ് വേൾഡ് ഉണ്ട്, അതെല്ലാം ഗ്രേറ്റ്നെസ് ആ വാല്യൂ ഡെലിവർ ചെയ്തത് നമ്മൾ ഓർത്ത് കൊണ്ടുവരിക. പ്ലസ് പ്രശ്നം ക്ഷമയോടുകൂടി തല കൊണ്ടടിച്ച് മുട്ടിക്കുക. എങ്ങനെ? നോ പ്രോബ്ലം ക്യാൻ വിത്ത്സ്റ്റാൻഡ് ദി അസാൾട്ട് ഓഫ് ദി സസ്റ്റൈൻഡ് തിങ്കിങ്. 17-ാം നൂറ്റാണ്ടിലെ പേർഷ്യൻ പോയറ്റ് പറഞ്ഞ ഒരു പോയിന്റ്, വോൾട്ടയർ. നോ പ്രോബ്ലം ക്യാൻ വിത്ത്സ്റ്റാൻഡ്, ഒരു പ്രശ്നത്തിന് പിടിച്ചേക്കാൻ പറ്റില്ല. എന്ത്? അസാൾട്ട്, അടി, ഓഫ് ദി സസ്റ്റൈൻഡ് തിങ്കിങ്, നിരന്തരമായ ചിന്തയുടെ അടിയെ ഒരു പ്രശ്നത്തിനും പിടിച്ചേക്കാൻ പറ്റില്ല. അതുകൊണ്ട് ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മുടെ ലൈഫിൽ ഇരുത്തി പഠിപ്പിച്ചതാ. ക്രിട്ടിക്കൽ തിങ്കിങ് വഴി പ്രശ്നം പൊട്ടറില്ലേ? വീണ്ടും വർദ്ധിപ്പിച്ചോ, 100 വർദ്ധിപ്പിച്ചോ, എബിലിറ്റി വർദ്ധിപ്പിച്ചോ, സൽക്കർമ്മം വർദ്ധിപ്പിച്ചോ, ഡെലിവറി ഗ്രേറ്റസ്റ്റ് വേൾഡ് തിരിച്ചെടുത്തോ, ചിന്തിച്ചെടുത്തോ, ഓർത്തെടുത്തോ, വീണ്ടും പ്രശ്നം അടിച്ചോ, പൊട്ടറില്ലേ? പിറ്റേന്നും ചെയ്തോ, പൊട്ടും. ഈ ചക്രം ഇങ്ങനെ കറക്കിയാൽ പൊട്ടും. സോ ഹൂ ഈസ് മോർ പവർഫുൾ, യു ഓർ യുവർ പ്രോബ്ലംസ്? യെസ്, ഐ ആം മോർ പവർഫുൾ. Who is more powerful, you or your problems? Yes, I am more powerful. La yukallifullahu nafsan illa wus'aha. ഒരാളെ കൊണ്ടും ആ മനുഷ്യനെ കൊണ്ട് യുക്കല്ലിഫ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി എന്നർത്ഥം. ഭാരം ചോദിക്കുമ്പോൾ വഹിക്കുക എന്നൊക്കെ നമ്മൾ എല്ലാമാരും എഴുതിയിട്ട് അല്ല. ഭാരം എന്താ പറയുക, സഹിക്കാൻ പറ്റാത്ത ഭാരം ഒന്നുമില്ല. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റാത്ത, ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരൊറ്റ പ്രശ്നം അത് മുന്നിൽ കൊണ്ടുവില്ല. നമ്മുടെ മുമ്പിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ പ്രശ്നത്തിനെ പരിഹരിക്കുവാനുള്ള കഴിവ് നമ്മൾ ആദമിനെ സൃഷ്ടിച്ച് അന്ന് തന്നെ അള്ളാഹു എൻ്റെ ആത്മാവിനെ സൃഷ്ടിക്കുകയും ആ ആത്മാവിൽ അന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് എന്തിൻ്റെ രൂപത്തിലാണ്? സൽഗുണങ്ങളുടെ വിത്തും സൽഗുണങ്ങളുടെ വിത്തും എൻ്റെ കഴിവുകളുടെ വിത്തും ഇതിനെ വെച്ചുകൊണ്ടാണല്ലോ വെച്ചത്. ആ വിത്തോടു കൂടിയാണ് വന്നത്. ആ വിത്ത് മുളപ്പിച്ചോ, നിന്റെ പ്രശ്നം പൊട്ടിച്ചോ. ആ വിത്തിനെ വെള്ളം കൊടുത്ത് വളർത്തിക്കോ, നിന്റെ മുമ്പിൽ വരുന്ന പ്രശ്നം പൊട്ടും. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. അതുകൊണ്ട് ഇതിൻ്റെ അടുത്തൊക്കെ വാല്യൂസ്, മൂല്യം, അറിവ്, ഈമാൻ, അടുത്തത് പൊട്ടൻഷ്യൽ, കഴിവ്, പ്രവർത്തനം, അമല്, അടുത്തത് ഡെലിവറിങ് ഗ്രേറ്റ്നെസ് ടു ദി വേൾഡ്, വതവാസൗ ബിൽ ഹഖ്, മറ്റത് ക്ഷമ, വതവാസൗ ബിസ്സബ്ർ. സോ വിജയം എല്ലാവരും പരാജയത്തില. ആരൊഴികെ? ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അതുകൊണ്ടാണ് ഇമാം ഷാഫി പറഞ്ഞത്, ഒരു മൂമിൻ്റെ പൂർണ്ണ ജീവിതത്തിന് വേറെ ഒന്നും വേണ്ട, പരിശുദ്ധ ഖുർആന്റെ ഒരു ആയത്തോ സൂറത്തോ വേറെ അല്ലെങ്കിൽ ഇത് മാത്രം മതിയാകുമായിരുന്നു ഇമാം ഷാഫി റഹിമഹുല്ലാഹി തആല പറഞ്ഞത്. അതുകൊണ്ട് ലൈഫ് കോച്ചിങ്ങിൽ, പ്രോബ്ലം സോൾവിങ്ങിൽ എല്ലാം ലൈഫ് കോച്ചിങ് മൊത്തം വൽ അസ്ർ സൂറത്താണ്. അതുകൊണ്ട് ഈ സ്റ്റെപ്പിലൂടെ മാത്രമല്ല, അള്ളാഹ്ക്ക് വിശിഷ്ട നാമങ്ങളുണ്ട്, അത് വെച്ച് ചോദിക്കാൻ. ഈ ഗുണങ്ങൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ ഗുണങ്ങൾ മുഴുവനും അള്ളാന്റെ സിഫത്താ. ശ്രദ്ധിച്ചു നിങ്ങൾ?
നമ്മൾ ഈ സൽഗുണങ്ങൾ സനഗുണങ്ങൾ പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഗുണങ്ങൾ എല്ലാം എടുത്തു വയ്ക്കുക. ഈ സൽഗുണങ്ങൾ മുഴുവൻ അള്ളാഹുവിൻ്റെ സിഫത്തുകളാണ് മക്കളെ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ സിഫത്തുകളിൽ അതിൽ മനുഷ്യന്മാർക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്ന ലെവലുണ്ട്. കാരുണ്യം അള്ളാഹിന്റെ കാരുണ്യം പോലെയാണ് നമ്മുടെ കാരുണ്യം അല്ല. നമുക്ക് അല്ലേ ക്ഷമ അള്ളാഹിന്റെ ക്ഷമ പോലെയാണ് നമ്മുടെ ക്ഷമ അല്ല. ഇങ്ങനെ ഈ സൽഗുണങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അസ്മാവുകളും സിഫാത്തുകളുടെയും വിശദാംശങ്ങളാണ്. അതുകൊണ്ട് ആ കഴിവുകൾ ആ ഗുണങ്ങൾ ഞാൻ എന്നിൽ വർദ്ധിപ്പിച്ചാൽ എൻ്റെ പ്രശ്നം തീരും, അള്ളാഹ് തീർത്തും തരും. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉ ബിഹാ. അതുകൊണ്ട് ഞാൻ അടിയിൽ വെച്ച നോളേജ് ആൻഡ് വെർച്യൂസ് ആൻഡ് ഗുഡ്നസ്, പൊട്ടൻഷ്യൽ ആൻഡ് എബിലിറ്റീസ്, ഡെലിവറിംഗ് ഇറ്റ് വേർഡ്, ക്ഷമ, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്. സോ സഹോദരന്മാരെ സുഹൃത്തുക്കളെ, നമ്മൾ ഈ 100 പുറത്തെടുക്കുന്ന കൂട്ടത്തിൽ അറിവ് കൊണ്ട് 100 എടുക്കുക എന്ന് പറഞ്ഞല്ലോ. ഈ അറിവ് അള്ളാഹിൻ്റെ അസ്മാഉൽ സിഫാത്തുകൾ മാക്സിമം പഠിച്ചേക്ക്. അതുകൊണ്ടാണ് ആ ബുക്കിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് തന്നത്. ഹൂ ഈസ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ അസ്മാഉൽ സിഫാത്തിൻ്റെ ബുക്കാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നത്. പോസിറ്റിവിറ്റി ചിന്തിക്കാൻ പിന്നെ നെപ്പോളിയൻ ഹില്ലിൻ്റെ ബുക്കാണ് തന്നത്, പോസിറ്റീവ് ചിന്ത തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ നല്ല വാല്യൂ ബേസ്ഡ് ബുക്കൊക്കെ തരുന്നത്, അത് വെച്ചുകൊണ്ട് പ്രശ്നത്തെ പഠിച്ച്. അപ്പോൾ നമ്മൾ പറഞ്ഞതിന് സമ്മറി അറിയാലോ. പ്രപഞ്ചത്തിൽ നിന്ന് ഊർജ്ജം സ്വീകരിക്കുക, നമ്മളത് വാല്യൂ വളർത്തിയെടുക്കുക, നമ്മളെ കഴിവുകൾ ഓർത്തെടുക്കുക, നമ്മൾ ഡെലിവറിങ് ഗ്രേറ്റ്നെസ് ലോകർക്ക് നൽകിയ നന്മകൾ ഓർത്തെടുക്കുക. അത് വെച്ചുകൊണ്ട് ക്രിട്ടിക്കൽ തിങ്കിങ് വഴി പ്രശ്നം അടിച്ചാൽ പൊട്ടും. ഇന്ന് പൊട്ടില്ലേ ഒന്നുകൂടി അടിച്ച് പൊട്ടും, ഒന്നുകൂടില്ലേ ഒന്നുകൂടി അടിച്ച് പൊട്ടും. ഇന്ന മാലിസ്രീസ് ഓരോ പ്രശ്നം അവിടെ ഉണ്ടോ അത് ആ പ്രശ്നമുള്ള സമയത്ത് ഉള്ള കാലത്തോളം അവിടെ പരിഹാരമുണ്ട്. പ്രശ്നം ഇന്ന് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ടല്ല പരിഹാരം. പ്രശ്നം അവിടെ ഉണ്ട് അതേ കാലത്ത് അത്രത്തോളം കാലം അവിടെ പരിഹാരമുണ്ട്. അതുകൊണ്ട് ഹൂ ഈസ് മോർ പവർഫുൾ? ഇറ്റ്സ് മീ, ഇറ്റ്സ് നോട്ട് മൈ പ്രോബ്ലംസ്. ഞാനാണ് പവർഫുൾ, എൻ്റെ പ്രോബ്ലം അല്ല. ഞാനാണ് പവർഫുൾ, എൻ്റെ പ്രോബ്ലം അല്ല. അതുകൊണ്ട് ഞാൻ പവർഫുള്ളാണ്. കാരണം പവർ ഇതിനുള്ളിലുണ്ട്, അത് പുറത്തേക്ക് എടുക്കാൻ പഠിച്ചാൽ മതി. ഈ പഠിപ്പിച്ചു തരുന്നതാണ് എൻ്റെ ലൈഫ് കോച്ച്. സഹോദരന്മാരെ സുഹൃത്തുക്കളെ, ഞാൻ ഫസ്റ്റ് ബാച്ച് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഇനി ഇതിൻ്റെ പങ്കെടുത്ത ആളുകൾ ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ ക്ലാസ് തുടങ്ങിയെന്ന് വെച്ചൊരു സംഗതിയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞൊരു നെയ്യത്തുണ്ട്. അദ്ദേഹം പറയും, സീക്ക് നോളജ്, അറിവ് തേടുക. സീക്കിങ് ഇറ്റ് ഫോർ ദ സേക്ക് ഓഫ് അള്ളാഹ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറ്റ്സ് എ വേർഷിപ്പ്. അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരു വേർഷിപ്പാണ്. ആൻഡ് നോയിങ് ഇറ്റ് മേക്സ് ഇറ്റ് മോർ ഗോഡ് ഫിയറിങ്. അത് അറിവ് കൂടുന്തോറും തെക്ക് വർദ്ധിപ്പിക്കും. സെർച്ചിങ് ഇറ്റ് ഈസ് ഫോർ എ ജിഹാദ്. അത് തെരഞ്ഞു പിടിക്കുക എന്നുള്ളൊരു ജിഹാദാണ്. ആൻഡ് ടീച്ചിങ് ടു ദോസ് ഹു ഡോണ്ട് നോ ഈസ് എ ചാരിറ്റി. അത് അറിവില്ലാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ചാരിറ്റിയാണ്. ആൻഡ് റിവ്യൂയിങ് ഇറ്റ്, പുനഃപരിശോധിക്കുക. ലേണിംഗ് ഇറ്റ് മോർ ഈസ് എ തസ്ബീഹ്. അത് കൂടുതൽ പഠിക്കുന്നത് തസ്ബീഹാണ്. നോക്കുക എത്രത്തോളം ഇബാദത്താണ്. ആൻഡ് അതേമാതിരി ആൽബർട്ട് ഐൻസ്റ്റീനെ നമ്മൾ ഉദ്ധരിക്കാറുണ്ട് എപ്പോഴും. വൺസ് യു സ്റ്റോപ്പ് ലേണിംഗ് യു സ്റ്റാർട്ട് ഡൈയിങ്. നിങ്ങളെ എപ്പോൾ വെച്ച് പഠനം നിർത്തുന്നോ അന്ന് നിങ്ങൾ മരിക്കാൻ തുടങ്ങി. സത്യമാണ്. സുബ്ഹാനല്ലാഹ് സഹോദരന്മാരെ സുഹൃത്തുക്കളെ, അതുകൊണ്ട് താങ്ക് യു വെരി മച്ച്. ബാറക്കല്ലാഹ് ക്ലാസ്സിൽ പങ്കെടുത്തവർക്കും സഹകരിച്ചവർക്കും. അതുപോലെ ഇനിയും ഞാൻ പറഞ്ഞില്ലേ, പങ്കെടുത്ത ആളുകൾക്ക് അടുത്ത 2 ബാച്ചിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ അയച്ചു തരും. ആൻഡ് ബാറക്കല്ലാഹ് ഇതിനെ അല്ല പങ്കെടുത്ത ആളുകൾ ഇനി ചോദ്യോത്തരങ്ങളുണ്ട് കേട്ടോ. ചോദ്യോത്തര സംശയങ്ങൾ ഇനി വരണ്ട് നോക്കിക്കോളും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒരു കിറ്റ് അടിച്ച് പോകണ്ട, ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങണ്ട. പിന്നെ അതുകൊണ്ട് ടേക്ക് യുവർ ടൈം. നിങ്ങളുടെ സമയത്തിനും ഈ സഹകരണത്തിനും എല്ലാം അൽഹംദുലില്ലാ നന്ദി. ആൻഡ് മേ അള്ളാഹ് യുനൈറ്റ് us in his ഫിർദൗസ്, ജന്നത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ. ആൻഡ് മേ അള്ളാഹ് ബ്ലസ് us to see him. അള്ളാഹുവിനെ കാണുവാൻ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. മേ അള്ളാഹ് ഗ്രാൻറ്റ് മൈ ബിലവഡ് ഫാദർ, എന്നെ അക്ഷരം പഠിപ്പിച്ച് എൻ്റെ വിദ്യാഭ്യാസം പഠിപ്പിച്ച് എൻ്റെ പിതാവിന് അള്ളാഹു ഇതിന് ഷെയർ എത്തിച്ചു കൊടുക്കട്ടെ. ആൻഡ് അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. യെസ് സഹോദരന്മാരെ സുഹൃത്തുക്കളെ, വി കൺക്ലൂഡഡ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കൺസേൺസ് ഒപ്പീനിയൻസ് ഒക്കെ പറയാം ഇൻഷാ അല്ലാഹ്. പറഞ്ഞോളൂ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ ആൾമോസ്റ്റ് 41 ആളുകൾ ഗ്രൂപ്പിൽ ലൈവായിട്ടുണ്ടായിരുന്നു. ബിസ്മില്ലാ പറയൂ. ക്ലാസ്സിൽ പങ്കെടുത്തവരുണ്ട്, പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞവരുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് സംശയം ഉണ്ടെങ്കിൽ എന്ന് ചോദിച്ചോളൂ ഇൻഷാ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ബിസ്മില്ലാഹ്. നജീബ് ക എല്ലാവരും പറഞ്ഞോളൂ. അക്ബറായി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറയും ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹ്. അൽഹംദുലില്ലാഹ് വളരെ സന്തോഷം. ഇങ്ങനെ അന്ന് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റിയതും ക്ലാസ് കേൾക്കാൻ പറ്റിയതൊക്കെ. കുറച്ച് ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ട്. അത് ഞാൻ മറ്റേ ബാച്ചിൽ കേട്ടു, അതിന്റെ ഗുണമുണ്ട്. അപ്പോൾ ഈ തൊട്ട് താഴെ
ജൂനിയർ ബാച്ചിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതായിരുന്നു നമ്മളൊരു ധാരണ. അതിങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അതിന്റെ ജൂനിയർ ബാച്ചിൽ കൂടെ അറ്റൻഡ് ചെയ്യാന്നുള്ള നിങ്ങൾ ഓഫർ തന്നോട്ട് മാഷാഅല്ലാഹ് വളരെ സന്തോഷമായി. കാരണം ഇതിന്റെ ഫുൾ ഫ്രൂട്ട് എടുക്കാൻ പറ്റില്ല, ക്ലാസ്സിന്റെ കുഴപ്പം കൊണ്ടല്ല, എനിക്ക് ഈയിടെ വന്ന കുറെ തിരക്കുകളൊക്കെ ഉണ്ട്. കാരണം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ശരിക്കും ഉൾക്കൊണ്ട് മനസ്സിലാക്കി നമ്മൾ ലൈഫിലേക്ക് അത് പകർത്തിയാൽ അതിന്റെ റിസൾട്ട് ഉണ്ട്. എവിടേക്ക് അത് ചെയ്തോ അവിടേക്ക് അതുണ്ട്. അപ്പോ അത് മുഴുവനായിട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ ഗ്യാപ്പ് ചില സ്ഥലങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് അതിന്റെ ഒരു ആകത്തുക പറയാനുള്ളത്. അപ്പോ ഇൻഷാല്ലാഹ് അത് ഈ ബാച്ചുകളുടെ കൂടെ ഞാനിപ്പോ ഇന്നിപ്പോ കൺക്ലൂഡ് ചെയ്തു. നമ്മൾ കണക്റ്റിംഗ് ഡോട്ട്സ് വന്നു, എന്നാലും അത് പോരാ എന്ന് തോന്നുന്നുണ്ട്. ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ ഉണ്ടാവും ഇൻഷാല്ലാഹ്. യെസ് അബ്ദുസ്സമദ്. ഗേൾസിനും സംസാരിക്കാം കേട്ടോ. ഇല്ല ബഷീർ ഭായ്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. ബറക്കല്ലാഹ്. അൽഹംദുലില്ലാഹ്. ബറക്കല്ലാഹ്. അസ്സലാമു അലൈക്കും. യെസ് ഫാരിസ്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ചെറുതായിട്ട് ഫോൺ വന്നപ്പോ മിസ് ആയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് അതെ തിരിച്ചു വരാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ലൈഫ് കോച്ചിങ്ങിന്റെ ക്ലാസ്സിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. കുഴപ്പമില്ല, പറഞ്ഞു, പറയാൻ പറ്റുന്നൊക്കെ പറഞ്ഞു. ലൈഫിന്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റി. അതാണ് മെയിൻ. അതായത് നമ്മുടെ ഉള്ളിലുള്ള ചില നല്ല ഗുണങ്ങളടക്കം ഓൾറെഡി ഉണ്ട്, പക്ഷെ അത് പുറത്തേക്ക് എടുക്കാനുള്ള ഒരു തടസ്സം ഉണ്ടല്ലോ, അത് വരെ മാറ്റി കിട്ടും. ഓൾറെഡി ഉണ്ട്, നമ്മളെ ഇതായിട്ട് ഇമ്പോണായിട്ട് ഉണ്ട്, പക്ഷെ അത് പുറത്തേക്ക് എടുക്കാനുള്ള ടിപ്സുകൾ ഒരുപാട് കിട്ടി. മെയിനായിട്ട് ക്രിട്ടിക്കൽ തിങ്കിങ് അതിലൊരുപാട് മാഷാ അല്ലാഹ്. അതിപ്പോ ജോബിന്റെ മേഖലയിലാണെങ്കിലും ഒരുപാട് പേഴ്സണലി എനിക്ക് ഒരുപാട് ഉപകാരമായി. പിന്നെ അക്ബർക്ക പറഞ്ഞ പോലെ നമുക്ക് ഇനിയും ചോയ്സുകൾ മുന്നോട്ട് സാർ വെച്ചാന്ന് ഒരു കോഴ്സിലും ഇല്ലാത്തൊരു കാര്യമാണ്. കോഴ്സ് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ, പക്ഷെ അത് നിങ്ങളെ കൂടെ തന്നെ ഒന്നുകൂടിയും പോകാൻ പറ്റാൻ. അതുകൂടാതെ സാറ് പറഞ്ഞ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എപ്പോ വേണമെങ്കിലും. യെസ്, ഞാൻ അത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ നമ്മൾ കോഴ്സിൽ ചേർന്ന ആളുകളുടെ ലിസ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യും, ഒരു വീക്കിലി റിവ്യൂ എന്ന രീതിയിൽ നടത്തും. അത് ക്ലാസ് ആയിട്ടല്ല, എന്തായാലും ഒരു വാട്സപ്പ് എന്ന് വെച്ചിട്ട് വീക്കിലി അതെന്താ വെച്ചാൽ ചില പുതിയ അപ്ഡേറ്റ്സ് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് പുതിയ അപ്ഡേറ്റ് വരും. പുതിയ അപ്ഡേറ്റുകൾ, പുതിയ എക്സാമ്പിൾസ് വെച്ചിട്ട് പുതിയ അപ്ഡേറ്റുകൾ. ഇപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വന്നു, അത് ഞാനിപ്പോൾ കഴിഞ്ഞ ബാച്ചിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ അപ്ഡേറ്റ് നമ്മൾ ഇൻഷാല്ലാഹ് അതുപോലുള്ള അപ്ഡേറ്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഈ ആളുകൾ ഒരിക്കലും നമ്മൾ വിടൂല. കാരണം മീൻസ് നമ്മൾ കീപ്പ് ചെയ്യും അവരെ ഇതിൻ്റെ. അതുകൊണ്ട് അങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുവരും ഇൻഷാല്ലാഹ്. അത് ഗ്രൂപ്പാക്കി മാറ്റും ഇൻഷാല്ലാഹ്. ആമീൻ വയ്യാക്കും. യെസ് സിസ്റ്റർ സെറീന. അസ്സലാമു ആദ്യമായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇന്നത്തെ സെഷന് ആക്ച്വലി അത് എത്ര വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു എന്നുള്ളതാണ്. അതായത് ഫ്രം ഡേ 1 ടിൽ ലാസ്റ്റ് ക്ലാസ്സിന് ഒരൊറ്റ സെഷനിൽ അതും ഒരു ബോറടിക്കാത്ത രീതിയിൽ മാക്സിമം കണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ട്, മാത്രമല്ല അത് വളരെ കണക്റ്റഡ് ആണ്. അവിടെ എവിടെയും എന്തില്ല ഒരു മിസ്മാച്ചോ അല്ലെങ്കിൽ ഇത്രയും ക്ലാസ്സുകൾ അങ്ങോട്ട് ഓർഗനൈസ്ഡ് ചെയ്തതല്ലേ. മാഷാ അല്ലാഹ് അത് പെർഫെക്റ്റ് ആയിരുന്നു. കാരണം ഞാൻ വെരി ബിഗിനിങ് ടിൽ എൻഡ് കേട്ടതുകൊണ്ട് ശരിക്കും അൽഹംദുലില്ലാഹ് വളരെ അപ്രീഷിയേറ്റിംഗ് ആണ്. രണ്ടാമത് അവിടെ ആരോ ബെല്ലടിച്ചത്. പിന്നെ രണ്ടാമത് ഇപ്പോ ഫാരിഷ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഓഫർ ആക്ച്വലി ഇപ്പൊ കാക്കു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പലപ്പോഴും നമുക്ക് ഒന്നാമത് ഈ ടൈം സോണിലുള്ള ഡിഫറൻസ് കൊണ്ട് ക്ലാസ് അവിടെ ഇവിടെയൊക്കെ നമുക്ക് മിസ്സായിട്ടുണ്ട്. പക്ഷെ പിന്നെ ഈ ഒരു ഓഫർ ഇപ്പോ ഈ
അപ്പുറത്തേക്ക് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, എനിക്കിതിൽ ഏറ്റവും, അതായത് ത്രൂ ഔട്ട് ദ കോഴ്സിൽ ഏറ്റവും കൂടുതൽ വളരെ ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാല് ഡെലിവറിങ് ഗ്രേറ്റ്നെസ് ടു ദ പീപ്പിൾ എന്നുള്ളത്. അത് മാഷാ അല്ലാഹ് ശരിക്കും ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഇപ്പൊ ജോബ് ചെയ്യാത്ത ഒരാളായതുകൊണ്ട് ഇപ്പൊ പാരീഷ് എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ജോബ് വൈസ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു പേഴ്സണലി എനിക്ക് ഇതിന് കിട്ടിയ ഏറ്റവും ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് അതാണ് ഡെലിവറിങ് ഗ്രേറ്റ്നെസ് ടു ദ പീപ്പിൾ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെ നമുക്ക് പെർഫെക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമ്മളൊക്കെ പല രീതിയിലും പല തരത്തിലും എന്തെങ്കിലുമൊക്കെ സൊസൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള തീയത്തിലുള്ള ആളുകൾ തന്നെയാണല്ലോ. പക്ഷെ അതിന്റെ ആ ഒരു അക്ഷരാർത്ഥത്തില് നമുക്ക് യൂസ്ഫുൾ ആകുന്നത് ഈ ഒരു സെഷൻ. കാരണം എന്താ വെച്ചാല് ഖുർആനിൽ തന്നെ അള്ളാഹു പറയണത് എന്താണ്? ആദ്യം ശിർക്ക് ചെയ്യരുത്, പിന്നെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം, അതിനുശേഷം ഒരു തേർഡ് കോൺസെപ്റ്റ് ആയിട്ട് വരുന്നതാണ് ഈ ഡെലിവറി ഗ്രേറ്റ്നെസ് ടു ദ പീപ്പിൾ. അത് പല രീതിയിലും പലയിടത്തും ഖുർആനിൽ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ആ ഒരു പ്രാക്ടിക്കൽ സൈഡിലേക്ക് ആ ഒരു കോൺസെപ്റ്റിനെ കിട്ടി എന്നുള്ളത് ഭയങ്കര ഒരു വലിയ കോൺസെപ്റ്റ്. അൽഹംദുലില്ലാഹ്. നെക്സ്റ്റ് കമ്മിങ് ക്ലാസ്സുകളിലും മാക്സിമം ട്രൈ ചെയ്യും. അറ്റൻഡ് ചെയ്യാൻ. ജസാക്കല്ലാഹു ഖൈറൻ. ബാറക്കല്ലാഹു ജസാക്കല്ലാഹു ഖൈർ. മാഷാഅല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഒറ്റ പോയിന്റ് കൂടെ ആഡ് ചെയ്യാൻ. ക്ലാസിന്റെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത് എന്താ വെച്ചാൽ ഈവൻ 2 മണിക്കൂറാണെങ്കിലും ആ 2 മണിക്കൂറും അതായത് ഒരേ എനർജിയാണ്. ക്ലാസ് എടുക്കുന്ന ആൾക്ക് ഒരേ എനർജിയിൽ ക്ലാസ് എടുക്കുമ്പോൾ 2 മണിക്കൂറാണെങ്കിൽ 2.5 മണിക്കൂറാണെങ്കിലും എന്നൊക്കെ ഉള്ളത് അത് ശരിക്കും എല്ലാ ടീച്ചേഴ്സിനും അല്ലെങ്കിൽ എല്ലാ പഠിപ്പിക്കുന്ന ആളുകൾക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം നമ്മൾ വീക്കാവും, ഒരു 1.5 മണിക്കൂർ ഒരു 1.25 മണിക്കൂർ ആകുമ്പോഴത്തേക്കും വീക്കാവും. ഇതിപ്പോ 4 ആളുള്ള ക്ലാസ് ആണെങ്കിലും 40 ആളുള്ള ക്ലാസ് ആണെങ്കിലും എനർജി ലെവലില് യാതൊരു വ്യത്യാസമില്ല എന്നുള്ളത് മാഷാ അല്ലാഹ് തന്ന ഒരു കഴിവ് തന്നെയാണ്. അൽഹംദുലില്ലാഹ്. 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 ബാറക്കല്ലാഹ്. യെസ്, എനിബഡി എൽസ് ഫ്രം ദ നെക്സ്റ്റ് ബാച്ച്? അതിലുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇൻഷാ അല്ലാഹ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, കുഴപ്പമില്ല. നജീക, നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്ക്. ചങ്കോത്ത്. എനിബഡി? ഇൻഷാ അല്ലാഹ്. നമ്മൾ പ്രൈവറ്റ് കോച്ചിങ് നടത്തിയവരുണ്ടായിരുന്നു ഇതിൽ. അവരുണ്ടെങ്കിൽ റിമാർക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇൻഷാ അല്ലാഹ്. ഓഫ് കോഴ്സ് നമ്മൾ ഇന്നത്തെ ഇതിൽ എന്താ പറയുക, ലൈഫ് കോച്ചിങ് കഴിഞ്ഞവരുണ്ട്. ഇത് പ്രൈവറ്റ് ബാച്ച് പേഴ്സണലി ഫാമിലി സെഷനിലൂടെ കഴിഞ്ഞവരുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കേട്ടോ ഇൻഷാ അല്ലാഹ്. അസ്സലാമു മനസ്സിലാവും. ഏറ്റവും എന്താ പറയാ, ഒരു ലൈഫിൽ ഏറ്റവും വലിയ അത്യാവശ്യ ഘട്ടം വന്നപ്പോഴാണ് സാറ് ക്ലാസ് കിട്ടിയത്. തെറാപ്പിയും മെഡിസിൻസും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ സാറെ ക്ലാസ് കിട്ടിയ ശേഷം എൻ്റെ ലൈഫിന്റെ കാഴ്ചപ്പാടേ മാറി. കാരണം അത് ആ ഒരു ടൈം വരെ എന്ത് ചെയ്യണോ, എങ്ങനെ മുന്നോട്ട് പോകണം, ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. അവസാനത്തെ എന്താ പറയുക, അങ്ങേ അറ്റെത്തിയിരിക്കുന്ന ഒരു ടൈമിനായിരുന്നു എനിക്കൊരു ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടാണ് സാറ് നമ്പർ കിട്ടിയത്. എനിക്ക് ഇന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ലൈഫിലെ എന്താ പറയുക ഏറ്റവും ബെസ്റ്റ് തിങ് എന്താ ഹാപ്പൻ ആയെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും ക്ലാസ് ആണെന്നുള്ളത്. കാരണം എൻ്റെ ലൈഫിൽ എൻ്റെ ഓവർ തിങ്ക് ആയാലും എനിക്ക് ഇന്ന് കറക്റ്റ് അറിയാം എന്ത് സംഭവിച്ചാലും എന്ത് പ്രോബ്ലം വന്നാലും എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെന്നും അല്ലെങ്കിൽ എങ്ങനെ ഓവർ തിങ്ക് അത് എങ്ങനെ മറികടക്കണമെന്നോ അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരിലേക്ക് എങ്ങനെ മറ്റുള്ളവരായിട്ടുള്ള വാലിഡേഷൻ കാര്യങ്ങൾ, എൻ്റെ ഫാമിലിനെ എങ്ങനെ ഫാമിലിയിൽ എങ്ങനെ പോസിറ്റിവിറ്റി കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇപ്പൊ മക്കൾ സൈഡായാലും എങ്ങനെ പാരന്റിങ് കൊണ്ടുവരണം, എൻ്റെ പാരന്റ്സ് ചെയ്ത തെറ്റുകളിൽ നിന്ന് എനിക്കെങ്ങനെ ഇംപ്രൂവ്മെന്റ് ആയിട്ട് വരണം, പല ഘടകങ്ങളും എനിക്കറിയാം. അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റം വരുത്തണം, ആ എല്ലാ പോയിന്റും ഉൾക്കൊണ്ടുന്ന ഒരു ക്ലാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു തെറാപ്പി എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ട് നമുക്ക് അങ്ങനെ എവിടെയും പെട്ടെന്ന് കിട്ടുകയല്ല. എനിക്ക് ലൈഫിൽ ഏറ്റവും വലിയ അൽഹംദുലില്ലാഹ് ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ എനിക്കിന്ന് എൻ്റെ മെഡിസിൻസിന്റെ ഡോസ് കുറക്കാൻ പറ്റി. എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിക്കും എങ്ങനെ തിരിച്ച് മീൻസ് പല കാര്യങ്ങളും തിരിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം ഞങ്ങളുടെ ഹസ്ബൻഡ് തമ്മിലുള്ള ഒരു ഇതുപോലും മാറി. എൻ്റെ ഫാമിലി വളരെ ഇംപ്രൂവ്മെന്റ് ആയി. അതുകൊണ്ട് എല്ലാത്തിനും ജസാക്കൽ ഹൈർ. ആക്ച്വലി കുറച്ച് ക്ലാസ് മിസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ അസുഖം കാരണം
ഇന്ത്യയിൽ പോയിട്ട് 4 മാസം സാറ് ക്ലാസ്സിന് പകർന്നുകൊണ്ട് ഞാൻ സൗദിയിലേക്ക് തിരിച്ച് ഫാമിലിയിലേക്ക് വന്നു. കുറച്ച് ക്ലാസ് മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇൻഷാല്ല ഫസ്റ്റ് മുതലേ മറ്റേ ക്ലാസ്സിൽ ഞാനും ഉണ്ടാവും. കാരണം എനിക്കിത് കേട്ടോണ്ടേ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമുക്ക് ഇനി ഇമ്പ്രൂവ്മെന്റ് ചെയ്യാം. ആ ഒരു എനർജി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. കൺസൾട്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ. ഇൻഷാ അല്ലാ. അപ്പം എന്നാൽ ഇൻഷാല്ലാ ബറക്കല്ലാ പങ്കെടുത്ത എല്ലാവർക്കും ജസാക്കല്ലാ ഖൈറൻ. അള്ളാഹു ഖൈറും ബർക്കത്തും വർദ്ധിപ്പിച്ച് തരട്ടെ. ഇനി നമുക്കിതിൽ ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കണം. ഇത് എന്നോട് ഒരാൾ ഇതിനിടയ്ക്കൊരു മെസ്സേജ് അയച്ചത്, വേറത് പേര് ഓർമ്മയില്ല, അദ്ദേഹം പറഞ്ഞ് എന്നോട് ഈ രീതിയിൽ പാരൻറ്റിങ്ങും മറ്റും പഠിപ്പിച്ചെങ്കിലേ ഉള്ളൂ കുട്ടികളെ. ഇപ്പം നമ്മളല്ലേ വീട്ടിൽ അറവുശാലയൊക്കെ ആണല്ലോ കുട്ടികൾ, വീട്ടിലാണ് അറവുശാല തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് എവിടേക്കുള്ള പോക്കാണ് എന്നതിനുള്ള പരിഹാരം ഇതേ ഉള്ളൂ. കാരണം ഇത് ടു ബി ഫ്രാങ്ക് ഇത് നമ്മളെ മതം പഠിപ്പിക്കുന്നവർ പഠിപ്പിക്കേണ്ടത്, പക്ഷേ ദേ ആർ നോട്ട് ഡൂയിങ് ഇറ്റ് ആൻഡ് ദേ കാനോട്ട് ഡു ഇറ്റ്. അതുകൊണ്ട് ഇത് ആളുകളിലേക്ക് എത്തിക്കുക ഒരു ഭയങ്കര നീഡാണ്. അത് ഇൻഷാ അല്ലാഹ് അതൊരു അക്കാഡമിക് തലത്തിലൂടെ ജനങ്ങൾക്ക് എത്തിച്ചിട്ട് വേണം നമ്മുടെ കാറ്റുകോടി രൂപ എത്തിക്കണം എന്നാണ് എൻ്റെ പ്ലാനുള്ളത്. ഇതൊരു വലിയ സിലബസ് ആക്കി, MSc സിലബസ് ആക്കിയിട്ട് പിന്നെ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ തന്നെ PhD എടുക്കുന്നത്. ഈ ടോപ്പിക്കിൽ തന്നെ ഒരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റി PhD എടുക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഒരു യൂണിവേഴ്സിറ്റി അത് കൊണ്ടുവന്നിട്ട് 1-2 യൂണിവേഴ്സിറ്റി കൊണ്ടുവന്ന് നടത്തി കഴിഞ്ഞാൽ പിന്നെ അത് വന്നോളും. അപ്പോൾ ആളുകൾക്ക് ഇത് മനസ്സിലായിക്കോളും. പിന്നെ അപ്പോൾ കുട്ടികൾ ഇതിലേക്ക് കൂടുതൽ വന്നോളും. അങ്ങനെ ഒരു 10 വർഷമോ 20 വർഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാലത്ത് ഇതൊക്കെ വലിയ സംഭവമായിട്ട് വന്നോളും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതൊരു അക്കാഡമിക് തലത്തിലൂടെ കൊണ്ടുവരണം. ഇതൊരു വ്യക്തിതലത്തിൽ നിന്ന് ഒരു പ്രാസ്ഥാനികമായിട്ട് അതല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു സംവിധാനത്തിലൂടെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതിൽ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത PhD അതിൻ്റെ സൈനപ്സിസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു 4 വർഷം കൊണ്ട് PhD കയ്യിലാക്കണം ഇൻഷാ അല്ലാഹ് എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ജസാക്കല്ലാഹ് ഖൈറൻ ബാറക്കല്ലാഹ്. അള്ളാഹു നിങ്ങൾക്ക് ഖൈറും ബർക്കത്തും തരട്ടെ. പങ്കെടുത്ത എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് കിട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.